చిప్పు కొడుతురండి చిప్పు కొడుతారు ఏది వేయలేడు అని ఎందుకు కదా పంతులు చిప్పు కొడుతారు ఏది చెప్పు చిప్పు వచ్చా అది ఏది చిప్పు నాకు Imagine living where all the essentials like schools, hospitals, stores, beach, everything is just a drive away. And Vaikuntham city was built to offer all this. Less time commuting means more time for self-care and more time with family, or you can just relax at home.
കൊളംബസ് വെഞ്ചർ കൊളോണിസ്റ്റ് വിളിക്കുന്നു. ഓ കഷ്ടം. ഫണ്ടിങ്ങുള്ള പൈസക്ക് വേണ്ടി അമേരിക്കയിൽ കറങ്ങി നടക്കുന്ന ആളുടെ വിചാരം. ഹലോ തിരുമനസേ, അതോ ഞാൻ ഇന്ത്യക്കാരെ പോലെ നമസ്കാരം എന്നാണ് പറയേണ്ടത്? ഫോട്ടോസ് ഫോട്ടോസ്. ശരി സർ, തീർച്ചയായും. ഏട്ടാ ലാമേ വായിച്ചു കളയും. ഇതാ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അയക്കാം. മാന്ത്രിക റബ്ബർ കൊണ്ട് നിങ്ങളുടെ ഫോട്ടോകളിലെ അനാവശ്യ വിവരങ്ങൾ മായ്ച്ചു കളയൂ. ക്യാൻവ, ഹൃദയത്തിൽ നിന്ന് ഡിസൈൻ വരെ. ವಾಲಂಟಿಯರ್ ಗಮನಕ್ಕೆ ಪಾಕಶಾಲೆ ವಾಲಂಟಿಯರ್ನ ಅಗತ್ಯವಿದೆ. ಅಲ್ಲಿ ಪಕ್ಕದಲ್ಲಿದ್ದ ಭೋಜನ ಶಾಲೆಗೆ ತೆರಳಬೇಕು ವಾಲಂಟಿಯರ್ಗಳು. ൂരാമായിരിക്കുന്ന അനുഭവത്തിലല്ലേ അത് പിടിക്കൂട് ദേവസംഘത്തിനകത്ത് ഇവിടുത്തെ ആ ഏഴമംഗലം വടക്കേ പാതിരാധാരമായിട്ടുള്ള ആ അമ്മയുടേതായ അനുഭവം വടക്കോടുത്തിരിക്കുന്നതായ ആ അമ്മയുടേതായ അനുഭവം വേണ്ടുവോളം ഇതിനകത്ത് സിദ്ധിച്ച നിന്നിടത്തിലും ആ പലകൊടുത്തിലേക്ക് ആ ക്ഷീരം കൊണ്ടാണല്ലോ വളരുന്നത് ദേവരാമനെ പറ്റി അത് പറയാനായിട്ട് എങ്കിലും ആ ഇതിനകത്ത് യാതൊരു അങ്ങോട്ട് രാശിവെച്ച് വരച്ച് വിധിക്കേണ്ടതായ കൽപ്പിക്കേണ്ടതായ ആ അനുഭവത്തിൽ നേർവണ്ണം സത്യത്തിലേക്ക്
അഭിമാനമായിട്ട് അഭിമാനം വഴികാട്ടിയിരുന്ന പ്രധാനമായിട്ട് അഭിമാനങ്ങളുള്ള ദേവീധന്മാർക്ക് നിരന്തരം ഒരിക്കലും എൻ്റെ ആദൂർസ്ഥാനവുമായിട്ട് അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് പ്രധാന ഒരു മാതാക്കന്മാരുടെ അഭിമാനം
ഒരു വീട്ടിൽ ഒന്നിച്ചു കഴിയുന്നത് പല ഇഷ്ടങ്ങളാ. പഴയ ടീച്ചർ ഇപ്പോഴും പുതിയ പരീക്ഷണങ്ങളിലാ. ഇവർക്കോ മമ്മിയുടെ സ്റ്റൈൽ മതി. എല്ലാവരുടെയും ഇഷ്ടങ്ങൾ അവരെക്കാൾ നന്നായി അറിയുന്നത് കിച്ചനാണ്. കിച്ചൺ ട്രഷേഴ്സ് ചിക്കൻ മസാല, പരിശുദ്ധിയുടെ ആരംഭം കിച്ചണിൽ നിന്നും.
ദാ വാങ്ങൂ. വരൂ വരൂ. ആ ഇത് നോക്കൂ മെസ്സേജ്. പറയുന്നു വീഡിയോ ലൈക്ക് ചെയ്ത് 500 രൂപ ദിവസവും നേടും. ആദ്യം കുറച്ച് പൈസ തന്ന് പ്രലോഭിപ്പിക്കും, പിന്നെ കൂടുതൽ വേണമെങ്കിൽ പണം അടയ്ക്കൂ എന്ന് പറയും. ഞങ്ങൾ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുന്നു, ഇവർ ഞങ്ങളുടെ പുറത്തു ചുണ്ണാമ്പ് തേക്കുന്നു. വെറ്റിലക്കാരനാ, പക്ഷെ മണ്ടനല്ല സാറേ. ഓർമ്മിക്കൂ, UPI പറയുന്നു ആരെങ്കിലും എളുപ്പം പണമുണ്ടാക്കാൻ പ്രലോഭിപ്പിച്ചാൽ പറയൂ ഞാൻ മണ്ടൻ അല്ലാന്ന്. കുടിവെള്ള
ಪ್ರತಿಭೆಗಳಿಗಿಂತಲೂ ಅಧಿಕ ಸಂಗೀತ ಕ್ಷೇತ್ರದಲ್ಲಿ ಓರ್ವ ಗಾಯಕ ಇದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ ಅದು ನಮ್ಮೆಲ್ಲರ ಹೆಮ್ಮೆಯ ಪೆರ್ಮೆದ ನಮ್ಮ ವಿಠಲ್ ಅಣ್ಣೆ ವಿಠಲ್ ಶೆಟ್ಟಿ ಕಾಸರಗೋಡು ಮೇರ್ನ ಸೊರಟು ಒಂಜಿ ಭಕ್ತಿಗೀತೆ ಬರೋದುಂಡು ಕೂಡ ನಮ್ಮ ಭಿನ್ನೈತಂದುಲ್ಲ ಒಂಜಿ ತಾಟಿ വരണം മാത്രല്ല ಒಂಜി താട്ടി പ്ലീസ് ഒരു നല്ലൊരു കയ്യടി പ്ലീസ് ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പരിപാടിയുടെ ഉടനീളം ആ കയ്യടി നിരന്തരമായി വരട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വേദിയിൽ ഇതാ വിഠൽ ഷെട്ടി കാസർഗോഡ് Hal, 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 hal. Hal, 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 hal. Hal, 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 hal. Ya Devi Sarvabhuteshu Namaste.
ಭಗವತಿಯ ಸನ್ನಿಧಿಯಲ್ಲಿ ಜರುಗುವಂತಹ ಈ ಪೆರುಂಕಳಿಯಾಟ ಮಹೋತ್ಸವಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತಹ ಅತ್ಯಂತ ಶ್ರೇಷ್ಠ ಸಾಹಿತ್ಯದೊಂದಿಗೆ ಈ ಗೀತೆಯನ್ನ ಪ್ರಸ್ತುತಪಡಿಸಿದ್ದಾರೆ ವಿಠಲ್ ಶೆಟ್ಟಿ ಕಾಸರಗೋಡು. ಕೃತಜ್ಞತೆಗಳು. ಬಂಧುಗಳೇ, ನಾವು ಬದುಕುವಂತಹ ಗ್ರಾಮೀಣ ಪ್ರದೇಶದಲ್ಲಿ ಪ್ರಾಯಶಃ ಬಹಳಷ್ಟು ಕಡಿಮೆ ಇರುವಂತಹದ್ದು, ಆದರೆ ನಗರ ಪ್ರದೇಶಗಳಲ್ಲಿ ಕಾಣಸಿಗುವಂತಹದ್ದು ನಮ್ಮ ವೃದ್ಧ ಸದನಗಳು. ಅನೇಕ ನಮ್ಮ ತಂದೆ ತಾಯಿಯರನ್ನ ವೃದ್ಧ ಸದನದಲ್ಲಿ ಮಾಡುವಂತಹ ಒಂದಷ್ಟು ಉದಾಹರಣೆಗಳು ನಾವು ಕಾಣಬಹುದು. ಅನೇಕ ವರ್ಷಗಳ ಹಿಂದೆ ಭಕ್ತ ಕವಿಗಳಲ್ಲಿ ಶ್ರೇಷ್ಠರಾದಂತಹ ಕಬೀರ್ ದಾಸ್ರವರು ಹಿಂದಿಯಲ್ಲಿ ದೋಹೆಗಳನ್ನ ಅನೇಕ ಬರೆದಿದ್ದಾರೆ. ಆಯ್ಕೆಗೊಂಡಿರತಕ್ಕಂತಹ ಒಂದು ದೋಹೆಯನ್ನ, ಇದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತಹ ದೋಹೆಯನ್ನ ನಿಮ್ಮ ಮುಂದೆ ಇಡುವಂತಹ ಪ್ರಯತ್ನ, ಮಲ್ಲಿಗೆ ಹಿಂದಿಯಲ್ಲಿ ಆ ಬಳಿಕ ಕನ್ನಡ ಮಲಯಾಳಕ್ಕೆ ತರ್ಜುಮೆ ಮಾಡುವಂತಹ ಪ್ರಯತ್ನ ಮಾಡ್ತವೆ. ಗಮನಿಸಿ, ಕಬೀರ್ ದಾಸ್ರವರ ಅತ್ಯಂತ ಅರ್ಥಗರ್ಭಿತವಾದಂತಹ ದೋಹೆ. जिंदा बाप को कोई न पूछे, जिंदा बाप को कोई न पूछे, मरे बाद बुझवाया, मुट्ठी भर चावल लेकर कौवे को बाप बनाया. ಇದರ ಅರ್ಥ, ಜಿಂದಾ ബാപ്പ് കോ കോയി ന പൂജെ. നമ്മുടെ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നില്ല. മരേവാദ് ഭുജുവായ, അവർ ಸತ್ತ ಮೇಲೆ ನಾವು ಪೂಜೆ ಮಾಡ್ತೇವೆ, ಅವರು ಮರಿച്ച ಶೇಷಂ ഞങ്ങൾ ಅವರೇ ಪೂಜಿക്കുന്നു. ಮುಠ್ಠಿವರ್ ಚಾವಲ್ ಲೇಕರ್, ಒಂದು ಮುಷ್ಟಿಯಲ್ಲಿ ಒಂದಷ್ಟು ಅನ್ನವನ್ನ ಇಟ್ಟುಕೊಂಡು ಕೌವೆ ಕೋ ಬಾಪನಾಯ, ಕಾಗೆಯನ್ನ ನಮ್ಮ ತಂದೆ ತಾಯಿ ಸಮಾನ ನಾವು ಕಾಣ್ತೇವೆ. ಇದು ಕಬೀರ್ ದಾಸ್ ಅವರು ಬರೆದಂತಹ ಬಹಳಷ್ಟು ಅರ್ಥಗರ್ಭಿತವಾದಂತಹ ಒಂದು ದೋಹೆ. ಖಂಡಿತವಾಗಿ ಈ ದೋಹೆ ತರುವಾಯ ನಮ್ಮ ಕಾರ್ಯಕ್ರಮವನ್ನ ಮುಂದುವರಿಸುತ್ತಾ ನಾವು ಮಲಯಾಳಂ ಗೀತೆಯನ್ನ ಕೇಳಿದ್ದೇವೆ, ಕನ್ನಡ ಗೀತೆಯನ್ನ ಕೇಳಿದ್ದೇವೆ. ಇದೀಗ ನಮ್ಮ ನೆರೆ ರಾಜ್ಯವಾದಂತಹ ತಮಿಳುನಾಡಿಗೆ ಹೋಗಿ ಬರೋಣ. ತಮಿಳು ಭಾಷೆಯ ಒಂದು ಭಕ್ತಿ ಗೀತೆ. ನಿಮ್ಮ ಮುಂದೆ ಬರುವಂತಹ ಕಲಾವಿದ ಕಾಸರಗೋಡು ಮಾತ್ರವಲ್ಲ, ಕರಾವಳಿಯಲ್ಲಿ ಚಿರಪರಿಚಿತ ಮುಖ ಅನು ನಾರಾಯಣನ್ ಕಾಸರಗೋಡು. Hello, 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 dizzy hello, 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 hello. Dizzy hello, hello, dizzy hello, 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 dizzy hello, hello, hello. Dizzy hello, 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 dizzy hello, hello. Hello, 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 hello. Hello, 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 hello. கொண்டாடும் ஜெங்கை மலர் தோட்டங்கள்
ನಾಡಿಗೆ ನಾಡೆ ಹಬ್ಬದ ವಾತಾವರಣವನ್ನ ಸೃಷ್ಟಿಸಿದಂತಹ ಆಧೂರು ಭಗವತಿ ಅಮ್ಮನ ಸನ್ನಿಧಿಯಲ್ಲಿ ನಿನ್ನೆಯಿಂದ ಪ್ರಾರಂಭಗೊಂಡಿರುವಂತಹ ಪೆರುಂಕಳಿಯಾಟ ಮಹೋತ್ಸವ ತಮಗೆಲ್ಲರಿಗೂ ಗೊತ್ತಿರುವ ಪ್ರಕಾರ ಅನೇಕ ವರ್ಷಗಳ ಕಾಯುವಿಕೆಯ ಬಳಿಕ ಸರಿಸುಮಾರು 351 ವರ್ಷಗಳ ಬಳಿಕ ಇತಿಹಾಸದ ಪುಟಗಳಲ್ಲಿ ದಾಖಲೆಯನ್ನ ಕಾಣುವಂತಹ ಕಾರ್ಯಕ್ರಮ. ಸಾಗರೋಪಾದಿಯಲ್ಲಿ ಭಕ್ತ ಮಹಾಶಯ ಬಂಧುಗಳು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬರ್ತಾ ಇದ್ದಾರೆ. ನಿನ್ನೆಯಿಂದ ಇನ್ನೇನು 24ನೇ ತಾರೀಕಿನ ತನಕ ಗಣ್ಯ ಅತಿಥಿಗಳು ಕೇಂದ್ರ ಸಚಿವರಾಗಿರ್ಲಿ, ರಾಜ್ಯ ಸಚಿವರಾಗಿರ್ಲಿ, ಶಾಸಕರಾಗಿರ್ಲಿ, ಸಂಸದರಾಗಿರ್ಲಿ, ಜೊತೆಯಲ್ಲಿ ಸಾಮಾಜಿಕ If you had to describe the Magister in one word, what would that word be? Imposing, because it's huge. Yeah. Rugged. Larger than life. Magister, it's majestic. It's next level. It's like the complete SUV. ಇದೀಗ ಪಿಳ್ಳಂಗೋವಿಯ ಚೆಲುವ ಕೃಷ್ಣನ ಇಲ್ಲಿ ನೋಡಿದಿರಿ. ಮನಮೋಹಕವಾದಂತಹ ಗೀತೆ ನಳಿನ್ರವರ ಧ್ವನಿಯಲ್ಲಿ ಗೀತೆ, ಜೊತೆಯಲ್ಲಿ ಅವರ ಮಗಳು ವೈಗ ಇದೀಗ ನರ್ತನದೊಂದಿಗೆ ಮುಂದೆ. ತಂದೆ ಮಗಳ ಜುಗಲ್ಬಂದಿ ಒಂದು ಕರತಾಡನೆಯಲ್ಲಿ ಜೋರ್ದಾರ್ ಚಪ್ಪಾಳೆ. ಧನ್ಯವಾದ. check. ಕೃಷ್ಣನ ಎಲ್ಲಿ ನೋಡಿದಿರಿ? ಪಿಳ್ಳಂಗೋವಿಯ ಚೆಲುವ ಕೃಷ್ಣನ ಎಲ್ಲಿ ನೋಡಿದಿರಿ? ರಂಗನ ಎಲ್ಲಿ ನೋಡಿದಿರಿ? ಎಲ್ಲಿ ನೋಡಿದರಲ್ಲಿ ತಾನಿಲ್ಲದಿಲ್ಲವೆಂದು ಬಲ್ಲ ಜಾನರಿ
ಧನ್ಯವಾದಗಳು. ಆರಂಭದಲ್ಲೇ ಹೇಳಿದ ಪ್ರಕಾರ ಸರಿಸುಮಾರು 15 ವರ್ಷಗಳ ಹಿಂದೆ ಇದೇ ದೇವಿಯ ಸನ್ನಿಧಿಯಲ್ಲಿ ನಮ್ಮ ನಾಯಕರಾಗಿರುವಂತಹ ನಳಿನ್ ರವರು ಆ ಕಾಲಘಟ್ಟದಲ್ಲಿ ಒಂದಷ್ಟು ಕಲಾವಿದರನ್ನ ಸೇರಿಸಿಕೊಂಡು ಇಂತಹ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನ ಮಾಡಿತ್ತು. ಆ ಕಾಲದಲ್ಲಿ ನಮ್ಮ ತಂಡಕ್ಕೆ ಹೆಸರಿರಲಿಲ್ಲ. ಇದೇ ಸನ್ನಿಧಿಯಲ್ಲಿ ಮೊಟ್ಟ ಮೊದಲ ಬಾರಿಗೆ ರಿಥಮ್ ಬ್ಯಾಂಡ್ ಕಾಸರಗೋಡು ಎಂಬ ನಾಮಧೇಯ ಬಂತು. ಆ ಬಳಿಕ ಅನೇಕ ಕಡೆಗಳಲ್ಲಿ ಯಶಸ್ವಿನ ಕಾರ್ಯಕ್ರಮ ನಳಿನ್ ನಾರಾಯಣ್ ಅವರ ನೇತೃತ್ವದಲ್ಲಿ ನೀಡುವಂತಾಯಿತು. ಎಲ್ಲರೂ ಕೂಡ ಆಧೂರು ಭಗವತಿಯ ಆಶೀರ್ವಾದ ಎಂಬುದಾಗಿ ನಾವು ನಂಬುತ್ತಾ ಬಂದಿರತಕ್ಕಂಥ ಎಲ್ಲರನ್ನ ಮಗದೊಮ್ಮೆ ಸ್ವಾಗತವನ್ನ ಕೋರುತ್ತಾ ಬಂಧುಗಳೇ, ಕರಾವಳಿಯ ಅನೇಕ ಪ್ರತಿಭೆಗಳ ಆಗರವಾಗಿದೆ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮ. ಅನೇಕ ಯಶಸ್ವಿ ಕಲಾವಿದರು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಇಂಪಾದ ಧ್ವನಿಯನ್ನ ನೀಡುತ್ತಾ ಇದ್ದಾರೆ, ಕಾರ್ಯಕ್ರಮವನ್ನ ಮುಂದುವರಿಸ್ತಾ ഇതാവേ. സോ ഭക്ഷണം ഒരു ഭാഗത്ത് അന്നപ്രസാദ വിതരണം തുടരുമ്പോൾ പ്രധാന വേദിയിൽ സംഗീത നൃത്ത പരിപാടി ആസ്വദിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി ഈ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തതായി സത്യം ശിവം ತೃಪ್ತಿ ಉಚ್ಚಿಲ್ರವರು ಬರ್ತಾ ಇದ್ದಾರೆ. ಅಮ್ಮ ನಾನು ದೇವರಾಣೆ ಬೆಣ್ಣೆ ಕತ್ತಿಲ್ಲಮ್ಮ. ಈ ಒಂದು ಧ್ವನಿಗೆ, ಈ ಒಂದು ಗೀತೆಗೆ ಧ್ವನಿಯನ್ನ ನೀಡುವ ಕಲಾವಿದ ತೃಪ್ತಿ ಉಚ್ಚಿಲ್. ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಪ್ರೋತ್ಸಾಹವನ್ನ ಕೊಟ್ಟಿದ್ದಾರೆ ರವೀಂದ್ರ ಕೆ ಫಾಲ್ಕನ್ ಕಾರ್ಗೋಸ್ ಮುಂಬೈ, ನವೀನ್ ತಾಲ್ಕಾ ಕುಂಬ್ಳೆ, कुमार के काउगोड़े, विनोद के काउगोड़े कुवैत, महेश साई कूल मुंबई, गणेश विजय मुंबई, वामन कोपड़, सूरज आयल, आनंद कोट्लू अध्यक्षರು ಮುಖಾಯ ಬೋವಿ ಸಮುದಾಯ ಸಭಾ, ಲವಾ ಕೆ ದುಬೈ ಮತ್ತು ನಾರಾಯಣ ಕೆ ಮುಟ ಎಲ್ಲ ದಾನಿಗಳನ್ನ ಸ್ಮರಿಸುತ್ತಾ ಕೇಳಿ ತೃಪ್ತಿ ಉಚ್ಚಿಲ್ ರವರ ಧ್ವನಿಯಲ್ಲಿ ಅಮ್ಮ ನಾನು ದೇವರಾಣೆ ಬೆಣ್ಣೆ ಕಚ್ಚಿನ. ಹಲೋ ಹಲೋ ಚೂರು ಡಿಲೇ ಕೊಡಿ. ಹಲೋ ಹಲೋ
ಸುಂದರವಾದಂತಹ ಆಲಾಪನೆ ತೃಪ್ತಿ ಉಚ್ಚಿಲ್ ಇವರ ಧ್ವನಿಯಲ್ಲಿ ನೀವೊಂದು ಕೇಳಿದ್ದೀರಾ ಭಕ್ತಿಗೀತೆ. ಬಂಧುಗಳೇ, ಸಮಯ 2 ಗಂಟೆಯ ಸಮೀಪದಲ್ಲಿ ನಾವುಗಳಿದ್ದಾವೆ. ಈ ಕಾರ್ಯಕ್ರಮ ಆರಂಭಗೊಂಡು ಸರಿಸುಮಾರು 1.5 ಗಂಟೆ ಕಳೆದಿದೆ. ನಿರಂತರವಾಗಿ ನೀವು ಆಸ್ವಾದನೆ ಮಾಡುವಂತಹ ಕಾರ್ಯಕ್ರಮ ಜೀವನ್ ಟಿವಿ ಫೇಮ್ ನಳಿನ್ ನಾರಾಯಣ್ ಕಾವಗೋಳಿ ಮತ್ತು ಬಳಗದವರಿಂದ ಭಕ್ತಿ ನೃತ್ಯ ಕಾರ್ಯಕ್ರಮ ವೇದಿಕೆಯಲ್ಲಿ ಸಂಪನ್ನಗೊಳ್ಳುತ್ತಾ ಇದೆ. ಈ ಕಾರ್ಯಕ್ರಮದ ಆರ್ಥಿಕವಾಗಿ ಪ್ರಾಯೋಜಕರಾಗಿ ಸಹಕಾರವನ್ನ ಕೊಟ್ಟಂತಹ ಎಲ್ಲ ದಾನಿಗಳನ್ನ ಮತ್ತೊಮ್ಮೆ ಸ್ಮರಿಸುತ್ತಾ, ಬಂಧುಗಳೇ, ಮನುಷ್ಯ ಅಂದರೆ ಅದು ಪರೋಪಕಾರಿ ಅಂತೆ. ಪರೋಪಕಾರ ಕೆಲವೊಮ್ಮೆ ಎಡಬಟ್ಟನ್ನು ಉಂಟು ಮಾಡುವುದು ಕೂಡ ಇದೆ ಅಂತೆ. ಅಂತದ್ರಲ್ಲಿ ಓರ್ವ ಶ್ರಮಜೀವಿ ಅಂತ ಒಂದು ಊರಲ್ಲಿ ಓರ್ವ ಶ್ರಮಜೀವಿ ಬಹಳಷ್ಟು ಕಷ್ಟಪಟ್ಟು ಬದುಕನ್ನ ಕಟ್ಟುವಂತಹ ಆ ಶ್ರಮಜೀವಿಗೆ ಒಂದು 2,000 ರೂಪಾಯಿ ಸಾಲ ಇತ್ತಂತೆ. ಎಷ್ಟೇ ಕಷ್ಟಪಟ್ಟರು ಕೂಡ ಆ ಸಾಲವನ್ನ ತೀರಿಸೋಕೆ ಆಗೋದಿಲ್ವಂತೆ. ಕೊನೆಯಲ್ಲಿ ದೇವರಿಗೆ ಒಂದು ಪತ್ರ ಬರೀತಾನಂತೆ, ದೇವರೇ, ಬಹಳಷ್ಟು ಶ್ರಮ ಪಟ್ಟರು ಕೂಡ ನಮ್ಗೆ ಇರತಕ್ಕಂತಹ 2,000 ರೂಪಾಯಿ ಸಾಲವನ್ನ ತೀರಿಸೋಕೆ ಆಗೋದಿಲ್ಲ. ದೇವರ ವಿಳಾಸದಲ್ಲಿ ಪತ್ರ ಬರೀತಾನಂತೆ, ಸಹಾಯ ಮಾಡಿ ಅಂತ ಕೇಳಿ. ಸೊ ಈ ವಿಳಾಸವ ನೇರವಾಗಿ ಪೋಸ್ಟ್ ಆಫೀಸ್ಗೆ ಬರುತ್ತೆ, ಪೋಸ್ಟ್ ಮ್ಯಾನ್ ಕೈ ಸೇರುತ್ತೆ. ಪೋಸ್ಟ್ ಮ್ಯಾನ್ ಈ ಒಂದು ಅಡ್ರೆಸ್ ಅನ್ನ ನೋಡಿ, ವಿಳಾಸವನ್ನ ನೋಡಿ ಆಶ್ಚರ್ಯಚಕಿತನಾಗಿ ಆ ಪತ್ರವನ್ನ ಓಪನ್ ಮಾಡಿ ಓದ್ತಾನಂತೆ. ಓಪನ್ ಮಾಡಿದೊಡನೆ ಈ ಪೋಸ್ಟ್ ಮ್ಯಾನ್ಗೆ ಈ ಬಡಪಾಯಿಯ ಮೇಲೆ ಕರುಣೆ ಉಂಟು ಆಗತ್ತಂತೆ. ಆ ಪೋಸ್ಟ್ ಮ್ಯಾನ್ ನೇರವಾಗಿ ಕಚೇರಿಗೆ ಹೋಗಿ ತಮ್ಮ ಸಹ ಉದ್ಯೋಗಿಗಳಲ್ಲಿ ಒಂದಷ್ಟು ಹಣವನ್ನ ಒಗ್ಗೂಡಿಸ್ತಾನಂತೆ. 2,000 ಅಂತ ಹೇಳಿ ಶ್ರಮ ಪಟ್ಟದ್ದು 1,800 ತನಕ ಆ ಹಣ ಆಗಿದೆ ಅಂತೆ. ಆ ಹಣವನ್ನ ಫ್ರಮ್ ಅಡ್ರೆಸ್ಗೆ ಮನಿ ಆರ್ಡರ್ ಮಾಡ್ತಾನಂತೆ. ಸೊ 2-3 ದಿನಗಳು ಕಳೆಯಿತು. 2-3 ದಿನಗಳ ಬಳಿಕ ಮತ್ತೆ ದೇವರ ಅಡ್ರೆಸ್ ಅಲ್ಲಿ ಪುನಃ ಒಂದು ಪತ್ರ ಬರುತ್ತಂತೆ. ಪೋಸ್ಟ್ ಮ್ಯಾನ್ ಕೈ ಸೇರುತ್ತಂತೆ. ಪೋಸ್ಟ್ ಮ್ಯಾನ್ ತೆರೆದು ಓದ್ತಾನಂತೆ. ಅದರಲ್ಲಿ ಬರೆದಿತ್ತು, ದೇವರೇ, ತುಂಬಾ ಥ್ಯಾಂಕ್ಸ್, ನೀವು ಕಳಿಸಿದ ಹಣ ಕೈ ಸೇರಿದೆ. ಅಪೇಕ್ಷೆ ಪಟ್ಟದ್ದು 2,000 ಆಗಿತ್ತು. ಆ 2,000ದಿಂದ 200 ರೂಪಾಯಿ ಪೋಸ್ಟ್ ಮ್ಯಾನ್ ಕದ್ದು ಕೇವಲ 1,800 ರೂಪಾಯಿ ಮಾತ್ರ ನನ್ ಕೈ ಸೇರಿದೆ. ಇದು ಪರೋಪಕಾರಕ್ಕೆ ಕೆಲವೊಮ್ಮೆ ಮಾಡುವ ಎಡವಟ್ಟು. ಏನೇ ಇರಲಿ, ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಮತ್ತೊಮ್ಮೆ ಸ್ವಾಗತವನ್ನ ಕೋರುತ್ತಾ, ಭಕ್ತಿ ಗೀತೆಗಳ ವೇದಿಕೆಯಲ್ಲಿ ಈ ಒಂದು ಗೀತೆ ಇಲ್ಲ ಅಂದಲ್ಲಿ ಆ ಭಕ್ತಿ ಗೀತೆಯ ಕಾರ್ಯಕ್ರಮ ಪ್ರಾಯಶಃ ಪರಿಪೂರ್ಣತೆಯನ್ನ ಕಾಣೋದಿಲ್ಲ ಎಂಬುದಾಗಿ ವಾಡಿಕೆ. ಯಾಕೆ ಅಂತ ಕೇಳಿದ್ರೆ, ಈ ಗೀತೆ ಎಲ್ಲ ಭಕ್ತಿ ಗೀತೆಗಳ ವೇದಿಕೆಯಲ್ಲಿ ಹಾಡುವಂತಹ ಗೀತೆ ಸತ್ಯಂ ಶಿವಂ ಸುಂದರಂ, ಧ್ವನಿಗೆ ಪ್ರಸಿದ್ಧ. ಹಲ್ 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 ಅಲ್ಲ ಹಲ್ ಹಲ್ ಅಲ್ಲ ಅಲ್ಲ ഈ ഭക്തിഗാന പരിപാടിക്ക് ശേഷം ഓട്ടം തുള്ളൽ കല്യാണ സൗഗന്ധികം അവതരണം കലാമണ്ഡലം മഹേന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു. ഈ വേദിയിൽ അടുത്തതായി നടക്കാനിരിക്കുന്ന കലാപരിപാടിയാണ്. सत्य है
शिव ही सुंदर है, जागो उठकर देखो, जीवन जो तो जागर है। सत्यं शिवं सुंदरं, सत्यं शिवं सुंदरं, सत्यं शिवं सुंदरं, सुंदरं। सत्यं शिवं सुंदरं, सत्यं शिवं सुंदरं, सुंदरं शिव है, सुंदरं ही सुंदर है। सत्यं शिवं सुंदरं, सत्यं शिवं सुंदरं, सत्यं शिवं सुंदरं, सत्यं शिवं सुंदरं। सत्यं शिवं सुंदरं, सत्यं शिवं सुंदरं। ईश्वर सत्य है, सत्य ही शिव है, शिव ही सुंदर है। सत्यं शिवं सुंदरं, जी हाँ, बहुत बढ़िया आलापन के जरिए
ये गीत आपके सामने पेश किया है प्रसीदा जी ने, सत्यम शिवम सुंदरम। भक्तगणों, 351 साल के बाद ये पेरुमकलियाटम बढ़िया कार्यक्रम आधुर भगवती की क्षेत्र पर संपन्न हो रहा है। महाराष्ट्र मुंबई से कई मेहमानगण यहाँ आ चुके हैं। उन तमाम लोगों के लिए हमारे तरफ से तहे दिल से स्वागत करता हुआ मंच पर आपके सामने है जीवन टीवी फेम नलिन नारायण कागोड़ी कासरगोड के नेतृत्व में भक्ति भरा कार्यक्रम। फिर से स्वागत। പരിപാടി തുടരുകയാണ്. ಕಾರ್ಯಕ್ರಮದ ಮುಂದಿನ ಭಾಗದಲ್ಲಿ ಈಗ ತಾನೇ ಆರಂಭದಲ್ಲಿ ಹೇಳಿದ ಪ್ರಕಾರ ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲೆ ಅಂದ್ರೆ ಅನೇಕ ವೈಶಿಷ್ಟ್ಯತೆಗಳ ಊರು. ಪ್ರಿಯമുള്ളവരെ, വിശ്വാസികളുടെ സുപ്രീം കോടതിയായി അറിയപ്പെടുന്ന കാനത്തൂർ നാൽവർ ദൈവസ്ഥാനമുള്ള ജില്ലയാണ് കാസർഗോഡ്. മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രങ്ങളായ 1000 ജുമാ മസീദിയും വേള ചർച്ചും മാലിക്കുദ്ദീനാറും പള്ളിയുമുള്ള ജില്ലയാണ് കാസർഗോഡ്. പ്രകൃതിയോട് വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കലം കോട്ട നിലകൊള്ളുന്ന ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം ഹൈറേഞ്ച് ഉള്ള ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ ഒഴുകുന്ന 44 നദികളിൽ 14 നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. പോത്തോട്ടത്തിന്റെയും കോഴിയങ്കത്തിന്റെയും ജില്ലയാണ് കാസർഗോഡ്. ക്രിക്കറ്റിനെ പറ്റി വരുമ്പോൾ 1700 കാലഘട്ടങ്ങളിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച ക്രിക്കറ്റ് അണ്ടറാമായിരുന്നു. ആ അണ്ടറാം ക്രിക്കറ്റിനെ പരിപോഷിപ്പിക്കുന്ന ജില്ല കൂടിയാണ് കാസർഗോഡ്. അങ്ങനെ ഔപചാരികമായി 7ഓളം ഭാഷയെങ്കിലും അനൗപചാരികമായി 12ഓളം ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഏക ജില്ലയാണ് നമ്മുടെ കാസർഗോഡ്. അങ്ങനെ ഒട്ടനവധി പ്രത്യേകത ഉള്ള കാസർഗോഡിന്റെ പ്രകൃതി സുന്ദര രമണീയ പ്രദേശമായ ആധൂരിൽ നീണ്ട 351 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഈ പെരുങ്കളിയാട്ട മഹോത്സവത്തിലാണ്. ഇന്നലെ ആരംഭിച്ച പരിപാടി 24-ാം തീയതി വരെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടക്കുമ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അറിയിച്ചുകൊണ്ട് ഇതാ വേദിയിൽ വിഠൽ ഷെട്ടി കാസർഗോഡിന്റെ ഗാനത്തിലേക്ക് ഞങ്ങൾ കിടക്കാം. शंकरा
మురిసే పెదవుల సిరి సిరి మోములు కాబోలు మీ గుర్బులు సరి సరి నటనల సిరి సిరి మోములు కాబోలు మిరిసే మెరుపులు మురిసే పెదవుల సిరి సిరి మోములు కాబోలు మీ గుర్బులు సరి సరి నటనల సిరి సిరి మోములు కాబోలు పరవశాన శివ శివ గంగా తలపు భారెన శివ గంగా పరవశాన శివ శివ గంగా తలపు భారెన శివ గంగా నా గాన హరిను గురువంత ఆనంద వృత్తినే తడవంత శంకరా నాద శరీరా పరా వేద విచార జీవేశ్వర శంకరా 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 ಪ್ರೋತ್ಸಾಹಕ್ಕೆ ಧನ್ಯವಾದಗಳು. ഒരു അറിയിപ്പ്, ഓട്ടം തുള്ളൽ അവതരിപ്പിക്കുന്ന ആ സംഘം അടിയന്തരമായി മൈക്ക് പോയിന്റിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അടുത്തതായി അവതരിപ്പിക്കുന്ന ഓട്ടം തുള്ളൽ അവതരിപ്പിക്കുന്ന സംഘം അടിയന്തരമായി മൈക്ക് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യുക. ಕಾರ್ಯಕ್ರಮದ ಅದ್ವಿತೀಯ ಯಶಸ್ಸು ಊರುಗಳಲ್ಲಿ ನಾನಾ ಕಡೆಗಳಲ್ಲಿ ದೈವಸ್ಥಾನವಾಗಿರ್ಲಿ, ಕ್ಷೇತ್ರವಾಗಿರ್ಲಿ, ಬ್ರಹ್ಮಕಲಶೋತ್ಸವ, ಈ ರೀತಿಯ ತೆಯ್ಯಂಕಟ್ಟು ಮಹೋತ್ಸವ, ಪೆರುಂಗಳಿಯಾಟಂ ಎಲ್ಲ ನಡೀಬೇಕಿದ್ರೆ ಊರ ಪರಹೂರ ಶ್ರಮಜೀವಿಗಳ ಸ್ವಯಂ ಸೇವಕರ ಸೇವೆ ಅದು ಬಹಳಷ್ಟು ಶ್ರೇಷ್ಠ ಮಟ್ಟದ್ದು. ಅನೇಕ ಸಮಿತಿಗಳನ್ನ, ಉಪಸಮಿತಿಗಳನ್ನ ರಚಿಸಿ ಈ ಕಾರ್ಯಕ್ರಮ ಯಶಸ್ಸಿಗೆ ಪೂರಕವಾಗಿ ದುಡಿತಾರೆ. ಒಂದು ಕಡೆ ಮಧ್ಯಾಹ್ನದ ಅನ್ನಪ್ರಸಾದದ ವಿತರಣೆ ಎಷ್ಟೊಂದು ಸೊಗಸಾಗಿ, ಎಷ್ಟೊಂದು ವ್ಯವಸ್ಥಿತ ರೀತಿಯಲ್ಲಿ ನಡೀತಾ ಇದೆ. ಜೊತೆಯಲ್ಲಿ ನಾವು ಶ್ಲಾಘನೀಯ ಮಾತುಗಳನ್ನ ಆಡಬೇಕು. ಅಂತಹ ಕಾರ್ಯಕರ್ತರಿಗೆ ಪ್ರಾಯಶಃ ಇಲ್ಲಿ ನಡೆಯುವಂತಹ ಕಾರ್ಯಕ್ರಮ ಕಣ್ಣಾರೆ ನೋಡುವ ಅವಕಾಶದಿಂದ ವಂಚಿತರಾಗ್ತಾರೆ. ಅವರು ಯಾರು ಅಂತ ಕೇಳಿದ್ರೆ ನಮ್ಮ ಪಾರ್ಕಿಂಗ್ ವಿಭಾಗದಲ್ಲಿರ್ಬೋದು. ವಾಹನ ಪಾರ್ಕಿಂಗ್ ಅವರಿಗೆ ಬಹಳಷ್ಟು ಕಷ್ಟ ಇದೆ, ಆದ್ರೆ ಕಾರ್ಯಕ್ರಮ ಯಾವುದು ನೋಡೋಕೆ ಆಗೋದಿಲ್ಲ. ಆ ಪಾರ್ಕಿಂಗ್ ವ್ಯವಸ್ಥೆ ಎಲ್ಲಾ ಕಾರ್ಯಕರ್ತರಿಗೆ ಒಂದು ದೊಡ್ಡ ಚಪ್ಪಾಳೆ ಇರಲಿ. ಅದು ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮದ ಸಹಕಾರಕ್ಕಾಗಿ, ಯಶಸ್ಸಿಗಾಗಿ ದುಡಿತಾ ಇರ್ತಕ್ಕಂಥ പാർക്കിംഗ്. സോ താങ്ക് യു വെരി മച്ച്. ധന്യവാദಗಳು. പരിപാടി തുടരുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പുറത്തിറങ്ങിയ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സെമി ക്ലാസിക്കൽ ചിത്രമായിരുന്നു കമലദളം. ലാലേട്ടനും ദാസേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ ഞങ്ങൾ കണ്ടതാണ്. അതിന്റെ മനോഹരമായ ഒരു നൃത്തഗാനമാണ് സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി. ഈ ഗാനം വേദിയിൽ നളിൻ നാരായൺ ആലപിക്കുന്നു. അതോടൊപ്പം നൃത്തച്ചൂടുമായി ദേവിക. ചിത്രം കമലദളം, ഗാനം സുമുഹൂർത്തമായി. ഹൽ 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 स्वस्ति स्वस्ति स्वस्ति. സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുമെൻ രാമസാമ്രാജ്യമേ, ദേവകളേ മാമുനിമാരേ
സ്വസ്തി സ്വസ്തി. അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര രാജകുമാര എന്നും അസങ്കൽപ്പ പാദപദ്മങ്ങളിൽ തല ചായ്ച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ സീത ഉറങ്ങിയുള്ളൂ. സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി സ്വസ്തി. ആ
താങ്ക് യു. പ്രിയമുള്ളവരെ, ഈ ഒരു ഗാനം ആലപിക്കുവാനും സ്റ്റുഡിയോയിൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരുപാട് കലാകാരന്മാരാണ് സ്റ്റുഡിയോയിലുള്ളത്. ചുരുക്കം കലാകാരന്മാരെ വെച്ചുകൊണ്ട് പ്യൂർ സംഗീതം ആ വായിച്ച നല്ലവരായ നമ്മുടെ നാടിന്റെ അഭിമാനമായത് നീലേശ്വരക്കാരുണ്ട്, കാഞ്ഞങ്ങാടുകാരുണ്ട്, കാസർഗോഡിന്റെ മുരളിയേട്ടൻ അടക്കമുള്ള ആ പ്രതിഭകൾക്ക് നല്ലൊരു കയ്യടി പ്ലീസ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രതിഭകളുള്ള ജില്ലയാണ് നമ്മുടെ കാസർഗോഡ്, അഭിമാനകരമായ ജില്ല. സോ പരിപാടി വീണ്ടും തുടരുകയാണ്. അടുത്തതായി ഓട്ടംതുള്ളലിന്റെ പിന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുവരേക്കും ഈ പരിപാടി തുടരും. അവസാനം വരെ നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആധൂർ ഭഗവതി അമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് ഒരു ഭഗവതി അമ്മയെ സ്തുതിക്കുന്ന ഒരു ഗാനം വീണ്ടും നിങ്ങളുടെ മുന്നിൽ അനു നാരായണൻ. പാടുന്നാൾ അനൂപെങ്കിൽ പാട്ടിൽ വ്യത്യാസം. തീർച്ചയായിട്ടും ശബരിമല ധർമ്മശാസ്താവിനെ സ്മരിച്ചുകൊണ്ട് വീരമണി അദ്ദേഹം ആലപിച്ച് ഒരുപാട് വർഷങ്ങളോളം നമ്മുടെ ചെവിയിൽ ഉൾക്കൊള്ളുന്ന ആ ഗാനം പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്. ഈ ഗാനം ഈ വേദിയിൽ അനൂപ് നാരായണൻ അദ്ദേഹത്തിന്റെ സ്വരത്തിലൂടെ കേൾക്കാം. Check. Dissing hello. Dissing hello. Dissing hello. Dissing hello. Dissing hello. Dissing hello. പള്ളിക്കടിട്ട് ശബരിമല കല്ലും മുള്ളും കാലിക്കുമെത്തേ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം. പള്ളിക്കടിട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തേ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം. പള്ളിക്കടിട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ
தலைவா அதிமுகம் கண்டே மயங்கிடுவா ஐயனே துதிக்கையிலே தன்னையே மறந்திடுவா பள்ளிக்கட்டு சபரிமலைக்கு கல்லும் முள்ளும் காலிக்கு மெத்தை சுவாமியே ஐயப்போ சுவாமி சரணம் ஐயப்ப சரணம் பள்ளிக்கட்டு சபரிமலைக்கு கல்லும் முள்ளும் காலிக்கு மெத்தை சுவாமியே ஐயப்போ ஐயப்போ சுவாமியே சுவாமியே ஐயப்போ ஐயப்போ சுவாமியே சரணம் சரணம் ஐயப்பா சுவாமி சரணம் ஐயப்பா 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 சரணம் ஐயப்பா சரணம் சரணம் ஐயப்பா சுவாமி சுவாமியே சுவாமி சரணம் ஐயப்பா ஐயா ഒരു മിനിറ്റ്, ഒരു പ്രോത്സാഹന സമ്മാനമാണ് ഇവിടെ അനൂപിന് നൽകിയത്. നിങ്ങളുടെ പേരെന്താ? ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളുടെ കാലമാണത്. പ്രണയം തിരയായി എത്തുന്ന കടൽ തീരങ്ങൾ, മനസ്സുകൾ ഒത്തൊഴുകുന്ന ജലപാതകൾ, വിവാഹത്തിന്റെ ഡെസ്റ്റിനേഷൻ ഏതായാലും ആ യാത്ര തുടങ്ങുന്നത് ഒരേ സ്ഥലത്ത് നിന്നാണ്, കല്യാൺ സിൽക്സിൽ നിന്ന്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ബ്രൈഡൽ സെൻസേഷൻസ്. മംഗല്യപ്പട്ടിന് ഡെസ്റ്റിനേഷൻ ഒന്നേ ഉള്ളൂ, കല്യാൺ സിൽക്സ്. സംഘം റിതം ബാൻഡ് കാസർഗോഡ് ഒരുക്കിയ ഈ സംഗീത നൃത്ത പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് ഞങ്ങൾ വരികയാണ്. സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇതാ ഈ പരിപാടിയിൽ അടുത്തതായി നമ്മുടെ ടീമിന്റെ ഫ്രൂട്ടിന്റെ പീസ് പറഞ്ഞിട്ടുണ്ട്, ബാക്കി നമുക്ക് നോക്കാം. കുഴപ്പമില്ല, പാട് ತೃಪ್ತಿ ಉಚ್ಚಿಲ ಇವರ ಧ್ವನಿಯಲ್ಲಿ ಉಡುಪಿಯ ಶ್ರೀಕೃಷ್ಣನ ಸ್ತುತಿಯ ಒಂದು ಗೀತೆ ವೇದಿಕೆಯಲ್ಲಿ. ತೃಪ್ತಿ ಉಚ್ಚಿಲ ಉಚ್ಚಿಲ ಉಚ್ಚಿಲ. ಅಂತಿಮ 3 ಗೀತೆಗಳು ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಉಳಿಕೆಯಾಗಿದೆ. ಜೊತೆಯಲ್ಲಿ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆರ್ಥಿಕ ಬೆಂಬಲವನ್ನ ಕೊಟ್ಟವರನ್ನ ಸ್ಮರಿಸ್ತಾ ಇದ್ದಾವೆ. ರವೀಂದ್ರ ಫಾಲ್ಕನ್ ಕಾರ್ಗೋ ಮುಂಬೈ, ನವೀನ್ ತಲ್ಕಾ ಕುಂಬ್ಳೆ, ಕುಮಾರ್ ಕೆ ಕಾವುಗೋಳಿ, ವಿನೋದ್ ಕೆ ಕಾವುಗೋಳಿ ಕುವೈತ್, ಮಹೇಶ್ ಸಾಯಿ ಕೂಲ್ ಮುಂಬೈ, ಗಣೇಶ್ ವಿಜಯ್ ಮಸ್ಕತ್ ಮುಂಬೈ, ವಾಮನ್ ಕೊಪ್ಪಳ, ಸೂರಜ್ ಆಯಿಲ್, ಆನಂದ ಕುಡ್ಲು ಅಧ್ಯಕ್ಷರು, ಮುಖಾಯ ಬೋವಿ ಸಮಾಜ ಸಭಾ, ಲವಾ ಕೆ ದುಬೈ ಮತ್ತು ನಾರಾಯಣ ಕೆ ಮುಟ್ಟ ಕೃತಜ್ಞತೆಗಳೊಂದಿಗೆ ಇದೀಗ ಮುಂದಿನ ಗೀತೆ. ಹಲೋ 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 ಹಲೋ. മൈക്കില്ല മൈക്കില്ല.
ಉಡುಪಿಯಲ್ಲಿ ನಿಂತಿರುವಂತಹ ಭಗವಾನ್ ಶ್ರೀಕೃಷ್ಣನ ಸ್ಮರಿಸುವಂತಹ ಸ್ತುತಿಸುವಂತಹ ಗೀತೆಯನ್ನ ತೃಪ್ತಿ ಉಚಿಲ್ ಅವರ ಧ್ವನಿಯಲ್ಲಿ ಕೇಳಿದ್ದೀರಾ. ಕಾರ್ಯಕ್ರಮವನ್ನು ವೇಗವಾಗಿ ಮುಂದುವರಿಸುತ್ತಾ 3 ಗಂಟೆಗೆ ಒಟ್ಟಂತುಳ್ಳಲ್ ಈ ವೇದಿಕೆಯಲ್ಲಿ ಸಂಪನ್ನಗೊಳ್ಳಲಿದೆ. ಇವತ್ತು ಸಾಯಂಕಾಲ ತಿರುವಾದಿರೆ ಇದೆ, ಕೈಕೊಟ್ಟಿಕ್ಕಳಿ ಇದೆ, ಸ್ಥಳೀಯ ಪ್ರತಿಭೆಗಳಿಂದ ಅನೇಕ ವೈವಿಧ್ಯಮಯ ಕಾರ್ಯಕ್ರಮಗಳು ಇವತ್ತಿನ ಸಾಂಸ್ಕೃತಿಕ ವೇದಿಕೆಯಲ್ಲಿ ಸಂಪನ್ನಗೊಳ್ಳಲಿದೆ. ಸೊ ನಮ್ಮ ನಳಿನ್ ನಾರಾಯಣ್ ಕಾವುಗೋಳಿ ಚೌಕಿ ಸಾರಥ್ಯದ ರಿಥಮ್ ಬ್ಯಾಂಡ್ ಕಾಸರಗೋಡು ಸಾದರಪಡಿಸುವಂತಹ ಈ ಭಕ್ತಿ ನೃತ್ಯ ಕಾರ್ಯಕ್ರಮದ ಮುಂದಿನ ಗೀತೆಗೆ ನರ್ತನ ಜೊತೆ ಗೀತೆ. ವೇದಿಕೆಗೆ ನಾಯಕ ನಳಿನ್ ನಾರಾಯಣ್ ಅವರ ಜೊತೆ ಪ್ರಸೀದ, ಅವರ ಜೊತೆಯಲ್ಲಿ ಮಾಲಾಶ್ರೀ ಇದ್ದಾರೆ. ಅವರ ಜೊತೆಯಲ್ಲಿ ನೃತ್ಯದೊಂದಿಗೆ ನಿಮ್ಮ ಮುಂದೆ ವೈಗ ಮತ್ತು ದೇವಿಕಾ. ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകളുടെ കാലമാണത്. പ്രണയം തിരയായി എത്തുന്ന കടൽ തീരങ്ങൾ, മനസ്സുകൾ ഒത്തൊഴുകുന്ന ജലപാതകൾ, വിവാഹത്തിന്റെ ഡെസ്റ്റിനേഷൻ ഏതായാലും ആ യാത്ര തുടങ്ങുന്നത് ഒരേ സ്ഥലത്ത് നിന്നാണ്, കല്യാൺ സിൽക്സിൽ നിന്ന്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ബ്രൈഡൽ സെൻസേഷൻസ്. മംഗല്യപ്പട്ടിന് ഡെസ്റ്റിനേഷൻ ഒന്നേ ഉള്ളൂ, കല്യാൺ സിൽക്സ്. ആധൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ പെരുങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് 2ാം ദിവസമായ ഇന്ന് സാംസ്കൃതിക വേദിയിൽ ഭക്തിഗാന നൃത്ത വൈഭവ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. റിതം മ്യൂസിക് ബാൻഡ് കാസർഗോഡ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തിഗാന നൃത്യ വൈഭവം. ഈ വേദിയിൽ അടുത്തതായി ഓട്ടം തുള്ളൽ പരിപാടി നടക്കുകയാണ്. അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത 2 ഗാനങ്ങളോടുകൂടി നമ്മുടെ ഈ പരിപാടി ഇവിടെ സമാപിക്കുന്നതാണ്. ഫുള്ള് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ
യെസ്, സെമി ക്ലാസിക്കൽ ഗാനം അത്ര എളുപ്പമല്ല പാടാൻ. നളിൻ നാരായണൻ, പ്രസീത ഒപ്പം മാലാശ്രീ വളരെ മികച്ച രീതിയിൽ ഈ ഗാനം ആലപിച്ചു. ഒപ്പം വൈഗ ദേവിക മികച്ച നൃത്തം ಕಾಣಿಸವೆಚ್ಚು ಬಂದುಲೆ ಪೊರ್ತು ಮೂಜಿ ಗಂಟೆದ ಕೈತಲ್ ನಮ್ಮ ಉಲ್ಲ ಕೋಡೆಡ್ ದಿಂಚಿ ಶುರುವಾಯಿನಂಚಿನ ಮಲ್ಲ ಮಟ್ಟದ ಕಾರ್ಯಕ್ರಮ ಪೆರುಂಕಳಿಯಾಟ 351 ವರ್ಷದ ಬೆಕ್ಕ ನಮ್ಮ ಆಧೂರು ಭಗವತಿ ಅಪ್ಪೆನ ಮಟ್ಟೆಳ್ದು ನಮ್ಮ ತಗೊಂದುಲ್ಲ ಮನಸ್ಸು ಮಲ್ಪೆರೆ ಬಾಕಿದ್ರಲ್ಲಿ ಮನಸ್ಸು ಮಲ್ತೊಂದುಲ್ಲೇರು ಈ ಲೇಸ್ನು ನಿಗ್ಲು ಮಾತೆಲ್ಲ ತಗೊಂದುಲ್ಲ ನನ್ನ ಈ ಚಾವಡದ ಮಿತ್ತರ ಮೇಡು ಓಟಂ ತುಳ್ಳಲ್ ಪಂಡ ಈ ತುಳುನಾಡದ ಮಣ್ಣಡು ಓಟಲ್ ತುಳ್ಳಲ್ ಪನ್ಪನಂಚಿನ ಕಲೆ ಬಾರಿ ಕಡಿಮೆ ನಮ್ಮ ತುಯರ ತೆಕ್ಕೊಂಡು ಐನಡ್ದಾವರ ಈ ಕಾರ್ಯಕ್ರಮದ ಬಕ್ಕ ಆಪುನಂಚಿನ ಆ ಲೇಸಿಗ್ಲ ನಿಗ್ಲ ಮಾತೇನ ಕುಲ್ಲುದು ಕಾರ್ಯಕ್ರಮ ತೋಡು ಪನ್ಪನ ಬಿನಯ ಮಲ್ತೊಂದು ഈ കാര്യക്രമದ തുമ്പുത റെഡ് പദത്തൊട്ടുകു നമ്മ സംഗീത കാര്യക്രമം മുഖ്യപരവുള്ള സോ പ്രിയമുള്ളവരെ അവസാന 2 ഗാനത്തോടു കൂടി ഈ പരിപാടി അവസാനിക്കാനിരിക്കെ നല്ല പിന്തുണയാണ് ഭക്തജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നൽകിയത്. എല്ലാവർക്കും ഹൃദയ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്തതായി ഒരു ചെയിൻ സോങ് ആണ്. സാധാരണയായി മ്യൂസിക്കൽ നൈറ്റുകളിലാണ് ചെയിൻ സോങ്ങുകളൊക്കെ കേൾക്കുന്നത്. പക്ഷേ നമ്മുടെ ഭക്തിഗാന വേദിയിലും ഒരു ചെയിൻ സോങ് നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഉണ്ട്. ഇതാ നളിൻ നാരായൺ കൂട്ടരും അവതരിപ്പിക്കുന്ന ഈ സംഗീത ഭക്തി നൃത്ത പരിപാടിയിൽ ഒരു ചെയിൻ സോങ്ങുമായി കലാകാരന്മാർ വേദിയെ ധന്യമാക്കുന്നു. അതിനുശേഷം ഒരു ഗാനം, അതോടുകൂടി ഈ പരിപാടി അവസാനിക്കും.
സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി
കണ്ഠമിടറുമ്പോൾ ആയിരം കണ്ഠത്തിൽ സരിഗമ കൊളുത്തും പരമ്പൊരുളേ. ഒരു കണ്ഠമിടറുമ്പോൾ ആയിരം കണ്ഠത്തിൽ സരിഗമ കൊളുത്തും പരമ്പൊരുളേ. ആദിമധ്യാന്തങ്ങൾ മൂന്നു സ്വരങ്ങളാൽ അളന്നവനേ. ഈ സ്വരങ്ങൾ സത്സർവനിധനി നിസർദമദ ഈ സ്വരങ്ങൾ നിനക്കർച്ചനാ പുഷ്പങ്ങൾ സ്വീകരിച്ചാലും ഹരേ കൃഷ്ണ. ചെമ്പയ്ക്കുനാദം നിലച്ചപ്പോൾ തന്റെ ശങ്കം കൊടുത്തവനേ. అంకుల్ క్షమించండి, నా జాబ్ వదులుకుంటాను, స్టార్టప్ ప్రారంభిస్తాను. నీ వస్తువులను ఇక్కడే వదిలి వెళ్ళు. నువ్వు ఎలాగో త్వరలోనే తిరిగి వస్తావు. పెట్టుబడిదారులు సిద్ధంగా ఉన్నారు అంకల్. తయారీకి గొప్ప భవిష్యత్తు ఉంది. మోదీజీ ప్రక్రియ మరింత సులభతరం చేశారు. నన్ను నమ్మండి. మోదీజీ నిన్ను నమ్మొచ్చు, కానీ నేను నమ్మను. ప్రధాని మోదీకి మా సామర్థ్యంపై నమ్మకం ఉంది. స్టార్టప్ పథకానికి ధన్యవాదాలు. ఒక్క స్టార్టప్ కూడా లేని స్థితి నుంచి నేడు 1.5 లక్షలకు ఎదిగాం. ఇంకా 100కు పైగా యూనికార్న్లు ఇప్పుడు 17 లక్షల మందికి ప్రత్యక్షంగా ఉద్యోగాలు ఇస్తున్నారు. వావ్, ఇది నా మేనల్లుడి స్టార్టప్. అవును, ఇందులో గొప్ప భవిష్యత్తు ఉంది. స్టార్టప్ ఇండియా 9 ఏళ్ల అసాధారణ పురోగమనం. I am broken. I am flawed. I have made mistakes. If you knew everything about me, would you love me? God sees you fully and completely. He sees your every tear and struggle, and He still loves you. That's why He sent His Son, Jesus, to show you what unconditional love looks like. Jesus surrendered His life on the cross for you. He defeated death, offering eternal life to those who turn from their missteps, seek forgiveness, and choose to follow Him. Click to chat with an online volunteer to learn more about starting a relationship with Jesus and how you can experience His unconditional love. സ്വാതിക്കു സംഗീതം പത്മനാഭൻ, അഖിലർക്കു സംഗീതം അയ്യപ്പൻ. ശ്രീ തീർച്ചയായിട്ടും സെമി ക്ലാസിക്കലിലെ ഒരുപാട് ഗാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ചെയിൻ സോങ് ആണ് നമ്മുടെ ടീമിന്റെ നായകനായ നളിൻ നാരായൺ ആലപിച്ചത്. സോ തീർച്ചയായിട്ടും ഈ ഒരു ഗാനത്തോടുകൂടി ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അതിനേക്കാൾ മുൻപായി ഈ പരിപാടിയിൽ പിന്നണിയിൽ സഹകരിച്ച കലാകാരന്മാരെ ഞങ്ങൾ പരിചയപ്പെടുത്താം. കീബോർഡിൽ സഹകരിക്കുന്നു ശ്രീ നിതീഷ് നീലേശ്വരം. നല്ലൊരു കൈയടി കൊടുക്കാം. ശ്രീജിത്ത്. അതുപോലെ തന്നെ ഗിറ്റാറിൽ ശ്രീ ഹർഷൻ നീലേശ്വരം. ഭക്തിഗാനത്തിന് ഒരുപാട് ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഒരുപക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഓടക്കുഴൽ. ഈ ഭാഗത്ത് സഹകരിച്ചത് ശ്രീ AS
ഹരിപ്രസാദ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. അതുപോലെ തന്നെ റിഥം പാഡിൽ സഹകരിച്ചത് ശ്രീ ഗണേഷ് നീലേശ്വരം. തബലയിൽ ജില്ലയുടെ അഭിമാനകരമായ 2 പ്രതിഭകൾ ശ്രീ പ്രമോദ് കാഞ്ഞങ്ങാട്, ശ്രീ മുരളി കാസർഗോഡ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ വിജയത്തിന് പിന്നിൽ സൗണ്ട് സിസ്റ്റം ഓൾട്ടാം മൂടബിദ്ര സോളമെ സന്തായിത്ത മൽത്തോൻവ. സോ ഈ പരിപാടി ആസ്വദിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും റിഥം ബാൻഡ് കാസർഗോഡിന്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വേദിയിൽ നമ്മുടെ ടീമിന്റെ നായകനുള്ള അനുമോദനമാണ് സംഘാടക സമിതിക്ക്. ಪ್ರತಿತ ಭಗವದ್ಭಕ್ತ ಬಂಧುಲೆ, ಪೆರಂಕಾಳಿಯಾಟ ಮಹೋತ್ಸವದ ಈ 8 ಪದಗಳಿಗೆಡೆ ಸ್ವರಾಂಜಲಿ ವೇದಿಕೆಡೆ ಇನಿ ತಾತ್ಪರ್ತಕೋ ನಳಿನ್ ನಾರಾಯಣ ಮೇರನ ಭಕ್ತಿಗಾನ ಸುತ ನರತ ಬತ್ತಂಡೆ ಅಂಚನೆ ಸೇರ್ತಿನಿಗೆ ಮಾತೆರಲ ಈ ಪೊರ್ಲ ಪಳಿಪದ ಪೊರ್ತಡು ಬಡವಳ ಕಟ್ಟದ ಆತನ ಮನಸ್ಸು ಮಲ್ತದ ಮತ್ತೆ ಖುಷಿಟಿ ಕುಲ್ಲದು ಈ ಕಾರ್ಯಕ್ರಮನ ಪೊರ್ಲು ಮಲ್ತ ಕೊರಿಯಾರು ನಿಗಳಿಗೆ ಮಾತೆರೆಗಳ ಉಡಲು ದಿಂಗಿನ ಸೋಲ್ಮೆ ಸಂದಾಯಿತ ಮಲ್ತೊಂದುಲ್ಲ ಅವೇ ಲೆಕ್ಕ ಎನಿತ ದಿನ ಈ ಪೊರ್ತಡು ಈ ಕಾರ್ಯಕ್ರಮ ನರಪಾತ್ಕೊಂಡಂಚಿನ ನಳಿನ್ ನಾರಾಯಣ ಮೇರೆಗೆ ನಮ್ಮ ಪೆರುಂಕಲಿಯಾಟ ಮಹೋತ್ಸವ ಸಮಿತಿ ಅವತ್ತಿರ್ದು ಉಡಲು ದಿಂಗಿನ ಸೋಲ್ಮೆ ಸಂದಾಯಿತ ಮಲ್ತೊಂದು ಅವೇ ಲೆಕ್ಕ ಕಾರ್ಯಕ್ರಮ ನರಪಾತ್ಕೊರ್ನ ನಳಿನ್ ನಾರಾಯಣ ಕೊಟ್ಟದಗಳಿಗೆ ನಮ್ಮ ಪೆರುಂಕಲಿಯಾಟ ಮಹೋತ್ಸವ ಸಮಿತಿದ ಒತ್ತು ಗುರಿಕಾರೆ ಕಿರಣ್ ಮಾಡ ಮೇರೆ ಸ್ಮರಣಿಕೆ ಕೊರ್ರೊಳ್ಳೆರೆ ಅಂಚನೆ ಅಕ್ಕಲೆ ಕೊಟ್ಟದಾಗ್ಲ ಬತ್ತು ಆ ಸ್ಮರಣಿಕೆಗೆ ತೊಗೊಂಡು ಬಂದು ಭಿನ್ನಯ ಮಾಡ್ತಾರೆ. ಅವೆಲಕ ಈ ಕಾರ್ಯಕ್ರಮ ನಡಪಾದ್ಕೊಂಡು ಮಾತೆರೆಗಳ ಬಕ್ಕರ ಸೊಲ್ಮೆ ಸಂದಾಯಿತ ಮತ್ತೊಂದು ನನ್ನ ದುಂಬುಗೋ ಈ ಚಾವಡಿದ ಮೇಲೆ ತಟ್ಟಡೆ ಕಲ್ಯಾಣಿ ಸಂಬಂಧಿಕ ಕೊಟ್ಟೊಡ್ದು ಓಟಂ ತುಳ್ಳಲ ಕಾರ್ಯಕ್ರಮ ನರತ ಬರ್ರಂಡು ಅಂಚೆನೆ ಬತ್ತಿಂಚೆ ಭಕ್ತರ ಮುಲ್ಪ ಪಾಟ್ನ ಆಸನಡು ಪೊರ್ಲ ಪೊಲಿ ಪಡ್ಕೊಳ್ದು ಅಕ್ಲಕ್ಕೆ ಜೋರಾಯಿನ ರೀತಿ ಸಹಾಯ ಸಹಕಾರ ಮಲ್ತೊಂದು ಜೋರಾಯಿನ ತಾಟಿದೊಟ್ಟಿಗೆ ಸಹಕಾರ ಮಲ್ಪಡ್ದು ಮಾತಾಡಲ ಭಿನ್ನಯ ಮಲ್ತೊಂದು ನಿಖಿಲ ಮಾತಾಡಲ ಈ ಕಾರ್ಯಕ್ರಮ ಮಗು ಒಡಲು ತಿಂಜಿದೆ ಅರ್ಥ ಪಿರ್ತೆಡೆ ಎದುಕೊಂದಿಲ್ಲ. ನಮಸ್ಕಾರ. താങ്ക് യു. അടുത്തതായി ഈ വേദിയിൽ ഓട്ടം തുള്ളൽ. കലാമണ്ഡലം മഹേന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്ന കല്യാണ സൗഗന്ധിക ഓട്ടം തുള്ളൽ. ഓട്ടം തുള്ളൽ കാണുവാൻ നിങ്ങൾ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഓട്ടം തുള്ളലാണ് അടുത്ത പരിപാടി. അപ്പൊ കാണികൾ എല്ലാവരും അല്പം മുൻവശത്തുള്ള കസേരകളിൽ ഇരുന്ന് സഹകരിക്കണം. പുറകിലുള്ളവരും മുൻവശത്തിലുള്ള കസേരകളിൽ വന്ന് ഇരിക്കണം എന്ന് ಅಭ್ಯರ್ಥಿക്കുകയാണ്. ಹಿಂದೆ ಕುಳಿತವರು ದಯವಿಟ್ಟು ಮುಂದಿನ ಸಾಲಿನ ಆಸನಗಳಲ್ಲಿ ಕುಳಿತು ಸಹಕರಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತೇವೆ. ಪಿರಾವ್ ಕೊಲ್ಲಿನಾಕ್ಲೆ ದಯದಿದು ದುಂಬದ ಸೀಟ್ಲೆಗೆ ಬತ್ತದು ಕುಲ್ಲದು ಸಹಕಾರ ಕೊರಡು ಓಟಂ ತುಳ್ಳಲ್ ಆರಂಭ ಆಯಿರಪ್ಪವರುಂಡು.
ವೇದಿಕೆಯಲ್ಲಿ ಓಟಂ ತುಲ್ಲಲ್ ಕೆಲವೇ ಕ್ಷಣಗಳಲ್ಲಿ, ತದನಂತರ ವೇದಿಕೆಯಲ್ಲಿ ಸಾಂಸ್ಕೃತಿಕ ಸಮ್ಮೇಳನ. ಈ ಸಾಂಸ್ಕೃತಿಕ ಸಮ್ಮೇಳನದಲ್ಲಿ ಪೆರುಂಕಲಿಯಾಟ್ಟ ಮಹೋತ್ಸವ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾದ ಶ್ರೀ ಬಿಪಿನ್ ದಾಸ್ ರಾಯ್ ಆದೂರು ಗೊತ್ತು ಅಧ್ಯಕ್ಷ ಸ್ಥಾನವನ್ನು ವಹಿಸಿಕೊಳ್ಳಲಿದ್ದಾರೆ. ಸಮಾರಂಭದಲ್ಲಿ ಡಾಕ್ಟರ್ ಅನಂತ್ ಕಾಮತ್ ಹಿರಿಯ ವೈದ್ಯರು, ಧಾರ್ಮಿಕ ಮುಂದಾಳು ಕಾಸರಗೋಡು, ಶ್ರೀ ಎ.ಜಿ. ಗಣೇಶ್ ಶೆಟ್ಟಿ ಮಲ್ಲಾವರ ಉದ್ಯಮಿ ಬೊಂಬೈ, ಪುತ್ತೂರು ಬಣ್ ಸಂಘದ ಅಧ್ಯಕ್ಷರಾದ ಹೇಮನಾಥ್ ಶೆಟ್ಟಿಕಾವು, ಹಿಂದೂ ಐಕ್ಯವೇದಿ ಕೇರಳ ರಾಜ್ಯ ಕಾರ್ಯಾಧ್ಯಕ್ಷರು ಶ್ರೀ ವಲ್ಸನ್ ತಿಲ್ಲಂಗೇರಿ ಇವರು ಧಾರ್ಮಿಕ ಉಪನ್ಯಾಸವನ್ನು ನೀಡಲಿದ್ದಾರೆ. ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಶ್ರೀ ಸುನೇತ್ ರೈ ಉದ್ಯಮಿ ಮುಂಬೈ ಆದೂರು ಗೊತ್ತು, ಶ್ರೀ ಎ.ಜಿ. ಪ್ರಕಾಶ್ ಭಂಡಾರಿ ಉಪಾಧ್ಯಕ್ಷರು ಪೆರುಂಕಲಿಯಾಟ್ಟ ಮಹೋತ್ಸವ ಸಮಿತಿ, ಶ್ರೀ ರಘುನಾಥ್ ಶೆಟ್ಟಿ ಗೌರವಾಧ್ಯಕ್ಷರು ಶ್ರೀ ಪಂಚಲಿಂಗೇಶ್ವರ ಕ್ಷೇತ್ರ ಸೇವಾ ಸಮಿತಿ ಮಲ್ಲಾವರ, ಶ್ರೀ ಧರ್ಮಶಾಸ್ತ್ರ ಸೇವಾ ಸಂಘ ಕಾಸರಗೋಡು ಇದರ ಕೆ ಸುರೇಶ್, ವ್ಯಾಪಾರಿ ವ್ಯವಸಾಯ ಏಕೋಪನ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾದ ಗಣೇಶ್ ಹೊಸ, ಕೋಳಿಕಾಲ್ ಗೋಪಾಲಕ್ಷ ಕ್ಷೇತ್ರ ಸೇವಾ ಸಮಿತಿ ಅಧ್ಯಕ್ಷರಾದ ಭಾಸ್ಕರ್ ಕೋಳಿಕಾಲ್, ಪೊನ್ನಕಲ್ ಭಗವತಿ ಕ್ಷೇತ್ರ ಮಾಣಿಕ್ಕೋದಿದರ ಅಧ್ಯಕ್ಷರಾದ ಕರುಣನ್ ಮುಟ್ಟತ್, ಆಯಕ್ಕರ ಭಗವತಿ ಕ್ಷೇತ್ರ ನೀಲೇಶ್ವರದ ಅಧ್ಯಕ್ಷರಾದ ಕೃಷ್ಣನ್, ಕರ್ನಾಟಕ ಪರ್ಸನ್ ಮೀನುಗಾರರ ಸಂಘ ಮಂಗಳೂರು ಇದರ ಅಧ್ಯಕ್ಷರಾದ ಅನಿಲ್ ಕುಮಾರ್ ಎನ್ ಕರ್ಕೇರ ಬಕ್ಕಪಟ್ನ, ಪೆರುಂಕಲಿಯಾಟ್ಟ ಮಹೋತ್ಸವ ಸಮಿತಿ ಪ್ರಚಾರ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾದ ಶ್ರೀ ದಿನೇಶ್ ಉಮ್ರಾಣ್. ಕಾರ್ಯಕ್ರಮದಲ್ಲೇ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ഭക്തിഗാന സുധയുടെ സ്പോൺസേഴ്സ് ശ്രീ മഹേഷ്, ശ്വേത, കാശി, ഓട്ടം തുള്ളലിന്റെ സ്പോൺസേഴ്സ് മഹേഷ്, കാശി, ശ്വേത ഇവരുകളാണ്. മുംബൈ നിവാസികളായ മഹേഷ്, ശ്വേത, കാശി ഇവരുകളാണ്. ಇಂದಿನ ಈ ಸಭಾ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಶುಭಾಶಂಸನೆ ನೀಡಲಿದ್ದಾರೆ ಮುಂಡೋಲು ಶ್ರೀ ಕ್ಷೇತ್ರದ ಆಡಳಿತ ಮುಕ್ತೇಸರಾದ ಶ್ರೀ ಎ.ಬಿ. ರಘುರಾಮ್ ಬಲ್ಲಾಲ್, ಬೇಳೂರು ಶ್ರೀ ಮಹಾವಿಷ್ಣು ಟೆಂಪಲ್ ಟ್ರಸ್ಟಿನ ಅಧ್ಯಕ್ಷರಾದ ಶ್ರೀ ಗಂಗಾಧರ ಬಲ್ಲಾಲ್ ಅಡ್ವಾಳ, ಅಡೂರು ಶ್ರೀ ಮಹಾಲಿಂಗೇಶ್ವರ ಕ್ಷೇತ್ರ ಉತ್ಸವ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾದ ಶ್ರೀ ಎ.ಸಿ. ರಾಮಚಂದ್ರ ಮಣಿಯಾಣಿ ಅತ್ತನಾಡಿ, ಶ್ರೀ ಮಲ್ಲಿಕಾರ್ಜುನ ಕ್ಷೇತ್ರ ಕಾಸರಗೋಡು ಇದರ ಅಧ್ಯಕ್ಷರಾದ ಅಡ್ವೊಕೇಟ್ ಗೋವಿಂದನ್ ನಾಯರ್, ಕುಂಟಾರು ಶ್ರೀ ಮಹಾವಿಷ್ಣುಮೂರ್ತಿ ಕ್ಷೇತ್ರ ಸೇವಾ ಸಮಿತಿ ಅಧ್ಯಕ್ಷರಾದ ಶ್ರೀ ಪದ್ಮನಾಭಯ್ಯ, ಕಾವೇರಮ್ಮ ಮಹಾಲಿಂಗೇಶ್ವರ ಕ್ಷೇತ್ರ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾದ ಸದಾನಂದ ಎಂ, ಕಾಸರಗೋಡು ಶ್ರೀ ಭಗವತಿ ಸೇವಾ ಸಂಘದ ಅಧ್ಯಕ್ಷರಾದ ಸತೀಶನ್ ಎನ್, ಶ್ರೀ ಭಗವತಿ ಕ್ಷೇತ್ರ ಕಾಸರಗೋಡು ಏರಿಯಾ ಕೋಟ ಇದರ ಅಧ್ಯಕ್ಷರಾದ ಶ್ರೀ ದಿವಾಕರನ್, ಮೊರಾ ಶ್ರೀ ಐವರ್ ಭಗವತಿ ಕ್ಷೇತ್ರ ಸಮಿತಿ ಅಧ್ಯಕ್ಷರಾದ ಶ್ರೀ ನಾರಾಯಣ್ ಕಣ್ಣೂರು, ಕಾಸರಗೋಡು ಪ್ರಾದೇಶಿಕ ಸಮಿತಿಯ ಉಪಾಧ್ಯಕ್ಷರಾದ ಶ್ರೀ ಉಪೇಂದ್ರ ಕೊಟಗಣಿ,
അതായത് നിങ്ങളുടെ ബോസിന്റെ ഒരു മെസ്സേജ് വന്നു, അത്യാവശ്യമായി ഇപ്പോൾ തന്നെ ഗിഫ്റ്റ് കാർഡും വൗച്ചറും വാങ്ങി പേഴ്സണൽ മെയിലിൽ അയക്കൂ. എന്തു ചെയ്യും? അയക്കുമോ? ബോസ്, ഇത് ബോസല്ല, ബോസിന്റെ ഫോട്ടോ ഒട്ടിച്ച് തട്ടിപ്പ് നടത്തുന്നവരാണ്. എനിക്ക് ബോസിന്റെ ഫേവറേറ്റ് ആകണം, പക്ഷെ മണ്ടനല്ല. ഓർമ്മിക്കൂ, UPI സേഫ് ആണ്. പക്ഷെ ആരെങ്കിലും മണ്ടനാക്കിയാൽ പറയൂ, ഞാൻ മണ്ടൻ അല്ല.
मैं बोलना भूल गया था, पर वो दिन मैं म्यूचुअल फंड लेने के बारे में सोच रहा था। फिर क्या, कंफ्यूज हो गया। सब सेम ही तो है, ये ले या वो ले, क्या ही फर्क पड़ता है। फर्क तो पड़ता है, क्योंकि फर्क है, बस देखने का नजरिया बदलना होगा, क्योंकि फर्क तो है। इन्वेस्टमेंट फिलॉसफी से लेकर अटल विश्वास तक, आसान प्रोसेस से लेकर ट्रांसपेरेंट सर्विस तक, हर चीज में आप फर्क पाएंगे। बजाज फिनसर्व म्यूचुअल फंड, फर्क है। म्यूचुअल फंड निवेश बाजार के जोखिमों के अधीन है। योजना से जुड़े सभी दस्तावेजों को ध्यान से पढ़ें।
രംഗത്തെങ്കിലും ചെയ്യുവാൻ സാധിച്ചു നിങ്ങൾക്ക് കൃത്യമായി കുറിച്ച പരിമാനം അടിയന്തര പിഴയാണ് തക്കവണ്ണം തന്നെ നിങ്ങൾ കൊണ്ട് പിടിച്ചിരിക്കുന്നതായ മുട്ടാഴം ആദ്യകാലത്തിങ്കൽ ഭക്തരായിരിക്കുന്നതായ കുടിയകൻ മനുഷ്യകാദിയായിരിക്കുന്നതായ ലോകനാഥന് കല്ലും മണ്ണും നിറഞ്ഞിരിക്കുന്നതായ അതിൽ കൊണ്ട് അനേകം വ്യക്തിവികാസന്മാരെ വിജയിച്ചിരിക്കുന്നതായ നമ്മൾ തന്നെയാണ് ആ അമ്മയ്ക്ക് എൻപതയായിരിക്കുന്നതായ എങ്കിലും നിങ്ങളുടെ രാജ്യത്തായ പ്രകാരം എൺപതയാണെങ്കിലും అరే మన చిన్న పట్టణంలో ఎన్ని సోలార్ ప్యానెళ్లు పెడతావు? వాటి కోసం నా పొదుపును వృధా చేస్తావు? మన సోలార్ది అది స్టార్టప్ నాన్నా, స్టార్టప్లో. అవునవును, అదే. నువ్వు చూడట్లేదా మోదీ గారు సౌరశక్తిని ఈ మధ్యకాలంలో ఏ విధంగా ప్రోత్సహిస్తున్నారో? వినండి, అయితే మీ వ్యాపారాన్ని ఒక పెద్ద నగరంలో ఏర్పాటు చేయమని మోదీజీని అడగండి. మీ స్టార్టప్ గేమ్స్ అక్కడ ఆడండి. మోదీజీ చిన్న పట్టణాల్లో కూడా పెద్ద అవకాశాలను సృష్టించారు. డిజిటల్ ఇండియా, మార్కెట్ లింకేజీలు, కొత్త స్టార్టప్ పాలసీలు, స్థానిక ఉత్పత్తులకు ప్రోత్సాహం ద్వారా స్టార్టప్లు ఇప్పుడు దేశంలోని 95% జిల్లాలకు విస్తరించాయి. ద్వితీయ, తృతీయ శ్రేణి నగరాల్లో 9 ఏళ్ల స్టార్టప్ విప్లవం. స్టార్టప్ ఇండియాకు 9 ఏళ్లు. സാംസ്കാരിക സമ്മേളനം ആരംഭിക്കാൻ എല്ലാ ഭക്തജനങ്ങളും പ്രധാന വേദിയുടെ വശത്തായി ഇരുന്നുകൊണ്ട് ഈ പരിപാടിയുമായി സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. വിശിഷ്ട അതിഥികളാൽ സമ്പന്നമാകാൻ വേണ്ടി പോകുന്ന ഈ വേദി ഇനി ഏകദേശം 2-2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിലേക്ക് കിടക്കുകയാണ്. കൈയെടുത്ത് കർമ്മിക്കുന്നതായ കാലനേരത്തും അവിടെയും കരുത്തായിട്ടും ആയുഷായിട്ടും കുളകായിട്ടും കുളമായിട്ടും തന്നെ പരിപാടി
ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതും സറിയുന്നു, നമ്മൾ നടത്തിക്കൊടുത്തതും സറിയുന്നു. हरिवार सहित आधुर मनोर पदर इंद्र गोविंदा गोविंदा. നല്ല ടൈമിൽ വന്നില്ലേ കാലമായിരിക്കുന്നതായ കാലവും നേരവുമാണല്ലോ അല്ലേ. മാതാവ് പ്രത്യക്ഷീകരിച്ചിരിക്കുന്നതായ ചണ്ഡിക്ക കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നു. നാട്ടുകാർ വെള്ളിക്കര ಹೋಯ್ತು ಬಂದಿತ್ತು ಅಲ್ಲಿ ಬರೀ ಆರ್ಥಿಕ ಸಂಪತ್ತು ಈ ವಯಸ್ಸಿನ ಹೇಳು ಸಕ್ಸಸ್ ಆಯಿತು. പെരുങ്കളിയാട്ടം മഹോത്സവത്തിനായി ശുഭസംബരങ്ങളും ക്ഷേത്രസന്നിധി പ്രത്യക്ഷന ഭക്ത മഹാശയಗಳ പ്രീതി സഭാകാര്യങ്ങളുടെ ആശീർവാദ ഭക്തജനങ്ങളിൽ സഭാഗണದ ಎದುರುಭಾಗವನ್ನು ನಿಖಿಲಾತ ವ್ಯವಸ್ಥೆ ಮುಟ್ಟಿಸಿದ ಕಾರ್ಯಕ್ರಮವನ್ನು ಸಭಾ ಕಾರ್ಯಕ್ರಮವನ್ನು ಮೊದಲು ಕಾರ್ಯಕ್ರಮಗೊಳಪಡಿಸಿದ ವಿನಮ್ರವಾದ ವಿನಂತಿಗಳಲ್ಲ ಅಂಚನೆ ಶ್ರೀಕ್ಷೇತ್ರ ಪ್ರಯತ್ನಿಸಿದ ಮಾತ ಪುಣ್ಯ ಕಾರ್ಯಕ್ರಮ ಪಾಲ್ಪಡೆಯುವುದು ಶ್ರೀದೇವರ ಕೃಪೆಗೆ ಪಾತ್ರರಾಗಬಾರದು ಕುಡವರ ನಿಮಗೆ ಪ್ರೀತಿದ ಎದುರುಕೊಳ್ಳ പ്രിയ ഭക്തജനങ്ങളെ ഇന്ന് നടക്കുന്ന സാംസ്കാരിക കലാപരിപാടിയുടെ ഭാഗമായി വൈകുന്നേരം 7 മണി മുതൽ 7:45 വരെ തിരുവാതിര ശിവശ്രീ തിരുവാതിര സംഘം ഷാദുദി കോട്ടപ്പള്ളി ചിച്ചിറ കൈക്കുട്ടികളെ അവതരണം കോഴിക്കോട് പ്രാദേശിക സമിതി പല്ലാവര മഹിളാ സമിതി പഞ്ചമാല പ്രാദേശിക സമിതി തുടർന്ന് വിവിധ പ്രദേശ സമിതികൾ അവതരിപ്പിക്കുന്ന ഇന്നത്തെ സാംസ്കാരിക You think you know me, I'm her. You can't believe her.
ನಮಸ್ಕಾರ. ಶತಮಾನಗಳ ಇತಿಹಾಸ ಹೊಂದಿರುವ ಆದೂರು ಶ್ರೀ ಭಗವತಿ ದೇವಸ್ಥಾನದಲ್ಲಿ 351 ವರ್ಷಗಳ ಬಳಿಕ ಪೆರುಂಕಳಿಯಾಟ ಮಹೋತ್ಸವವು ಸಂಪನ್ನಗೊಂಡಿದೆ. ಇಂದಿಗೆ ಅದು ತನ್ನ ಆಚಾರ ಅನುಷ್ಠಾನ ಪೂಜಾ ವಿಧಿವಿಧಾನಗಳೊಂದಿಗೆ ಭಕ್ತಿ ಸಾಂದ್ರವಾದ ವಾತಾವರಣದಲ್ಲಿ 2ನೆಯ ದಿನಕ್ಕೆ ಕಾಲಿರಿಸಿದೆ. ಇಡೀ ನಾಡಿನ ಜನರ ಭಾಗವಹಿಸುವಿಕೆಯೊಂದಿಗೆ ನಾಡಿಗೆ ನಾಡೆ ಎದ್ದು ಅತಿ ವಿಜೃಂಭಣೆಯೊಂದಿಗೆ ಆಚರಿಸಲ್ಪಡುತ್ತಿದ್ದು ಎಲ್ಲರನ್ನು ಭಕ್ತಿ ಭಾವ ಪರವಶರನ್ನಾಗಿಸಿದ ಈ ಅಪೂರ್ವ ಸನ್ನಿವೇಶಕ್ಕೆ ನಾವೆಲ್ಲರೂ ಸಾಕ್ಷಿಭೂತರಾಗಿದ್ದೇವೆ. 2ನೆಯ ದಿನದ ಸಾಂಸ್ಕೃತಿಕ ಸಮ್ಮೇಳನಕ್ಕಾಗಿ ವೇದಿಕೆ ಅಣಿಯಾಗಿದ್ದು ವಿಶಿಷ್ಟಾದಿ ವಿಶಿಷ್ಟ ವ್ಯಕ್ತಿಗಳಿಂದ ವೇದಿಕೆ ಸಾಲಂಕೃತಗೊಂಡಿದೆ. ಈ ವೇದಿಕೆಯಲ್ಲಿ ವಿಶಿಷ್ಟ ವ್ಯಕ್ತಿಗಳನ್ನು ಹಾಗೂ ನಿಮ್ಮೆಲ್ಲರನ್ನು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತಿಸುವ ಮಹತ್ತರ ಕಾರ್ಯಕ್ಕೆ ತೊಡಗಿಕೊಳ್ಳಲು ನಿಮ್ಮ ಮುಂದೆ ನಿಂತವನಾಗಿರುತ್ತೇನೆ. ಈ ಭಾವಪೂರ್ಣ ಕ್ಷಣಕ್ಕಾಗಿ ಮೊದಲಾಗಿ ಇಲ್ಲಿ ಆರಾಧಿಸಲ್ಪಡುತ್ತಿರುವ ಭಗವತಿ ಅಮ್ಮನಿಗೆ ಮನಸ ನಮಿಸುತ್ತಾ ಇಂದಿನ ಸಮಾರಂಭದ ಅಧ್ಯಕ್ಷತೆಯನ್ನು ವಹಿಸುವ ಪೆರುಂಗಳಿಯಾಟ ಮಹೋತ್ಸವ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾದ ನಿಮಗೆಲ್ಲರಿಗೂ ಸುಪರಿಚಿತರಾಗಿರುವಂತಹ ಉದ್ಯಮಿ ಶ್ರೀ ಬಿಪಿನ್ ದಾಸ್ ರೈ ಆದೂರು ಗುತ್ತು ಇವರಿಗೆ ಹೃದಯಸ್ಪರ್ಶಿ ಸ್ವಾಗತವನ್ನು ಕೋರ್ತಾ ಇದ್ದೇವೆ. ಇಂದಿನ ಸಮಾರಂಭವನ್ನು ಉದ್ಘಾಟಿಸುವಂತಹ ಈ ಸಮಾರಂಭದಲ್ಲಿ ಭಾಗವಹಿಸಿ ವೇದಿಕೆಯ ಘನತೆಯನ್ನು ಹೆಚ್ಚಿಸಿರುವ ಬಣ್ಸಂಘ ಪುತ್ತೂರು ಇದರ ಅಧ್ಯಕ್ಷರಾಗಿರುವ ಶ್ರೀ ಹೇಮನಾಥ್ ಶೆಟ್ಟಿ ಕಾವು ಇವರನ್ನ ಎಲ್ಲರ ಪರವಾಗಿ ಈ ಸಮಾರಂಭಕ್ಕೆ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಮುಖ್ಯ ಅತಿಥಿಗಳಾಗಿ ಈ ಸಮಾರಂಭದಲ್ಲಿ ಭಾಗವಹಿಸಿರುವ ಹಿರಿಯ ವೈದ್ಯರು ಧಾರ್ಮಿಕ ಮುಂದಾಳುಗಳು ಆಗಿರುವಂತಹ ಶ್ರೀ ಡಾಕ್ಟರ್ ಅನಂತ ಕಾಮತ್ ಕಾಸರಗೋಡು ಇವರನ್ನ ಇಲ್ಲಿ ಸೇರಿದ ಎಲ್ಲರ ಪರವಾಗಿ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಇನ್ನೊಬ್ಬ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿ ಭಾಗವಹಿಸಿ ವೇದಿಕೆಯನ್ನ ಅಲಂಕರಿಸಿರುವ ಆದೂರಿನ ಎಲ್ಲರ ಸುಪರಿಚಿತರು, ನಮ್ಮೆಲ್ಲರ ಅಚ್ಚುಮೆಚ್ಚಿನವರು, ಉದ್ಯಮಿಯೂ ಕೊಡುಗೆದಾನಿಯೂ ಆಗಿರುವಂತಹ ಶ್ರೀ ಎ ಜಿ ಗಣೇಶ್ ಶೆಟ್ಟಿ ಮಲ್ಲಾವರ ಆದೂರು ಇವರನ್ನ ಈ ಸಮಾರಂಭಕ್ಕೆ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಇಂದಿನ ಸಮಾರಂಭದಲ್ಲಿ ನಮಗೆಲ್ಲರಿಗೂ ಧರ್ಮದ ಕುರಿತಾದ ಅರಿವನ್ನು ಹೆಚ್ಚಿಸುವಂತಹ ಒಂದು ಜವಾಬ್ದಾರಿಯುತ ಕಾರ್ಯವನ್ನು ನಿರ್ವಹಿಸಲಿಕ್ಕಾಗಿ ನಮ್ಮೆಲ್ಲರ ಅಪೇಕ್ಷೆಯನ್ನು ಮನ್ನಿಸಿ ಧಾರ್ಮಿಕ ಉಪನ್ಯಾಸಕ್ಕಾಗಿ ಶ್ರೀಯುತ ವಲ್ಸನ್ ತಿಲ್ಲಂಗೇರಿಯವರು ಈಗಾಗಲೇ ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರಿರುತ್ತಾರೆ. ಇಡೀ ಕೇರಳ ರಾಜ್ಯದಲ್ಲಿ ಮಾತ್ರವಲ್ಲ, ನೆರೆ ರಾಜ್ಯಗಳಲ್ಲೂ ಕೂಡ ಧಾರ್ಮಿಕ ಸಮಾರಂಭಗಳಲ್ಲಿ ಭಾಗವಹಿಸಿ ಧಾರ್ಮಿಕ ಅರಿವನ್ನ ಧಾರ್ಮಿಕ ಉಪನ್ಯಾಸದೊಂದಿಗೆ ಸಮಾಜಕ್ಕೆ ಒದಗಿಸುತ್ತಿರುವ ಧೀಮಂತ ವ್ಯಕ್ತಿ ಶ್ರೀಯುತ ವಲ್ಸನ್ ತಿಲ್ಲಂಗೇರಿ ಇವರು ಹಿಂದೂ ಐಕ್ಯವೇದಿ ಕೇರಳ ರಾಜ್ಯ ಇದರ ಸಂಘಟನಾ ಕಾರ್ಯಾಧ್ಯಕ್ಷರಾಗಿ ತನ್ನನ್ನು ತೊಡಗಿಸಿಕೊಂಡವರು. ಜನಸಾಮಾನ್ಯರಲ್ಲಿಯೂ ಧಾರ್ಮಿಕ ಪ್ರಜ್ಞೆಯನ್ನ ಹೆಚ್ಚಿಸಬಹುದೆಂಬ ಮಾತನ್ನ ಇವರು ಧಾರ್ಮಿಕ ಪ್ರವಚನಗಳ ಮೂಲಕ ಸಾದರಪಡಿಸಿರುತ್ತಾರೆ. ಇವರನ್ನ ಈ ಸಮಾರಂಭಕ್ಕೆ ನಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಹೃದಯಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಇನ್ನು ಈ ಸಮಾರಂಭದಲ್ಲಿ ಉಪಸ್ಥಿತರಿರುವ ಮುಂಬಯಿಯ ಉದ್ಯಮಿಯಾದಂತಹ ಶ್ರೀ ಸುನೇತರ್ ರೈ ಇವರನ್ನ ಎಲ್ಲರ ಪರವಾಗಿ ಈ ಸಮಾರಂಭಕ್ಕೆ ಹಾರ್ದಿಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಪೆರುಂಗಳಿಯಾಟ ಮಹೋತ್ಸವ ಸಮಿತಿಯ ಉಪಾಧ್ಯಕ್ಷರಾದ ಶ್ರೀಯುತ ಪ್ರಕಾಶ್ ಭಂಡಾರಿ ಎಜಿ ಆದೂರು ಗುತ್ತು ಇವರನ್ನು ಕೂಡ ಈ ಸಮಾರಂಭಕ್ಕೆ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಶ್ರೀ ಪಂಚಲಿಂಗೇಶ್ವರ ಕ್ಷೇತ್ರ ಸೇವಾ ಸಮಿತಿ ಮಲ್ಲಾವರ ಆದೂರು ಇದರ ಗೌರವಾಧ್ಯಕ್ಷರಾದ ಶ್ರೀಯುತ ರಘುನಾಥ್ ಶೆಟ್ಟಿ ಆದೂರು ಇವರನ್ನು ಕೂಡ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಶ್ರೀ
ಧರ್ಮಶಾಸ್ತ್ರ ಸೇವಾ ಸಂಘ ಕಾಸರಗೋಡು ಇದರ ಅಧ್ಯಕ್ಷರಾದಂತಹ ಶ್ರೀ ಕೆ ಸುರೇಶ್ ಇವರನ್ನು ಕೂಡ ಎಲ್ಲರ ಪರವಾಗಿ ಈ ಸಮಾರಂಭಕ್ಕೆ ಹಾರ್ದಿಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ವ್ಯಾಪಾರಿ ವ್ಯವಸಾಯ ಏಕೋಪನ ಸಮಿತಿ ಮುಳ್ಳೇರಿಯಾ ಇದರ ಅಧ್ಯಕ್ಷರಾದಂತಹ ಶ್ರೀ ಗಣೇಶ್ ವಸ್ಸ ಇವರನ್ನು ಕೂಡ ಈ ಸಮಾರಂಭಕ್ಕೆ ಇಲ್ಲಿ ಸೇರಿದ ಎಲ್ಲರ ಪರವಾಗಿ ಹಾರ್ದಿಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಶ್ರೀ ಗೋಪಾಲಕೃಷ್ಣ ಕ್ಷೇತ್ರ ಕೋಳಿಕಾಲ್ ಇದರ ಅಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ಶ್ರೀ ಭಾಸ್ಕರ ಕೋಳಿಕಾಲು ಇವರನ್ನು ಕೂಡ ಎಲ್ಲರ ಪರವಾಗಿ ಈ ಸಮಾರಂಭಕ್ಕೆ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಶ್ರೀ ಕರುಣನ್ ಮುಟ್ಟತ್ ಅಧ್ಯಕ್ಷರು, ಶ್ರೀ ಪುನ್ನಕಲ್ ಭಗವತಿ ಕ್ಷೇತ್ರ ಮಾಣಿಕೋತ್ ಇವರನ್ನು ಕೂಡ ಈ ಸಮಾರಂಭಕ್ಕೆ ಇಲ್ಲಿ ಸೇರಿದ ಎಲ್ಲರ ಪರವಾಗಿ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀ ಕುಂಜಿಕೃಷ್ಣನ್ ಕೆ ಅಧ್ಯಕ್ಷರು, ಆರ್ಯಕರ ಭಗವತಿ ಕ್ಷೇತ್ರ ನೀಲೇಶ್ವರ ಇವರನ್ನು ಕೂಡ ಇಲ್ಲಿ ಸೇರಿದ ಎಲ್ಲರ ಪರವಾಗಿ ಈ ಸಮಾರಂಭಕ್ಕೆ ಹಾರ್ದಿಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀ ಅನಿಲ್ ಕುಮಾರ್ ಎನ್ ಕರ್ಕೇರ ಬೊಕ್ಕಪಟ್ಟಣ ಅಧ್ಯಕ್ಷರು, ಕರ್ನಾಟಕ ಪರ್ಸಿನ್ ಮೀನುಗಾರರ ಸಂಘ ಮಂಗಳೂರು ಇವರನ್ನು ಕೂಡ ಈ ಸಮಾರಂಭಕ್ಕೆ ಎಲ್ಲರ ಪರವಾಗಿ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ಪೆರುಂಗಳಿಯಾಟ ಮಹೋತ್ಸವ ಸಮಿತಿಯ ಪ್ರಚಾರ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾದ ಶ್ರೀ ದಿನೇಶ್ ಬಂಬ್ರಾಣ ಕೂಡ ಈ ಸಮಾರಂಭದಲ್ಲಿ ಉಪಸ್ಥಿತರಿದ್ದಾರೆ. ಅವರನ್ನು ಕೂಡ ಎಲ್ಲರ ಪರವಾಗಿ ಈ ಸಮಾರಂಭಕ್ಕೆ ಹಾರ್ದಿಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಈ ಸಮಾರಂಭದಲ್ಲಿ ಶುಭಾಶಂಸನೆಗೆಯಲು ನಮ್ಮ ಅಪೇಕ್ಷೆ ಮೇರೆಗೆ ಆಗಮಿಸಿ ಈ ಸಮಾರಂಭದಲ್ಲಿ ಉಪಸ್ಥಿತರಿರುವ ಬೆಳ್ಳೂರು ಶ್ರೀ ಮಹಾವಿಷ್ಣು ಟೆಂಪಲ್ ಟ್ರಸ್ಟ್ ಇದರ ಟ್ರಸ್ಟಿ ಶ್ರೀ ಗಂಗಾಧರ ಬಲ್ಲಾಳ್ ಅಡ್ಡೋಳ ಇವರನ್ನು ಕೂಡ ಈ ಸಮಾರಂಭಕ್ಕೆ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಸಿ ವಿ ಪದುವಾಳ್ ಇವರನ್ನು ಕೂಡ ಇಲ್ಲಿ ಸೇರಿದ ಎಲ್ಲರ ಪರವಾಗಿ ಈ ಸಮಾರಂಭಕ್ಕೆ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀ ಮಲ್ಲಿಕಾರ್ಜುನ ಕ್ಷೇತ್ರ ಕಾಸರಗೋಡು ಇದರ ಅಧ್ಯಕ್ಷರಾದ ಅಡ್ವೊಕೇಟ್ ಗೋವಿಂದನ್ ನಾಯರ್ ಇವರನ್ನು ಕೂಡ ಈ ಸಮಾರಂಭಕ್ಕೆ ಇಲ್ಲಿ ಸೇರಿದ ಎಲ್ಲರ ಪರವಾಗಿ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀ ಪದ್ಮನಾಭ ಯು ಅಧ್ಯಕ್ಷರು, ಶ್ರೀ ಮಹಾವಿಷ್ಣುಮೂರ್ತಿ ಕ್ಷೇತ್ರ ಸೇವಾ ಸಮಿತಿ ಕುಂಟಾರು ಇವರನ್ನು ಕೂಡ ಇಂದಿನ ಈ ಸಮಾರಂಭಕ್ಕೆ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನ ಕೋರ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀ ಕಾವೇರಿಯಮ್ಮ ಮಹಾಲಿಂಗೇಶ್ವರ ಕ್ಷೇತ್ರ ಸಮಿತಿ ಮಿಂಚಿಪ್ಪದವು ಇದರ ಅಧ್ಯಕ್ಷರಾದ ಶ್ರೀ ಸದಾನಂದ ಎಂ ಇವರನ್ನು ಕೂಡ ಈ ಸಮಾರಂಭಕ್ಕೆ ಎಲ್ಲರ ಪರವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀ ಸತೀಶನ್ ಎನ್ ಅಧ್ಯಕ್ಷರು, ಶ್ರೀ ಭಗವತಿ ಸೇವಾ ಸಂಘ ಕಾಸರಗೋಡು ಇವರನ್ನು ಕೂಡ ಈ ಸಮಾರಂಭಕ್ಕೆ ಇಲ್ಲಿ ಸೇರಿದ ಎಲ್ಲ ಭಗವದ್ಭಕ್ತರ ಪರವಾಗಿ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಏರಿಯಾ ಕೋಟ ಶ್ರೀ ಭಗವತಿ ಕ್ಷೇತ್ರ ಕಾಸರಗೋಡು ಇದರ ಅಧ್ಯಕ್ಷರಾದ ಶ್ರೀ ದಿವಾಕರನ್ ಇವರನ್ನು ಕೂಡ ಇಂದಿನ ಈ ಸಮಾರಂಭಕ್ಕೆ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಮೋರ ಶ್ರೀ ಐವರ್ ಭಗವತಿ ಕ್ಷೇತ್ರ ಕಾಸರಗೋಡು ಇದರ ಅಧ್ಯಕ್ಷರಾದಂತಹ ಶ್ರೀ ನಾರಾಯಣನ್ ಕಣ್ಣೂರು ಇವರನ್ನು ಕೂಡ ಈ ಸಮಾರಂಭಕ್ಕೆ ಎಲ್ಲರ ಪರವಾಗಿ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಇಂದಿನ ಈ ಸಮಾರಂಭದಲ್ಲಿ ನಮ್ಮ ಸನ್ಮಾನವನ್ನ ಸ್ವೀಕರಿಸಲಿರುವ ನಿವೃತ್ತ ಯೋಧ ವೆಂಕಪ್ ಶೆಟ್ಟಿ ಆದೂರು ಇವರನ್ನು ಕೂಡ ಎಲ್ಲರ ಪರವಾಗಿ ಈ ಸಮಾರಂಭಕ್ಕೆ ಹಾರ್ದಿಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ.
ಅದೇ ರೀತಿ ನಮಗೆಲ್ಲರಿಗೂ ನಮ್ಮ ಆದೂರು ಶಾಲೆಯಲ್ಲಿ ಅಧ್ಯಾಪಿಕೆಯಾಗಿ ದುಡಿದಿರುವಂತಹ ನಮ್ಮೆಲ್ಲರ ಅಂದರೆ ನನ್ನ ಗುರುಗಳು ಕೂಡ ಆಗಿರ್ತಾರೆ. ಅವರು ಕೂಡ ಇಂದಿನ ಈ ಸಮಾರಂಭದಲ್ಲಿ ನಮ್ಮ ಸನ್ಮಾನವನ್ನು ಸ್ವೀಕರಿಸಲಿದ್ದಾರೆ. ಶ್ರೀಮತಿ ಕುಸುಮ ಟೀಚರ್ ಇವರನ್ನ ಇಲ್ಲಿ ಸೇರಿದ ಎಲ್ಲರ ಪರವಾಗಿ ಈ ಸಮಾರಂಭಕ್ಕೆ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಕಾಸರಗೋಡು ಪ್ರಾದೇಶಿಕ ಸಮಿತಿಯ ಉಪಾಧ್ಯಕ್ಷರಾದ ಶ್ರೀ ಉಪೇಂದ್ರ ಕೋಟಕಣಿ ಇವರು ಕೂಡ ಈ ಸಮಾರಂಭದಲ್ಲಿ ಉಪಸ್ಥಿತರಿದ್ದಾರೆ. ಅವರನ್ನು ಕೂಡ ಇಲ್ಲಿ ಸೇರಿದ ಎಲ್ಲರ ಪರವಾಗಿ ಈ ಸಮಾರಂಭಕ್ಕೆ ಹಾರ್ದಿಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಕಾಸರಗೋಡಿನ ಉದ್ಯಮಿ ಶ್ರೀ ಗುರುಪ್ರಸಾದ್ ಪ್ರಭು ಇವರು ಕೂಡ ಈ ಸಮಾರಂಭದಲ್ಲಿ ಉಪಸ್ಥಿತರಿದ್ದಾರೆ. ಅವರನ್ನು ಕೂಡ ಇಲ್ಲಿ ಸೇರಿದ ಎಲ್ಲರ ಪರವಾಗಿ ಈ ಸಮಾರಂಭಕ್ಕೆ ಹಾರ್ದಿಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಸಾರ್ವಜನಿಕ ಶ್ರೀ ಗಣೇಶೋತ್ಸವ ಸಮಿತಿ ಮಲ್ಲಿಕಾರ್ಜುನ ಕ್ಷೇತ್ರ ಕಾಸರಗೋಡು ಇದರ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಗಳಾದ ಶ್ರೀ ಕಮಲಾಕ್ಷನ್ KN ಇವರನ್ನು ಕೂಡ ಈ ಸಮಾರಂಭಕ್ಕೆ ಇಲ್ಲಿ ಸೇರಿದ ಎಲ್ಲರ ಪರವಾಗಿ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀ ಸುಬ್ರಹ್ಮಣ್ಯ ಕ್ಷೇತ್ರ ನೆಲ್ಲಿಕನ್ನು ಇದರ ಕಾರ್ಯದರ್ಶಿಗಳಾದ ಶ್ರೀ ಮಹೇಶ್ ಇವರನ್ನು ಕೂಡ ಈ ಸಮಾರಂಭಕ್ಕೆ ಇಲ್ಲಿ ಸೇರಿದ ಎಲ್ಲರ ಪರವಾಗಿ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀ ಆರ್ಯಕಾರ್ತಿಯನಿ ಕ್ಷೇತ್ರ ಕೊರಕ್ಕೋಡು ಇದರ ಆಡಳಿತ ಮುಖ್ಯಸ್ಥರಾದ ಶ್ರೀ ಪುರುಷೋತ್ತಮ್ ದರೇಕರ್ ಇವರನ್ನು ಕೂಡ ಎಲ್ಲರ ಪರವಾಗಿ ಈ ಸಮಾರಂಭಕ್ಕೆ ಹಾರ್ದಿಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀ ಐವರ್ ಪರಮಾತ್ಮ ದೇವಸ್ಥಾನ ಹೊಸಮನೆ ಕಲ್ಲಂಗೈ ಇದರ ಟ್ರಸ್ಟಿಗಳಾದ ಶ್ರೀ ಜನಾರ್ದನ್ ಗಟ್ಟಿ ಇವರು ಕೂಡ ಈ ಸಮಾರಂಭದಲ್ಲಿ ಉಪಸ್ಥಿತರಿದ್ದಾರೆ. ಅವರನ್ನು ಕೂಡ ಇಲ್ಲಿ ಸೇರಿದ ಎಲ್ಲರ ಪರವಾಗಿ ಈ ಸಮಾರಂಭಕ್ಕೆ ಹಾರ್ದಿಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಈ ಸಮಾರಂಭದಲ್ಲಿ ಪಾಲ್ಗೊಂಡ ಈ ಊರಿನ ಪರವೂರಿನ ಎಲ್ಲ ಭಗವದ್ಭಕ್ತರನ್ನ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಅವರಿಗೆ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಅಧ್ಯಕ್ಷರಲ್ಲಿ ಸಭೆಯನ್ನ ಮುಂದುವರಿಸುವರೆ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. സാംസ്കാരിക സമ്മേളനത്തിന്റെ ആദ്യപടിയെന്നോണം എല്ലാ വിശിഷ്ട അതിഥികൾക്കും സ്വാഗതം അരുൾ ചെയ്ത പെരുങ്കളിയാട്ട മഹോത്സവ സമിതിയുടെ സെക്രട്ടറി ശ്രീ ഭാസ്കർ എ മല്ലാവര അദ്ദേഹത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ಕಾರ್ಯಕ್ರಮದ ಮುಂದಿನ ಭಾಗದಲ್ಲಿ ದೀಪ ಪ್ರಜ್ವಲನೆಯೊಂದಿಗೆ ಸಭಾ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನೆ ಮಾನ್ಯ ಶಾಸಕರಾಗಿರುವಂತಹ ಶ್ರೀ ಇ ಚಂದ್ರಶೇಖರನ್ ಅವರು ಕಾರಣಾಂತರಗಳಿಂದ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿಲ್ಲ. ಆ ಸ್ಥಾನವನ್ನ ತುಂಬಲು ಗೌರವಾನ್ವಿತ ಬಣಸಂಘ ಪುತ್ತೂರು ಇದರ ಅಧ್ಯಕ್ಷರಾಗುವಂತ ಹೇಮನಾಥ ಶೆಟ್ಟಿ ಕಾವು ಅವರಲ್ಲಿ ಮನವಿ. ಈ ನಡುವೆ ಪುರುಷೋತ್ತಮ ಧರೇಕರ್ ಕೊರೆಕೋಡು ಆರ್ಯ ಕಾರ್ತಯನಿ ಕ್ಷೇತ್ರ ಪುರುಷೋತ್ತಮ್ ಅವರ ಪರವಾಗಿ ಅವರ ಮಗ ನವೀನ್ ರವರು ಆಗಮಿಸಿದ್ದಾರೆ. ಅವರನ್ನು ಕೂಡ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಪ್ರೀತಿ ಆದರಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ವೇದಿಕೆಗೆ ಆಗಮಿಸುವಂತೆ ನವೀನ್ ಅವರಲ್ಲಿ ಮನವಿ. ಇದೀಗ ದೀಪವನ್ನ ಪ್ರಜ್ವಲಿಸುವ ಮೂಲಕ ಸಭಾ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನೆ ಗೌರವಾನ್ವಿತ ಹೇಮನಾಥ ಶೆಟ್ಟಿ ಕಾವು ಅಧ್ಯಕ್ಷರು ಬಣಸ ಸಂಘ ಪುತ್ತೂರು ಜೊತೆ ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ಎಲ್ಲ ಗಣ್ಯ ಅತಿಥಿ ಅಭ್ಯಾಗತರ ಅಮೃತ ಹಸ್ತದಿಂದ ದೀಪ ಪ್ರಜ್ವಲನೆ. ಅಜ್ಞಾನದಿಂದ ಸುಜ್ಞಾನದ ಕಡೆ ಒಯ್ಯುವಂತಹ ದೀಪ, ಕತ್ತಲಿನಿಂದ ಬೆಳಕಿನಡೆ ಒಯ್ಯುವಂತಹ ದೀಪ. ಆ ದೀಪವನ್ನ ಬೆಳಗಿಸುವ ಮೂಲಕವಾಗಿ ಇದೀಗ ಈ ಸಾಂಸ್ಕೃತಿಕ ಸಮ್ಮೇಳನದ ಉದ್ಘಾಟನೆಯನ್ನ ಗಣ್ಯ ಅತಿಥಿಗಳು ನೆರವೇರಿಸ್ತಾ ಇದ್ದಾರೆ. ಬಂದುಲೆ ಪೊರ್ತು ಬಯ್ಯ 5 ಗಂಟೆ 15 ನಿಮಿಷ ಈ ಪೊರ್ತುಡು തുടർ അരളാത് ഈ മല്ല ലേസിന് ഉദിപ്പന മൽത്തൊന്നുള്ളിര് ചാവടിയുടെ ഇപ്പു നഞ്ചുന മാമല്ല ബിന്യര്
ವಂದನೆಗಳು. ಕಾರ್ಯಕ್ರಮವನ್ನು ಮುಂದುವರಿಸುತ್ತಾ ಅಧ್ಯಕ್ಷರ ಅನುಮತಿಯ ಮೇರೆಗೆ ಇದೀಗ ಉದ್ಘಾಟನೆಯನ್ನ ನೆರವೇರಿಸಿಕೊಟ್ಟಿರತಕ್ಕಂತಹ ಗೌರವಾನ್ವಿತ ಶ್ರೀ ಹೇಮನಾಥ ಶೆಟ್ಟಿ ಕಾವು ಅವರು ಉದ್ಘಾಟನಾ ಸಂದೇಶವನ್ನ ರವಾನಿಸುವಂತೆ. ಮೊದಲಾಗಿ ನಾವೆಲ್ಲರೂ ಈ ಭಾಗದಲ್ಲಿ ಇವತ್ತು 351 ವರ್ಷಗಳ ನಂತರ ಜೀರ್ಣೋದ್ಧಾರ ಸಹಿತ ಬ್ರಹ್ಮಕಲಶೋತ್ಸವವನ್ನು ನಡೆಸುತ್ತಿರುವಂಥ ಭಗವತಿ ದೇವಿಗೆ ಸಾಷ್ಟಾಂಗ ನಮನಗಳನ್ನು ಸಲ್ಲಿಸಿ ಪರಿವಾರ ದೈವಗಳ ಸಂಪೂರ್ಣವಾದ ಅನುಗ್ರಹಗಳನ್ನು ಪಡೆಕೊಂಡು ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷರು ಬಹಳಷ್ಟು ಸಮಯದಿಂದ ಸುಮಾರು 350 ವರ್ಷಗಳ ಇತಿಹಾಸ 351 ವರ್ಷಗಳ Amity has been ranked India's #1 not-for-profit private university for 11th year, with top 10 ranked institutions in management, engineering, biotech, law, mass-comm, telecom, hospitality, fashion and more. Yet another top ranking for Amity University. ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಉಪಸ್ಥಿತರಿರುವಂಥ ಎಲ್ಲ ಹಿಂದೂ ಧಾರ್ಮಿಕ ಮುಖಂಡರುಗಳೇ, ವಿಶೇಷವಾಗಿ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಅತಿಥಿಗಳಾಗಿ ಸಾಮಾಜಿಕ, ಧಾರ್ಮಿಕ, ಶೈಕ್ಷಣಿಕ ಕ್ಷೇತ್ರಗಳಿಂದ ಬಂದಂಥ ಎಲ್ಲರ ಹೆಸರನ್ನು ಹೇಳಲಿಕ್ಕೆ ನಾನು ಪ್ರಯತ್ನ ಪಡುವುದಿಲ್ಲ. ದಯವಿಟ್ಟು ಈಗಾಗಲೇ ಸ್ವಾಗತದಲ್ಲಿ ಎಲ್ಲರ ಹೆಸರನ್ನು ಉಲ್ಲೇಖ ಮಾಡಿರುವ ಕಾರಣ ನಾನು ಮತ್ತೊಮ್ಮೆ ಆ ಹೆಸರನ್ನು ಹೇಳುವ ಪ್ರಯತ್ನಕ್ಕೆ ಹೋಗದೆ ವೇದಿಕೆಯಲ್ಲಿರುವಂಥ ಎಲ್ಲ ಗಣ್ಯಾತಿ ಗಣ್ಯ ಬಂಧುಗಳೇ, ನನ್ನ ಪಾಲಿಗೆ ಇವತ್ತು 351 ವರ್ಷಗಳ ನಂತರದ ಒಂದು ಭಗವತಿ ದೇವಿಯ ಬ್ರಹ್ಮಕಲಶೋತ್ಸವದ 2ನೆಯ ದಿನದ ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಕ್ರಮದ ಒಂದು ಉದ್ಘಾಟನೆಯ ಯೋಗ ಭಾಗ್ಯಗಳು ನನ್ನ ಪಾಲಿಗೆ ಆಗಿದೆ ಅಂತ ಹೇಳುವಾಗ ಒಂದು ರೀತಿಯ ರೋಮಾಂಚನ ಅನುಭವ ಆಗ್ತಾ ಇದೆ. ನಾನು ನಿನ್ನೆಯ ದಿವಸ ಸಹ ಸಭಾ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದಿದ್ದೆ. ಈ ಭಾಗದ ಲೋಕಸಭಾ ಸದಸ್ಯರು, ಈ ಭಾಗದ 2 ಜನ ಶಾಸಕರು, ಪುತ್ತೂರಿನ ಶಾಸಕರು ಅಶೋಕ್ ಕುಮಾರ್ ರೈ ಅವರು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮಾಜಿ ಸಚಿವರುಗಳು, ಕಲಾವಿದರು, ಬೇರೆ ಬೇರೆ ಗಣ್ಯಾತಿ ಗಣ್ಯ ಅತಿಥಿಗಳು ನಿನ್ನೆ ಸಹ ಕಾರ್ಯಕ್ರಮದ ಪ್ರಾರಂಭದ ದಿನದಲ್ಲಿ ಉದ್ಘಾಟನೆಗೆ ಆಗಮಿಸಿದ್ರು. ಅದರ ಜೊತೆಯಾಗಿ ನಾನು ಆ ಸಂದರ್ಭದಲ್ಲಿ ಉಪಸ್ಥಿತರಿರುವಂಥ ಯೋಗವು ನನ್ನ ಪಾಲಿಗೆ ಆಗಿದ್ದು, ಇವತ್ತಿನ ದಿನ 12 ಜನ ಶಾಸಕರ ಜೊತೆಯಾಗಿದ್ದು ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಾನು ನಿಮ್ಮ ಜೊತೆಗಿರಬೇಕಾದ ಸಂದರ್ಭದಲ್ಲಿ ಒಂದು ಕಡೆ ಕರ್ನಾಟಕದ ಶಾಸಕರಾದಂಥ ಅಶೋಕ್ ಕುಮಾರ್ ರೈ ಅವರಿಗೆ ನಾಳೆ ಬೆಳಗಾಂನಲ್ಲಿ ದೊಡ್ಡ ಕಾರ್ಯಕ್ರಮ ಇರುವುದರಿಂದ ಬರಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ ಅಂತ ಹೇಳುವಂಥದ್ದು, ಕೇರಳದ ಇನ್ನೋರ್ವ ಶಾಸಕರಿಗೂ ಇವತ್ತು ಬರಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗಲಿಲ್ಲ ಅಂತಾದಾಗ ಅವರ ಕರ್ತವ್ಯ ಉದ್ಘಾಟನೆಯನ್ನು ನಡೆಸುವಂಥ ಯೋಗ ನನ್ನ ಪಾಲಿಗೆ ಬಂದಿದೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು
ದೇವರ ಅನುಗ್ರಹಕ್ಕೆ ಪಾತ್ರನಾಗಿ ಅಂಥ ಒಂದು ಅವಕಾಶ ನನ್ನ ಪಾಲಿಗೆ ದೊರೆಯಿತು ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಸಂತೋಷವನ್ನು ಪಡ್ತಾ ಇದ್ದೇನೆ. ಏನೇ ಇದ್ದರೂ ಸಹ ಇವತ್ತು ಈ ಕ್ಷೇತ್ರದ ಮಹತ್ವದ ಬಗ್ಗೆ ನನ್ನ ಹತ್ತಿರದ ಬಂದು ನನ್ನ ಅಣ್ಣನ ಮಗಳ ಗಂಡ ಗಣೇಶ್ ಶೆಟ್ಟಿ ಮಲ್ಲಾವರ, ಅವರ ಮನೆಗೆ ನಾನು ಬಂದಿದ್ದ ಕಳೆದ ಒಂದೂವರೆ ವರ್ಷಗಳ ಹಿಂದೆಯೇ ಈ ಒಂದು ಮಹೋತ್ಸವ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಆಗುವಂಥ ವಿಚಾರಗಳನ್ನು ಆ ಸಮಿತಿಯವರು ಆ ದಿನ ಇನ್ಸಿಡೆಂಟ್ ನಾನು ಬಂದಾಗ ಅವರು ಬಂದಿದ್ದರು. ಆಗ ನಾನು ತಿಳ್ಕೊಂಡಿದ್ದೆ ಏನಾಗಿರ್ಬೋದು, ಇದು ಯಾವ ರೀತಿ ಇರ್ಬೋದು, ಇದರ ಮಹತ್ವ ಏನು. ಅಷ್ಟಮಂಗಲ ಪ್ರಶ್ನೆಯ ಚಿಂತನೆಯನ್ನೇ ಆಲೋಚನೆ ಮಾಡಿದರೆ 350 ವರ್ಷ ಇರ್ಬೋದು, 800 ವರ್ಷ ಇರ್ಬೋದು. ಆ ಇತಿಹಾಸವನ್ನೆಲ್ಲ ಮತ್ತೆ ನೆನಪು ಮಾಡುವಾಗ ಈ ಭಾಗದಲ್ಲಿ ಅಂಥ ಒಂದು ಪ್ರತಿಷ್ಠಿತವಾದ ದೈವ ಭಗವತಿ ದೇವರು ಈ ಭಾಗದಲ್ಲಿ ನೆಲೆಯಾಗಿ ಈ ಭಾಗದ ಭಕ್ತರ ನಂಬಿಕೆಗೆ ಪೂರಕವಾಗಿ ಇರುವಂಥದ್ದನ್ನು ಎಲ್ಲವೂ ಅಷ್ಟಮಂಗಲ ಪ್ರಶ್ನೆಯ ಮೂಲಕ ತಿಳ್ಕೊಳ್ಳುವ ನಂತರದ ದಿನಗಳಲ್ಲಿ ಇವತ್ತು 351 ವರ್ಷಗಳ ಇತಿಹಾಸವನ್ನು ಹೇಳಿ ನಂತರ ನಾವು ಇವತ್ತೇನು ಮಾಡ್ತಾ ಇದ್ದೇವೆ, ಇವತ್ತು ನಮ್ಮ ಪಾಲಿಗೆ ಇದರಲ್ಲಿ ಇವತ್ತು ಸಮಿತಿಯಲ್ಲಿ ಬಹಳಷ್ಟು ಮಂದಿ ಇದ್ದಾರೆ. ಬಹಳಷ್ಟು ಸಮಯದಿಂದ ಇಂಥ ಒಂದು ಯೋಜನೆಯನ್ನು ಮನಸ್ಸಿನಲ್ಲಿಟ್ಟುಕೊಂಡು ಈ ಭಗವತಿ ದೇವಿಯ ಇಂಥ ಪೆರುಂಕಳಿಯಾಟವನ್ನು ಅತ್ಯಂತ ವಿಜೃಂಭಣೆಯಿಂದ ಊರೇ ಎಲ್ಲರನ್ನೂ ಸೇರಿಸಿಕೊಂಡು ನಡೆಸಬೇಕು ಅಂತೇಳುವ ಅಭಿಲಾಷೆಯನ್ನು ಆ ದೇವರು ಅವರಿಗೆಲ್ಲರಿಗೂ ಒದಗಿಸಿದ ಕಾರಣ ಇವತ್ತು ಈ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳು ಒಂದು ಸುಸೂತ್ರವಾಗಿ ನಡೀತಾ ಇದೆ. ಇದೆಲ್ಲವೂ ದೈವ ಇಚ್ಛೆ, ಮನುಷ್ಯ ಪ್ರಯತ್ನ ಮಾತ್ರ. ದೈವದ ಅನುಗ್ರಹ ಇದ್ದರೆ, ದೇವರ ಅನುಗ್ರಹ ಇದ್ದರೆ ನಾವು ಏನು ಯೋಚನೆ ಮಾಡ್ತೇವೋ ಅದು ಯೋಜನೆಯಾಗಿ ರೂಪುಗೊಳ್ಳಲಿಕ್ಕೆ ಸಾಧ್ಯ ಅಂತ ಹೇಳುವಂಥದ್ದನ್ನು ನಾವು ಇವತ್ತು ಈ ಭಾಗದಲ್ಲಿ ಕಾಣ್ತಾ ಇದ್ದೇವೆ. ಆ ದೃಷ್ಟಿಯಲ್ಲಿ ಭಗವತಿ ದೇವಿಯ ನಂಬಿಕೆಗಳು ಸುಮಾರು 350 ವರ್ಷಗಳ 3.5 ಶತಮಾನಗಳ ಹಿಂದೆ ಆ ಒಂದು ರೀತಿಯ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಆಗಿದೆ. ಅದರ ನಂತರದ ದಿನಗಳಲ್ಲಿ ಅದು ನಡೆಯದೆ ಇವತ್ತು ನಡೆಸ್ತಾ ಇರುವಂಥ ಯೋಗ ಭಾಗ್ಯಗಳು ಈಗಿನ ಈ ಪ್ರಸ್ತುತ ಸಮಾಜದಲ್ಲಿ ನಮ್ಮವರಿಗೆಲ್ಲ ಅಂಥ ಅವಕಾಶಗಳು ಸಿಕ್ಕಿರುವಂಥದ್ದನ್ನು ಇನ್ನೊಂದು ಯಾವ ಸಂದರ್ಭದಲ್ಲಿ ಇಂಥ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಆಗ್ತದ, ಇಂತಹ ಕಾರ್ಯಕ್ರಮಗಳಾಗ್ತದೋ ಅಂತ ಹೇಳುವಂಥದ್ದನ್ನು ನಮಗೆ ಈಗ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯತೆ ಇಲ್ಲ. ಅದು ದೈವ ನಿರ್ಣಯ ಆಗಿರ್ತದೆ ಯಾವಾಗ ಆಗ್ತದೆ ಅಂತೇಳಿ. ಆದರೆ ನಾವು ಹೇಳುವಂಥದ್ದು ಈ ಸಮಾಜದಲ್ಲಿ ನಾವು ಬದುಕ್ತಾ ಇರುವಾಗ ದೇವರುಗಳನ್ನು ನಂಬಿಕೆಯ ಆಧಾರದಲ್ಲಿ ನಾವು ಒಂದು ಕಡೆ ಬದುಕುತ್ತೇವೆ. ಅದೆಷ್ಟೋ ಕಡೆಗಳಲ್ಲಿ ತುಳುನಾಡಿನಲ್ಲಿ ಇವತ್ತು ಕಾಸರಗೋಡಿನಿಂದ ಹಿಡಿದು ಕೇರಳ ರಾಜ್ಯದವೇ ದೇವರ ನಾಡಾಗಿರುವ ಕೇರಳ ರಾಜ್ಯ ಸಹಿತ ಇವತ್ತು ಕರ್ನಾಟಕದ ದಕ್ಷಿಣ ಕನ್ನಡ, ಉಡುಪಿ ಈ ಭಾಗದಲ್ಲಂತೂ ದೇವರ ಕೆಲಸ ಕಾರ್ಯಗಳು ಬಹಳ ಭಕ್ತಿ ಶ್ರದ್ಧೆಯಿಂದ ಆಗ್ತಾ ಇರುವುದನ್ನು ನಾವು ಗಮನಿಸ್ತಾ ಇದ್ದೇವೆ. ಆ ದೃಷ್ಟಿಯಲ್ಲಿ ಈ ಭಾಗದ ದೇವರುಗಳಿಗೆ ವಿಶೇಷವಾಗಿ ಈ ಭಾಗದ ಜನರ ಒಂದು ಆಚಾರ ವಿಚಾರಗಳು ಸಂಸ್ಕೃತಿ ಯಾಕಾಗಿ ಈ ರೀತಿ ಬಂತು ಅಂತ ಹೇಳಿದರೆ ಈ ದೇವರ ಅನುಗ್ರಹದಿಂದ ಈ ದೇವರ ಪ್ರತಿಷ್ಠೆಯಿಂದಾಗಿ ಈ ರೀತಿ ಬಂದಿರಬಹುದು ಹೊರತು ನಾವು ಉಳಿದ ಕಡೆಗಳಲ್ಲಿ ಕರ್ನಾಟಕದ ಬೇರೆ ಬೇರೆ ಭಾಗಗಳಲ್ಲಿ ನೋಡಿದರೆ ಇಷ್ಟೊಂದು ಸುಸಂಸ್ಕೃತವಾದ ಜನ ಸಮೂಹವನ್ನು ನಮಗೆ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯತೆ ಇಲ್ಲ. ಅದು ಇವತ್ತು ಈ ದೈವಗಳ ಪ್ರೇರಣೆಯಿಂದಾಗಿ ಈ ಕಾಸರಗೋಡು ಇರ್ಬೋದು ಅಥವಾ ಕಾಸರಗೋಡಿನ ಇತರ ಪ್ರದೇಶಗಳಲ್ಲಿರ್ಬೋದು, ಕರ್ನಾಟಕದ ಗಡಿಭಾಗದ ಕರ್ನಾಟಕದಲ್ಲಿರ್ಬೋದು ಅಥವಾ ಇವತ್ತು ಬೇರೆ ಬೇರೆ ಜಿಲ್ಲೆಗಳಲ್ಲಿರ್ಬೋದು, ಇದನ್ನು ನಾವು ಗಮನಿಸ್ತಾ ಇದ್ದೇವೆ. ದೈವಗಳ ಕೆಲಸ ಕಾರ್ಯಗಳು ಅತ್ಯಂತ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ನಡೀತದೆ ಅಂತೇಳಿ ದೈವಕ್ಕೂ ನಾವು ಒಂದು ರೀತಿಯ ವ್ಯತ್ಯಾಸವನ್ನು ಗಮನಿಸ್ತಾ ಇದ್ದೇವೆ. ದೇವರು ಅಂತೇಳಿದರೆ ನಾವು ಭಕ್ತಿಯಲ್ಲಿ ದೇವರಿಗೆ ಅಗ್ರಸ್ಥಾನ, ದೈವಕ್ಕೆ 2ನೇ ಸ್ಥಾನವನ್ನು ಕೊಡ್ತೇವೆ. ಆದರೆ ನುಡಿದಂತೆ ಆಗುವಂಥ ವಿಚಾರಗಳು ದೈವಗಳಲ್ಲಿ ಆಗ್ತದೆ, ಕಣ್ಣಾರೆ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯತೆಗಳಾಗ್ತದೆ. ಆದರೆ ದೇವರ ಬಗ್ಗೆ ನಮಗೆ ಅದನ್ನು ನಿರೀಕ್ಷೆ ಮಾಡುವುದಿಲ್ಲ. ದೇವರು ನಾವು ಗುಂಡದ ಒಳಗಿದ್ದು ನಾವು ಪೂಜೆ ಮಾಡ್ತೇವೆ, ಅವರು ಪ್ರತ್ಯಕ್ಷ ಆಗೋದಿಲ್ಲ ಅಂತ ಇರುವಂಥ ವಿಚಾರಗಳಿದ್ದನ್ನು ಗಮನಿಸಿ ನಾವು ಅವರನ್ನು ಪ್ರಾರ್ಥಿಸ್ತೇವೆ, ಅದರ ಫಲ ನಮಗೆ ಸಿಗ್ತದೆ ಅಂತೇಳಿ ಭಾವಿಸ್ತೇವೆ. ಆದರೆ ದೈವಗಳು ಹಾಗೆ ಅಲ್ಲ. ದೈವಗಳಲ್ಲಿ ನಾವು ನುಡಿಯುವ ಮಾತಿಗೆ ಪೂರಕವಾಗಿ ಆ ಏನು ನುಡಿದಿದ್ದಾರೆ ಅದೇ ರೀತಿಯಲ್ಲಿ ನಡೆಯುವಂಥದ್ದು ಭಯ ಮನುಷ್ಯರಲ್ಲಿ ನಮ್ಮಲ್ಲಿ ಇರ್ತದೆ ಅಂತ ಹೇಳುವಂಥದ್ದು ಬಹಳ ಮುಖ್ಯ. ಅದು ಇಲ್ಲದಿದ್ದರೆ ದೈವಗಳನ್ನು ಸಹ ನಾವು ಇವತ್ತು ನಂಬ್ತಾ ಇರಲಿಲ್ಲ ಅಂತ ಹೇಳುವಂಥ ವಿಚಾರಗಳು ಮತ್ತು ಆಚಾರಗಳು ಯಾವ ರೀತಿ ನಡೀತಾ ಇದೆ.
350 ವರ್ಷಗಳ ಹಿಂದೆ ಯಾವ ರೀತಿ ನಡೆದಿದೆ ಅಂತ ಹೇಳುವಂಥದ್ದು ಇಲ್ಲಿ ನೋಡಿದವರು ಯಾರೂ ಇಲ್ಲ. ಆದರೆ ದೈವಜ್ಞರ ಚಿಂತನೆಯ ಮೂಲಕ ಈ ರೀತಿ ನಡೆದಿದೆ ಅಂತ ಹೇಳುವಂಥದ್ದನ್ನು ತಿಳ್ಕೊಂಡು ಅದೇ ರೀತಿಯಲ್ಲಿ ನಾವು ಮತ್ತೊಮ್ಮೆ ಮಾಡುವಂಥ ಪ್ರಯತ್ನವನ್ನು 351 ವರ್ಷಗಳ ಹೊಸ ಶತಮಾನದ ಈ ಜನಾಂಗ ನಾವು ಇವತ್ತು ಮಾಡುವಂಥ ಪ್ರಯತ್ನವನ್ನು ಮಾಡಿದ್ದೇವೆ. ಇದರ ಯಾವ ರೀತಿ ಫಲಿತಾಂಶ ಅಂತ ಹೇಳಿದರೆ, ಇದರ ಫಲಿತಾಂಶವನ್ನು ನಾವ್ಯಾರು ನಿರೀಕ್ಷೆಗೂ ಮೀರಿದೆ ಅಂತ ಹೇಳುವಂಥದ್ದು ದೈವ ಪ್ರೇರಣೆ. ಭಗವತಿ ಅಮ್ಮನಿಗೆ ಈ ಭಾಗದಲ್ಲಿ ಈ ತನಕ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಆಗದಿದ್ರೂ ಸಹ ಆ ದೈವದ ಕೆಲಸ ಕಾರ್ಯಗಳು ವರ್ಷ 12 ವರ್ಷದ ಏನು ಆ ದೇವರ ಆರಾಧನೆಗಳಿದೆ ಅದು ನಡ್ಕೊಂಡು ಬಂದಿದೆ. ಅದನ್ನು ಅತ್ಯಂತ ಶ್ರದ್ಧೆಯಿಂದ ಭಕ್ತಿಯಿಂದ ಈ ಭಾಗದ ಜನ ಆ ಸಮಿತಿಯವರು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ನಡೆಸಿಕೊಂಡು ಬಂದು ಇವತ್ತು ಅವರೆಲ್ಲರಿಗೂ ದೈವ ಪ್ರೇರಣೆ ಆದ್ದೇನು ಅಂತ ಹೇಳಿದರೆ, ಒಂದು ಅಷ್ಟಮಂಗಲ ಚಿಂತನೆಯ ಮೂಲಕ ಈ ದೈವದ ಏನು ಚರಿತ್ರೆ ಇದೆ, ಈ ದೈವದ ಪ್ರಭಾವ ಏನಿದೆ ಅದು ಇಡೀ ಊರಿಗೆ ಪಸರಿಸಬೇಕೆನ್ನುವ ನಿಟ್ಟಿನಲ್ಲಿ ಇಂಥ ಒಂದು ಕೆಲಸವನ್ನು ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯತೆ ಆಯಿತು. ಆ ನಿಟ್ಟಿನಲ್ಲಿ ನಾನು ಯಾಕೆ ಇದನ್ನು ಉಲ್ಲೇಖ ಮಾಡಿದೆ ಅಂತ ಹೇಳಿದರೆ, ಇಂಥ ಒಂದು ಕೆಲಸಗಳನ್ನು ಮಾಡಬೇಕು ಅಂದಿದ್ದರೂ ಅದಕ್ಕೆ ಆದ ದೈವ ಪ್ರೇರಣೆಯ ಶಕ್ತಿ ನಮ್ಮಲ್ಲಿ ಇದ್ದರೆ ಮಾತ್ರ ಸಾಧ್ಯ. ಇದು ತನ್ನಿಂದ ತಾನೇ ಆಗೋದಿಲ್ಲ. ಅಥವಾ ಹಿಂದಿನ ಹಿರಿಯರು ಇದಕ್ಕಾಗಿ ನಮಗೇನನ್ನೂ ಮಾಡಿ ಇಟ್ಟಿರುವುದಿಲ್ಲ. ಅದಕ್ಕಾಗಿ ಬೇಕಾಗಿರುವಂತಹ ಜಾಗ ಜಮೀನು ವ್ಯವಸ್ಥೆಗಳು ಯಾವುದೂ ಇರೋದಿಲ್ಲ. ಆದರೆ ಈಗಿನ ಸಮಾಜದಲ್ಲಿ ನಾವು ಈ ಬೆಳೆಯುತ್ತಿರುವ ಸಮಾಜದಲ್ಲಿ ನಾವು ಗಮನಿಸ್ತಾ ಇದ್ದೇವೆ ಸಮಾಜ ಯಾವ ರೀತಿ ಬೆಳೀತಾ ಇದೆ. ನಾವು 10-50 ವರ್ಷಗಳ ಹಿಂದೆ ಒಮ್ಮೆ ಆಲೋಚನೆ ಮಾಡಿದರೆ ನಮ್ಮ ಹಿರಿಯರು ಎಷ್ಟು ಕಷ್ಟದಲ್ಲಿದ್ದರು, ಅವರ ಜೀವನ ಯಾವ ರೀತಿ ಇತ್ತು, ಅವರು ಬದುಕ್ತಾ ಇರುವಂಥ ಶೈಲಿ ಯಾವುದು, ಅವರಿಗೆ ಹೋಗುವಂಥ ವಾಹನಗಳಿರಲಿಲ್ಲ, ರಸ್ತೆಗಳಿರಲಿಲ್ಲ, ಅವರಿಗೆ ಸಂಚರಿಸುವ ವ್ಯವಸ್ಥೆಗೆ ಹೊಳೆಯನ್ನು ದಾಟಲಿಕ್ಕೆ ಸಂಘಗಳಿರಲಿಲ್ಲ, ಕಾಡಿನಲ್ಲಿ ಎಲ್ಲಾದರೂ ಹೋಗಿ ಎಲ್ಲೋ ಒಂದು ರೀತಿಯಲ್ಲಿ ಸೇರುವಂಥ ವಿಚಾರಗಳಿತ್ತು. ಒಂದು ಕಡೆಯಲ್ಲಿ ಬ್ರಿಟಿಷರ ಆಳ್ವಿಕೆ ಇಲ್ಲಿತ್ತು, ಆ ಒಂದು ಸಂದರ್ಭದ ವಿಚಾರಗಳು ಬೇರೆ. ಅದರ ನಂತರ ನಾವು ಸ್ವಾತಂತ್ರ್ಯರಾದ ನಂತರದ ದಿನಗಳಲ್ಲಿ ಈ ದೇಶ ಯಾವ ರೀತಿ ಬದಲಾವಣೆಯನ್ನು ಹೊಂದ್ತಾ ಇದೆ, ನಾವು ಪ್ರಸ್ತುತ ಸಮಾಜದಲ್ಲಿ ನಾವೆಲ್ಲ ನಾವು ತಿಳಿದವರು, ನಾವು ಆಲೋಚನೆ ಒಮ್ಮೆ ಮಾಡ್ತೇವೆ, ನಾವು ಎಷ್ಟು ಬದಲಾವಣೆಗೆ ಹೋಗಿದ್ದೇವೆ, ನಮ್ಮನ್ನು ಇವತ್ತು ದೇವರು ಯಾವ ರೀತಿಯ ಮಟ್ಟಕ್ಕೆ ಮುಟ್ಟಿಸಿದ್ದಾರೆ. ಒಂದು ಕಡೆ ಒಂದು ಸಂದರ್ಭ ನಾವು ಮೊಬೈಲ್ ನಮ್ಮಲ್ಲಿ ಇರಲಿಲ್ಲ. ಮೊಬೈಲ್ ಎಂದರೆ ಯಾವುದೋ ಪ್ರಥಮ ಬಾರಿಗೆ ಬರುವಾಗ ಮೊಬೈಲ್ ಎನ್ನುವಂಥ ಒಂದು ವಸ್ತು ಇದೆ, ಒಬ್ಬರಿಂದ ಒಬ್ಬರಿಗೆ ಮಾತಾಡ್ಲಿಕ್ಕೆ ಆಗ್ತದೆ, ಅದೆಲ್ಲೋ ವಿದೇಶದಲ್ಲಿದೆ, ಅದು ಇಲ್ಲಿಗೆಲ್ಲ ಯಾವಾಗ ಬರಲಿಕ್ಕೆ, ಇದು ಬರುವಂಥದ್ದಲ್ಲ ಅಂತ ಹೇಳುವಂಥ ಕಲ್ಪನೆ ನಮ್ಮ ಮನಸ್ಸಿನಲ್ಲಿತ್ತು. ಇದು ಬರೋದಿಲ್ಲ ಅಂತೇಳಿ ಪ್ರಾರಂಭದಲ್ಲಿ ನಾವು ಹೇಳಲಿಕ್ಕಿತ್ತು. ಪೇಜರ್ ಒಂದು ಮೆಸೇಜ್ ಬರುವಂಥದ್ದು, ಮೆಸೇಜ್ ಆಗ ಎಲ್ಲ ಕಡೆ STD ಬೂತ್ಗಳು, ಆ STD ಬೂತಿಗೆ ಹೋಗಿ ಆ ಮೆಸೇಜ್ ಬಂದ ವ್ಯಕ್ತಿಗೆ ಕಾಲ್ ಮಾಡುವಂಥ ಒಂದು ದಿನದ 30 ವರ್ಷ ಹೆಚ್ಚಾಗಲಿಲ್ಲ, 30 ವರ್ಷ 25 ವರ್ಷಗಳ ಹಿಂದಿನ ದಿನದ ನೆನಪನ್ನು ನಾನು ಮಾಡುವಂಥದ್ದು. ಅದೇ ರೀತಿ ಟಿವಿ, ಯಾವ ಮನೆಯಲ್ಲಿ ಟಿವಿ ಇರಲಿಲ್ಲ. ಒಂದು ವೇಳೆ ಪ್ರಥಮ ಸಂದರ್ಭಗಳಲ್ಲೆಲ್ಲ ಟಿವಿಯನ್ನು ನೋಡಬೇಕು ಅಂದಿದ್ರೆ ಬ್ಲ್ಯಾಕ್ ಆ್ಯಂಡ್ ವೈಟ್ ಟಿವಿ ಇತ್ತು, ಅದಕ್ಕೊಂದು ದೊಡ್ಡ ಆಂಟನ ಒಂದು ಮರದ ಮೇಲೆ ನೇತಾಡಿಸುವಂಥದ್ದನ್ನು ನಾವು ಗಮನಿಸ್ತಾ ಇದ್ದೆವು. ಆ ದಿನದನ್ನು ನಾನು ನೆನಪು ಮಾಡೋದು. ಇದು ಹೆಚ್ಚು ವರ್ಷ ಆಗಲಿಲ್ಲ. ನಮ್ಮ ಕಾಲದಲ್ಲೇ 30, 25, 30, 40 ವರ್ಷದ ಇತಿಹಾಸವನ್ನು ನಾನು ನೆನಪು ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಯಾವ ರೀತಿ ಬದಲಾವಣೆ ಆಗ್ತಾ ಇದೆ, ನಾವು ಯಾವ ಯುಗದಲ್ಲಿದ್ದೇವೆ, ನಾವು ಸುವರ್ಣ ಯುಗದಲ್ಲಿದ್ದೇವೆ. ನಮ್ಮ ಹಿರಿಯರಿಗೆ ಇದು ಯಾವುದು ಸಿಗ್ಲಿಲ್ಲ, ವಿಮಾನ ಸಿಗ್ಲಿಲ್ಲ, ಹೆಲಿಕಾಪ್ಟರ್ ಸಿಗ್ಲಿಲ್ಲ, ಮೊಬೈಲ್ ಸಿಗ್ಲಿಲ್ಲ, ಟಿವಿ ನೋಡ್ಲಿಲ್ಲ, ಯಾವುದನ್ನು ನೋಡದೆ ಬೇಕಾದ ವಾಹನಗಳು ಅವರಲ್ಲಿರ್ಲಿಲ್ಲ, ಕುದುರೆಯಲ್ಲಿ ಓಡಾಡ್ತಾ ಇದ್ರು, ಎತ್ತಿನ ಗಾಡಿಯಲ್ಲಿ ಓಡಾಡ್ತಾ ಇದ್ರು ಅಂತ ಹೇಳುವಂತ ಕಥೆಗಳನ್ನು ಕೇಳ್ತೇವೆ ಹೊರತು ನಾವು ಅದನ್ನು ಹಿರಿಯರು ಅನುಭವಿಸಿದ್ದಾರೆ. ಸರಿಯಾಗಿ ತಿನ್ಲಿಕ್ಕೆ ಆಹಾರ ಇರಲಿಲ್ಲ, ಯಾವುದು ಗೆಡ್ಡೆ ಗೆಣಸುಗಳನ್ನು ತಿಂತಾ ಇದ್ರು. ಕೇರಳ ಈ ಪ್ರದೇಶದ ಜನರಿಗೆ ಅಕ್ಕಿಯ, ನಾವು ದಿನನಿತ್ಯ ಉಪಯೋಗ ಮಾಡುವ ಅನ್ನದ ಅಕ್ಕಿಯ ಕೊರತೆ ಇತ್ತು. ಅದು ಬ್ಲ್ಯಾಕ್ ಆಗ್ತಾ ಇತ್ತು, ಕರ್ನಾಟಕದಿಂದ ಕೇರಳಕ್ಕೆ ಬ್ಲ್ಯಾಕ್ ಆಗ್ತಾ ಇದೆ ಅಂತ ವಿಚಾರಗಳು ಒಂದು ಕಾಲದಲ್ಲಿತ್ತು. ಆಗ ಜನಸಂಖ್ಯೆ ಇಷ್ಟಿರಲಿಲ್ಲ, ಕಡಿಮೆ ಇತ್ತು. ಆದರೆ ಈ ದೇಶದ ಪರಿಸ್ಥಿತಿ, ರಾಜ್ಯಗಳ ಪರಿಸ್ಥಿತಿ ಯಾವ ರೀತಿ ಇತ್ತು ಎನ್ನುವಂಥದ್ದು ನಾನು ಅದನ್ನು ಉಲ್ಲೇಖ ಮಾಡುವಂಥದ್ದು. ಅಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಇವತ್ತಿನ ದಿನ ಎಷ್ಟು ಬದಲಾವಣೆಗಳಾಗಿದೆ, ನಾವು ಇವತ್ತು ಯಾವ ಲೋಕದಲ್ಲಿದ್ದೇವೆ, ಎಂಥ ಕಲ್ಪನೆಯಲ್ಲಿದ್ದೇವೆ, ಅದೆಲ್ಲವೂ ಈ ದೈವದ ಅದರ ಜೊತೆಯಾಗಿ ನಿಮಗೆಲ್ಲವೂ ಅನುಕೂಲಗಳು ಬಂದಾಗ, ಈ ರೀತಿ ಬದಲಾವಣೆಗಳಾದಾಗ ನಮಗೆ ಆಗುವಂಥದ್ದು, ಇದನ್ನು ನಮ್ಮ ದೈವ ನಮಗಿದೆಲ್ಲವನ್ನು ನಮ್ಮ ದೇವರು ಒದಗಿಸಿದ್ದಾರೆ. ದೇವರ ಅನುಗ್ರಹದಿಂದ ನಾವು ಈ ರೀತಿಯಲ್ಲಿದ್ದೇವೆ. ಇವತ್ತು ನಮ್ಮೂರಿನವರು ಎಲ್ಲೆಲ್ಲೋ ಉದ್ಯೋಗದಲ್ಲಿದ್ದಾರೆ, ದೊಡ್ಡ ದೊಡ್ಡ ಉದ್ಯಮಿಗಳಾಗಿದ್ದಾರೆ, ಏನೇನೋ ವ್ಯಾಪಾರ ವ್ಯವಹಾರಗಳನ್ನು ಮಾಡ್ತಾರೆ.
ಭಾಗದ ದೇವರ ಅನುಗ್ರಹ ಇದ್ದರೆ ಮಾತ್ರ ಅದು ಸಾಧ್ಯ. ಅದರ ಜೊತೆಯಾಗಿ ಇವತ್ತು ಈ ದೇವರ ಉತ್ಸವ ಆಗ್ತದೆ, ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಆಗ್ತದೆ ಅಂತ ಹೇಳುವಾಗ ಎಲ್ಲೆಲ್ಲಿ ಇದ್ದವರು ಸಮೇತ ಆ ದೇವರ ಅನುಗ್ರಹಕ್ಕೆ ಪೂರಕವಾಗಿ ಇಲ್ಲಿ ಬಂದು ಅದಕ್ಕೆ ಕೈ ಜೋಡಿಸುವುದರ ಮೂಲಕ ಅದರಲ್ಲಿ ತೊಡಗಿಸಿಕೊಳ್ಳಲಿಕ್ಕೆ ಸಾಧ್ಯತೆಗಳಾಗ್ತದೆ ಅಂತ ಹೇಳುವ ಮಾತನ್ನು ನಾನು ಇದಕ್ಕೆ ಪೂರಕವಾಗಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಇದೆಲ್ಲವೂ ಒಂದು ರೀತಿಯ ಸುವರ್ಣಯುಗ. ನಾವು ಆಲೋಚನೆ ಮಾಡ್ತೇವೋ ಇಲ್ವೋ ಅಂತ ಗೊತ್ತಿಲ್ಲ, ಆಲೋಚನೆ ಮಾಡಿದ್ದೇವೋ ಮಾಡ್ತೇವೋ ಗೊತ್ತಿರಲಿಲ್ಲ. 351 ವರ್ಷಗಳ ಹಿಂದೆ ಇದೇ ಒಂದು ಕ್ಷೇತ್ರ ಹೇಗಿರ್ಬೋದಿತ್ತು, ಯಾವುದೋ ಒಂದು ಕಾಡಿನ ಮಧ್ಯದಲ್ಲಿತ್ತೋ ಏನೋ, ಅಲ್ಲಿಗೆ ದಾರಿ ಇತ್ತೋ ಇಲ್ವೋ ಗೊತ್ತಿಲ್ಲ. ಆದರೆ ಇವತ್ತು ನಿನ್ನೆ ಹೇಳಿದರು, ಇಲ್ಲಿಗೆ ವಿಶೇಷವಾಗಿ ಸಡಕ್ನಲ್ಲಿ ರಸ್ತೆ ಆಗಿದೆ, ಈಗಾಗಲೇ ಬರುವಂಥ ರಸ್ತೆ ಬಹಳ ಸುಂದರವಾಗಿದೆ, ರಸ್ತೆ ಬೇಕಾದಷ್ಟು ಅಗಲ ಆಗ್ತಾ ಇದೆ, ಬೇಕಾದಷ್ಟು ಅಭಿವೃದ್ಧಿಗಳು ಆಗ್ತಾ ಇದೆ. ಎಲ್ಲವನ್ನು ಮಾಡಲಿಕ್ಕೆ ದೇವರು ಒಂದು ಜನರಿಗೆ ಆ ಒಂದು ಶಕ್ತಿಯನ್ನು ಕೊಡುವಂಥ ನಿಟ್ಟಿನಲ್ಲಿ ದೈವದ ಪಾತ್ರ ಬಹಳ ಪ್ರಾಮುಖ್ಯವಾಗಿದೆ. ದೈವದ ಹೆಸರಿನಲ್ಲಿ ಊರಿಗೆ ಊರೇ ಇವತ್ತು ಬೆಳೀತಾ ಇದೆ, ಊರಿಗೆ ಊರೇ ಎಲ್ಲರೂ ಒಗ್ಗಟ್ಟಾಗ್ತಾ ಇದ್ದಾರೆ. ಇಲ್ಲಿ ಧರ್ಮದ ಆಧಾರದಲ್ಲಿ ಜಾತಿಯ ಭೇದವಿಲ್ಲದೆ ಯಾವುದೇ ಜಾತಿ ಒಂದು ಜನಾಂಗಕ್ಕೆ ಸೇರಿದವರು ಇದರ ನಾಯಕತ್ವವನ್ನು ವಹಿಸಿಕೊಂಡಿದ್ದರೂ ಸಹ ಇವತ್ತು ಇಂಥ ಕಾರ್ಯಕ್ರಮಗಳ ಮೂಲಕ ಹಿಂದೂ ಧರ್ಮದ ಆಧಾರದಲ್ಲಿ ಎಲ್ಲ ಜಾತಿಯವರು ಆ ಮೇಲು ಕೀಳೆನ್ನದೆ ಶ್ರೀಮಂತ ಬಡವನೆನ್ನದೆ ಎಲ್ಲರನ್ನು ಒಟ್ಟಿಗೆ ಕೊಂಡೊಯ್ಯುವಂಥ ಬಹಳ ಸುಂದರವಾದ ಕಾರ್ಯಕ್ರಮ ಆ ದೈವದ ಹೆಸರಿನಲ್ಲಿ. ದೈವಕ್ಕೆ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಜೀರ್ಣೋದ್ಧಾರ ಆಗುವಾಗ ಇಡೀ ಊರು ಒಟ್ಟಾಗ್ತಾ ಇದೆ. ಅದೆಷ್ಟೋ ಮಂದಿ ಬಂದು ಇವತ್ತು ಅನ್ನದಾನದ ಮೂಲಕ ಇವತ್ತು ಭೋಜನವನ್ನು ಸ್ವೀಕಾರ ಮಾಡಿಕೊಂಡು ಸಂತೃಪ್ತರಾಗ್ತಾ ಇದ್ದಾರೆ. ಅದೆಷ್ಟೋ ಜನ ಬಂದು ಆ ದೈವದ ನರ್ತನೆಯ ಮೂಲಕ ಸಂತೋಷ ಪಡುವುದನ್ನು ನಾವು ಗಮನಿಸ್ತಾ ಇದ್ದೀವಿ. ಇದನ್ನು ಯಾಕೆ ನಾನು ಉಲ್ಲೇಖ ಮಾಡಿದೆ ಅಂತ ಹೇಳಿದರೆ, ಇದರ ಹಿಂದೆ ಬಹಳಷ್ಟು ಜನ ಶ್ರಮ ಪಟ್ಟಿದ್ದಾರೆ, ಬಹಳಷ್ಟು ದಿನಗಳಿಂದ ಶ್ರಮ ಪಟ್ಟಿದ್ದಾರೆ. ನಮ್ಮ ಪುತ್ತೂರು ಈ ಭಾಗದಿಂದ ಬರುವಾಗ ಬಹಳಷ್ಟು ಬ್ಯಾನರ್ಗಳು ಇದೆ, ಪೆರುಂಕಳಿಯಾಟ ಅಂತೇಳಿ. ಇಡೀ ಎಲ್ರಿಗೂ ಏನಿದು ಅಂತ ಹೇಳುವಂಥ ಒಂದು ಅಚ್ಚರಿಯನ್ನು ಮೂಡಿಸಿದೆ. ಏನಿದು ಪೆರುಂಕಳಿಯಾಟ ಅಂದರೆ ಏನು ಅಂತೇಳಿ. ಭಗವತಿ ದೇವಿಗೆ ವಿಶೇಷವಾದಂಥ ಸೇವೆ ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ಆಗ್ತಾ ಇದೆ ಅಂತ ಹೇಳುವಂಥದ್ದನ್ನು ಇವತ್ತು ಚರ್ಚೆಯಲ್ಲಿ ನಾವು ಅನುಭವಿಸ್ತೇವೆ. ರಾಜರ ಕಾಲದಲ್ಲಿ ಏನು ಆಗ್ತಾ ಇತ್ತೋ ಆ ರಾಜರ ಕಾಲದ ವಿಚಾರಗಳಿಗೆ ಪೂರಕವಾಗಿ ಆ ದೈವಗಳನ್ನು ರಾಜರು ಯಾವ ರೀತಿ ನಂಬಿದ್ದಾರೋ ಆ ದೈವದ ಶಕ್ತಿ ಆ ರಾಜರ ಕಾಲದಲ್ಲಿ ಏನನ್ನು ತೋರಿಸಿದೆಯೋ ಅದೇ ಶಕ್ತಿ ಇವತ್ತು ಮತ್ತೊಮ್ಮೆ ಇಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮದ ಮೂಲಕ, ಇಂಥ ಬ್ರಹ್ಮಕಲಶೋತ್ಸವದ ಮೂಲಕ ಆ ದೈವದ ಶಕ್ತಿ ಆಗ್ತದೆ ಅಂತೇಳಿ. ಇನ್ನು ಮುಂದಿನ ದಿನ ಒಮ್ಮೆ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಆದರೆ, ಒಮ್ಮೆ ಜೀರ್ಣೋದ್ಧಾರದ ನಂತರದ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಆದರೆ ಆ
മെസ്സേജ് വന്നിരിക്കുക. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്താ ഒറ്റ രാത്രി കൊണ്ട് ഷെയറിന്റെ വില ഡബിൾ ആകുന്നു. ഡൗൺലോഡ് ചെയ്യൂ, പണം നഷ്ടപ്പെടണമെങ്കിൽ. ഡോക്ടർ രോഗികുമാർ MBBS മണ്ടനല്ല. ഓർമ്മിക്കൂ, UPI പറയുന്നു ആരെങ്കിലും എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ പ്രലോഭിപ്പിച്ചാൽ പറയൂ, ഞാൻ മണ്ടനല്ല.
നിയന്ത്രിക്കുന്നതായ കലിയുഗം ഉദ്ഭേദമായിട്ട് വീണ്ടും അങ്ങനെയൊന്നിൽ പ്രത്യക്ഷീകരിച്ചിരിക്കുന്നതായ പരമർത്ഥം ആയതുകൊണ്ട് ഭഗവാൻ എന്തിരിക്കുന്നതായ അവതാര കഥാരസം അല്പതയായിട്ടൊന്ന് ചുരുക്കി കണ്ടൊതുക്കുന്നു. ആയതുകൊണ്ട് ആദിയായും പരാധിയായും ആദിമത്യന്തരഹിതരായും മറകൾക്കാശ്രീഭൂതരായും തെയ്യങ്ങളുമെല്ലാം അതിൻ്റെ ഉറഞ്ഞാടലുകളും ഉരിയാടലുകളുമെല്ലാം നമ്മുടെ നാടിൻ്റെ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്കെല്ലാം ഇതൊരു അത്ഭുതമാണ്. നമ്മുടെ ഒരു തിറ എന്ന് പറയുന്നത്, തിറയാട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തെയ്യക്കോലത്തിൻ്റെ ആവിഷ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ ദൃശ്യചാരുത കൊണ്ട്, വർണ്ണഭംഗി കൊണ്ട്, നർത്തന വൈഭവം കൊണ്ട്, അതിൻ്റെ വാചാലുകളുടെ പ്രവചനശേഷി കൊണ്ട്, ഭക്തന്മാർക്ക് അത് പകർന്നു നൽകുന്ന കരുതലിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ചേർത്തു നിർത്തലിൻ്റെയും അത്ഭുതകരമായ മനഃശാസ്ത്രപരമായ ഉൾക്കൊള്ളലിൻ്റെ പേരിൽ എല്ലാം നമ്മുടെ ഈ ദൈവങ്ങൾ ലോകത്തിനൊരത്ഭുതമാണ്. തൻ്റെ അടുത്ത് വരുന്നവരുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ വൈഷമ്യങ്ങളെല്ലാം ആവാഹിച്ചെടുക്കുന്നു ദൈവം. അതും തൊട്ട് മുമ്പിലത്തെ നിമിഷങ്ങളിൽ വരെ ഒരു മനുഷ്യനായി കൂടെ നിന്ന ഒരാൾ, അയാളൊരു ദൈവമായി മാറി തൻ്റെ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം വിഷമങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം ആവാഹിച്ചെടുത്ത് ചികിത്സ നൽകി
പ്രാണവായുവാണ്, നമ്മുടെ ജീവശ്വാസമാണ്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ താളം. ആ പവിത്രത അന്യൂനമായി നമ്മൾ നടക്കും. എന്തിനാണ് നമ്മളിങ്ങനെ 351 വർഷത്തിന് ശേഷവും അമ്മയുടെ വരവ് കാത്ത് എത്രയോ വർഷങ്ങളായി കാത്തു കൊതിച്ച് ഈ അമോഘമായ സുമുഹൂർത്തത്തിന് വേണ്ടി നിലകൊണ്ടത് എന്നതിന് വർത്തമാനകാലത്ത് ഒരുപാട് ഉത്തരങ്ങളുണ്ട് ആ ചോദ്യത്തിന്. ഇന്നലെ നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലും TV-കളിലുമെല്ലാം വന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ, വളരെ സ്തോഭജനകമായ ആ വാർത്തയിൽ പറയുന്നത്, ഒരു മകൻ തൻ്റെ അമ്മയെ കത്തികൊണ്ട് കുത്തിക്കൊന്നു എന്നാണ്. സ്വന്തം അമ്മയാണ് കുത്തിക്കൊല്ലുന്നത്. എന്നിട്ട് അക്ഷോഭ്യനായി അയാൾ പുറത്തേക്ക് വന്ന്, ഞാൻ എൻ്റെ ഉമ്മയെ കൊന്നിരിക്കുകയാണ് എന്നവൻ പറഞ്ഞിട്ട് ആ സമയത്ത് കൂടിയെന്ന ആളുകളോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. ആ വാചകം, എന്നെ പ്രസവിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ എൻ്റെ മാതാവിന് നൽകിയത് എന്നാണ് പറയുന്നത്. എന്നെ പ്രസവിച്ചതിനുള്ള ശിക്ഷയാണ് എൻ്റെ അമ്മയ്ക്ക് ഞാൻ നൽകിയത് എന്ന് പറയുകയാണ്. ആ പറഞ്ഞ ആ 20-21 വയസ്സുകാരൻ അക്ഷരാഭ്യാസമില്ലാത്തവനോ പഠിക്കാത്തവനോ അല്ല. അവൻ കോളേജ് വിദ്യാഭ്യാസം വരെ നേടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ നിലയിൽ പറയുന്ന ഒരു നിരക്ഷരനൊന്നുമല്ല. നമ്മുടെ ഇന്നത്തെ ഔപചാരികമായ വിദ്യാഭ്യാസത്തിന്റെ ഒരു വലിയ തലത്തിലെത്തിയവനാണ്. അങ്ങനെയുള്ള അവൻ സാക്ഷരനായ ഒരാൾ, അയാൾ ഈ നിഷ്ഠൂരമായ ക്രൗര്യം ചെയ്തതിന് ശേഷമുള്ള ന്യായീകരണമായി പറയുന്നത്, എൻ്റെ മാതൃത്വത്തോടുള്ള പ്രതികാരമാണ് ഞാൻ തീർത്തത് എന്നാണ് എന്ന് വരുമ്പോൾ, നേരത്തെ എന്തിനാണ് ഇത് ആവിഷ്കൃതമാവുന്നത് ഇത്രയും നൂറ്റാണ്ടിന് ശേഷം എന്നതിൻ്റെ ഉത്തരം അതിലുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ തലമുറ അങ്ങനെ ചിന്തിക്കുന്നു? അത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണോ? പെട്ടെന്ന് വാർത്തകളിലൊക്കെ പറയുന്നത് ലഹരിയാണവന് എന്നാണ്. ആ ലഹരിയുടെ അടിമയായിട്ട് അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സാക്ഷരൻ എന്നത് നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മുടെ കേരളത്തെ കുറിച്ച്, ഇവിടെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഉള്ളതുപോലെ തന്നെ പറയണം, മറച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മൾ കേരളം നമ്പർ 1 ആണ്, വളരെ സാക്ഷരതയുള്ളവരാണ് എന്നൊക്കെയാണ് പറയുക. ശരിയാണ്, നമ്മൾക്ക് അക്ഷരാഭ്യാസമുണ്ട്. അങ്ങനെ കൂടുതലുള്ളവർ നമ്മുടെ ഈ കേരളത്തിലാണ് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ വിദ്യാഭ്യാസവും അറിവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അറിവും തിരിച്ചറിവും തമ്മിൽ അതിലേറെ വ്യത്യാസമുണ്ട്. ആ തിരിച്ചറിവിൻ്റെ ഒരു കുറവ് ഇപ്പോൾ പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കുന്നു എന്ന ഒരു വസ്തുതയുമുണ്ട്. കൂടുതൽ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യുമ്പോൾ വളരെ വിദഗ്ധമായി ചെയ്യും എന്ന കാര്യമുണ്ട്. അപകടകരമാണത്. ഒരു പാവപ്പെട്ട അക്ഷരാഭ്യാസം ഒന്നുമില്ലാത്തൊരു കള്ളൻ കക്കുമ്പോൾ അയാളെ പെട്ടെന്ന് പിടിക്കാം. കാരണം ഒരുപാട് തെളിവുകൾ അയാളുടെ ബുദ്ധിമോശം കൊണ്ട് അയാൾ അവിടെ അവശേഷിപ്പിക്കും. പക്ഷെ ബ്രില്യൻ്റായ ഒരാൾ കട്ടാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നന്നായി കുഴങ്ങും. കാരണം അയാൾ ബുദ്ധിപൂർവമാണ് അയാളുടെ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ തെളിവുകൾ അധികം അവശേഷിപ്പിക്കില്ല എന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് സാക്ഷരനായിട്ട് കുറ്റകൃത്യം ചെയ്യുമ്പോൾ അത് കൂടുതൽ അപകടകരമാണ്. അതുകൊണ്ടാണ് പഴയ ആളുകൾ ഇങ്ങനെ പറഞ്ഞത്, സാക്ഷരൻ തലതിരിഞ്ഞാൽ രാക്ഷസനാകും എന്ന്.
സാക്ഷര എന്ന് നമ്മൾ എഴുതിയിട്ട് തിരിച്ചു വായിച്ചാൽ രാക്ഷസ എന്നാണ് കിട്ടുക. അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു സാക്ഷരോ വിപരീതത്വ രാക്ഷസോ ഭവതി ധ്രുവം എന്ന്. മനുഷ്യൻ രാക്ഷസനാകുന്നത് അതിന് കാരണം അക്ഷരാഭ്യാസമില്ലാത്തത് മാത്രമല്ല, ഈ തിരിച്ചറിവിന്റെ കുറവ് കൂടിയാണ്. ബന്ധങ്ങളുടെ മൂല്യങ്ങളുടെ പവിത്രതയുടെ നഷ്ടമാണ്. ആ നഷ്ടത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. മനുഷ്യൻ അനുക്രമമായി അവൻ നേടുന്ന ഈ തിരിച്ചറിവുണ്ട്. മലയാളത്തിലെ പ്രഗത്ഭനായ ഒരു നാടകകൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ പേര് NN പിള്ള എന്നാണ്. മലയാളത്തിലെ ഒരു സിനിമയിൽ അദ്ദേഹം ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ സിനിമ കണ്ടവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അഞ്ഞൂറാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച നടനാണ്. NN പിള്ള പ്രമുഖനായ ഒരു നാടകകൃത്താണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്. അതിന്റെ പേര് ഞാൻ എന്നാണ് ആത്മകഥയുടെ പേര്. ആ ആത്മകഥയുടെ ആദ്യത്തെ വരികളിൽ ഒന്നിൽ അദ്ദേഹം ഒരു വരി എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് 12 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജനിച്ചത് എന്നാണ് ആ വാചകം. പെട്ടെന്ന് നമ്മൾക്ക് ആ വാചകം ഒരു വിചിത്രമായ വാചകമായി തോന്നും. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് 12 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജനിച്ചത് എന്നാണ് അതിൽ പറയുന്നത്. പിന്നീട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ബോധ്യമാകും എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. അദ്ദേഹം അതിൽ പറയുകയാണ്, എനിക്ക് 12 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തിനാണ്, ഞാൻ എങ്ങോട്ടേക്കാണ്, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാണ്. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലുള്ള അനുക്രമമായ വികാസമാണ് തന്റെ ജീവിതം എന്ന് അദ്ദേഹം അടയാളപ്പെടുത്തുകയാണ്. 12 വയസ്സാകുമ്പോഴത്തേക്ക് ഈ തിരിച്ചറിവ് നേടാൻ കഴിയുന്നവരുണ്ട്, നേടിയവരുണ്ട്. അങ്ങനെ നേടിയ ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ടവരെങ്കിലും ചിലർ ഇതില്ലാതെ നമ്മുടെ സമൂഹത്തെ വഴിതെറ്റിച്ച് ആക്രാമികമായി തെറ്റായ വഴിയിലേക്ക് അബദ്ധ സഞ്ചരണത്തിലൂടെ കൊണ്ടു നടത്തുന്നു എന്ന അപകടവും നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ നമ്മുടെ ഈ അമ്മ എന്ന് പറയുന്ന മഹത്തരമായ സങ്കല്പം ശങ്കരാചാര്യരുടെ വളരെ പ്രശസ്തമായ ഒരു മാതൃപഞ്ചകം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. 5 ശ്ലോകങ്ങളെ അതിലുള്ളൂ. പക്ഷെ 5 ശ്ലോകങ്ങൾ ഒരമ്മ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നത് വരെയുള്ള ആ അമ്മ അനുഭവിക്കുന്ന ആ കഷ്ടപ്പാടിന്റെയും വേദനയുടെയും എല്ലാം കഥയതിൽ വളരെ വിശദമായി ചുരുങ്ങിയ വാക്കുകളിൽ ശങ്കരാചാര്യർ വൈകാരികമായി ഹൃദയസ്പർശിയായി അതിൽ പറയുകയാണ്. അപ്പൊ അത് നമ്മുടെ ഈ ആചാര്യന്മാരൊക്കെ ഈ ഒരു കാഴ്ചപ്പാടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയത്. മറ്റൊരു ആചാര്യനുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹം അതിൻ്റെ അങ്ങേത്തലയിൽ ഈ മാതൃത്വത്തെ കണ്ടു. അദ്ദേഹം വിവാഹം ചെയ്ത ശാരദാ ദേവിയെ അദ്ദേഹം അമ്മേ എന്നാണ് വിളിച്ചത്. അതതിൻ്റെ ഏറ്റവും പരമകാഷ്ഠയാണ്. എല്ലാത്തിലും അമ്മയെ കാണുന്ന, മാതൃത്വത്തെ കാണുന്ന ആ ഒരു മഹത്തരമായ കാഴ്ചപ്പാടാണ് അവിടെ ഉത്ഭൂതമാകുന്നത്. അമ്മ എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ ഒരു കാഴ്ചപ്പാട് വളർന്നു വരേണ്ടതാണ്. കാരണം ഒരിക്കൽ ഒരമ്മയും മകനും കൂടി വീട്ടിലേക്ക് വരികയാണ്. അമ്മ ജോലി കഴിഞ്ഞ് വരികയാണ്, മകൻ സ്കൂൾ വിട്ട് വരികയാണ്. അമ്മയ്ക്ക് മകനും മകൻ അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ നേരത്തെ മരിച്ചുപോയതാണ്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അമ്മയും മകനുമാണ്. അപ്പൊ അമ്മ ഇങ്ങനെ പണി കഴിഞ്ഞു വരും, മകൻ സ്കൂൾ വിട്ട് വരും. മകൻ അമ്മയെയും കാത്ത് തോണിക്കടവിൽ നിൽക്കും. ആ തോണിക്കടവിൽ നിന്ന് ഒരു 6 മണിയോടുകൂടി തോണിയിൽ കയറി അവരിങ്ങനെ ഇക്കരെയാണ് അവരുടെ വീട്.
തോണിയിൽ അവസാനത്തെ തോണിയാണ്, അവസാനത്തെ വണ്ടി എന്നൊക്കെ പറയുന്ന പോലെ തോണിയുടെ അവസാനത്തെ ട്രിപ്പാണ്. അതിൽ ഈ രണ്ടുപേരെ ഉണ്ടാകാറുള്ളൂ പലപ്പോഴും. അപ്പൊ അങ്ങനെ ഈ രണ്ടുപേരും തോണിയിൽ ഇങ്ങനെ വരുമ്പോ പെട്ടെന്ന് നടുവിലെത്തിയപ്പോ, പുഴയുടെ നടുവിലെത്തിയപ്പോ പെട്ടെന്നൊരു ഇടിവെട്ടി, കാറ്റടിച്ചു, ചന്നംപിന്നം മഴ പെയ്യുകയാണ്. കാറ്റിൽ തോണി നന്നായി ആടി ഉലയുകയാണ്. തോണിക്കാരൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അല്പം പതർച്ചയോടുകൂടി തോണിക്കാരൻ പറഞ്ഞു അവരോട്, കാറ്റ് നല്ലോണം അടിക്കുന്നുണ്ട്, തോണി വല്ലാതെ ചെരിയുന്നുണ്ട്, മുറുക്കെ പിടിച്ചോ എന്ന് പറഞ്ഞു. കേട്ട ഉടനെ അമ്മ മകനോട് പറഞ്ഞു, നീ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചോ എന്ന്. പെട്ടെന്ന് മകൻ 10-12 വയസ്സുള്ള 7ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ അമ്മയോട് പറഞ്ഞു, അത് വേണ്ടമ്മേ, അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചോ എന്ന് പറഞ്ഞു. മകൻ അത് പറഞ്ഞത് കേട്ടപ്പോ പെട്ടെന്ന് അവനോട് ചോദിച്ചു, അത് രണ്ടും ഒരുപോലെയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മകൻ പറഞ്ഞത്, അല്ലമ്മേ, ഒരുപോലെയല്ല. അഥവാ കാറ്റത്ത് ഈ തോണി മറിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ഞാൻ അമ്മയുടെ കൈയാണ് പിടിച്ചതെങ്കിൽ എൻ്റെ പിടുത്തം പെട്ടെന്ന് വിട്ടുപോകും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, അമ്മ എൻ്റെ കയ്യിലാണ് പിടിച്ചതെങ്കിൽ വെള്ളത്തിൽ വീണ് വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നു പോകുമ്പോഴും അമ്മയുടെ ശരീരത്തിൽ പ്രാണന്റെ ഒരംശമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ച പിടുത്തം വിടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന്. അതാണ് അമ്മ, അതാണ് അമ്മയുടെ കരുതൽ, അതാണ് അമ്മയുടെ സ്നേഹം. അമ്മ എന്ന വൈകാരിക അനുഭൂതി എന്ന് പറയുന്നത് മുലപ്പാലിലൂടെ നമ്മൾ നുകർന്നെടുത്ത മാതൃദുഗ്ധത്തിന്റെ കരുത്ത് എന്ന് പകരുന്നത് അതാണ്. ആ അമ്മയുടെ സ്നേഹത്തിന്റെ, അമ്മയുടെ കരുതലിന്റെ, അമ്മയുടെ ത്യാഗത്തിന്റെ പ്രതീകമായി നമ്മുടെ ശരീരത്തിൽ ഒരു സർജറിക്കും മാറ്റാൻ കഴിയാത്ത ഒരടയാളം അമ്മ തന്നിട്ടുണ്ട്. അത് നമ്മുടെ അടിവയറിലെ പൊക്കിൾ കൊടിയാണ്. ആ പൊക്കിൾ കൊടിയിലാണ് 10 മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ പ്രേമ നിർവിശേഷത്തോടുകൂടി അമ്മ പകർന്ന് ചൊരിഞ്ഞു നൽകിയ പ്രാണവായുവും നമ്മുടെ ഊർജവും നമ്മുടെ ആഹാരവും എല്ലാം അമ്മ നൽകിയത് ആ പൊക്കിൾ കൊടിയിലൂടെയാണ് നൽകിയത്. ആ അടയാളം നമ്മുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ഒരു മകന് എങ്ങനെയാണ് തൻ്റെ അമ്മയുടെ മാറിടത്തിലേക്ക് കത്തികുത്തി ഇറക്കാൻ സാധിക്കുന്നത്, അമ്മയെ ചവിട്ടാൻ സാധിക്കുന്നത്, തൊഴിക്കാൻ സാധിക്കുന്നത്, അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുന്നത്, അനാഥാലയങ്ങളിലേക്ക് തള്ളിവിടാൻ സാധിക്കുന്നത്, അമ്മയെ ഉപദ്രവിക്കാൻ സാധിക്കുന്നത് എന്ന് തൻ്റെ ശരീരത്തിലെ അടയാളം അവശേഷിക്കുന്ന കാലത്തോളം എങ്ങനെയാണത് സാധിക്കുന്നത് എന്നത് ചിന്തിക്കുമ്പോഴാണ് ഈ അമ്മയെ ദൈവമായി കാണുന്ന ഈ മഹത്തരമായ നമ്മുടെ ധർമ്മത്തിന്റെ സവിശേഷതയുടെ പവിത്രത നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. പഴയൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന് വളരെ തിരക്കായതുകൊണ്ട് എല്ലാ വീട്ടിലും എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ടാണ് ദൈവം തന്റെ പ്രതീതിയായ ഓരോ വീട്ടിലും അമ്മയെ അയച്ചത് എന്ന്. അങ്ങനെ ഓരോ വീട്ടിലും അയച്ച അമ്മയുടെ പ്രതീതിയായാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അമ്മ ഈശ്വരിയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്, അമ്മ പ്രകൃതീശ്വരിയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താണ്, അമ്മ മായയാണ്, മഹാമായയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്, അമ്മ കരുതലും അതുപോലെ സർവസംഹാര കരുത്തുള്ളവളാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്, അമ്മ വിദ്യയുടെ അതിദേവതയായ സരസ്വതിയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്, ദുഷ്ടേന ഇത് നിഗ്രഹ എന്ന് പറയുന്ന ദുർഗയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്, സകല സമ്പത്തിന്റെയും അധിനായകയായിട്ടുള്ള മഹാലക്ഷ്മിയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ പൂർവികന്മാർ ഇത്തരം ഭഗവതിമാരെ നമ്മുടെ മുമ്പിൽ ദേവചൈതന്യമായി വരവിളിയോടുകൂടി അവതരിപ്പിച്ചത്. അടുത്തു ചെല്ലുന്ന ഭക്തരോട് അമ്മ പറയുന്നു, बाय द वे म्यूचुअल फंड ले लिया मैंने। सही किया, रिटर्न्स अच्छे थे। और क्या ही फर्क पड़ता है? फर्क पड़ता है क्योंकि फर्क है, सिर्फ रिटर्न्स ही नहीं, इन्वेस्टमेंट फिलॉसफी देख, इन्वेस्टमेंट टीम देख, ब्रांड की हिस्ट्री देख,
सब देखेगा तभी तो फर्क दिखेगा। सिर्फ एक चीज नहीं, पूरी पिक्चर देखो। इन्वेस्टमेंट फिलॉसफी से लेकर अटल विश्वास तक, आसान प्रोसेस से लेकर ट्रांसपेरेंट सर्विस तक, हर चीज में आप फर्क पाएंगे। बजाज फिनसर्व म्यूचुअल फंड, फर्क है। म्यूचुअल फंड निवेश बाजार के जोखिमों के अधीन है। योजना से जुड़े सभी दस्तावेजों को ध्यान से पढ़ें। പഴയ കാലത്ത് പല രോഗങ്ങൾ കൊണ്ട് വലയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അടുത്ത് എന്നാൽ വന്നിരിക്കുന്ന ആ എല്ലാ മഹാമാരിയും മാറ്റാൻ വേണ്ടി അമ്മയുണ്ട്. അമ്മയുടെ അനുഗ്രഹ വർഷമുണ്ട്. അത് മഹൌഷധിയായും തെന്നുന്തിരി മൂർത്തിയായും ഇടവും വലവും നിന്ന് തന്നെ സംരക്ഷിച്ചോളുമെന്ന ആ ഉറപ്പ് നൽകുന്ന ആത്മവിശ്വാസത്തിന്റെ ഒരു ആത്മബലത്തിന്റെ ഒരു പരിചയുണ്ട്. ആ പരിചയാണ്, ആ ആത്മബലമാണ് ഒരു കൊല്ലത്തേക്ക് ജീവിക്കാൻ ആ അമ്മ പകർന്നു നൽകുന്ന കരുത്തായി അവന്റെ ഉള്ളിൽ ഉറഞ്ഞെരിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെറുതെയല്ല. നമ്മുടെ പൂർവികന്മാർ ഇത് നമുക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. ഒരു കാവിൽ തിറയാടുമ്പോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ ഇത്തരം കളിയാട്ടം നടക്കുമ്പോ, പണ്ട് കാവുകളായിരുന്നു കൂടുതൽ. തീർച്ചയായും ഇവിടെയും പണ്ട് കാവ് തന്നെയായിരിക്കും. കാവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കാക്കുന്നത് എന്നാണ് അതിനർത്ഥം. അവിടെ ധാരാളം മരങ്ങൾ ഉണ്ടാവും. അവിടെ സസ്യലതാദികളും പക്ഷി മൃഗാദികളും ഉണ്ടാവും. അവിടെ പ്രകൃതി അങ്ങനെ തുടിച്ചു നിൽക്കുന്നുണ്ട്. അതിന്റെ വളർച്ചയുണ്ട്. അതൊരു കാട് പോലെ അങ്ങനെ ഒരു കാവായി അങ്ങനെ നിൽക്കുകയാണ്. അതിലെല്ലാ ജീവജാലങ്ങളും അടുത്തടുത്തുണ്ടാവും. ഇവിടെ അങ്ങനെ ഒരിക്കൽ ദേവിയുടെ സന്നിധിയിൽ ചിലർ വന്നു നോക്കുമ്പോ പശുവിനെയും അതുപോലെ തന്നെ നരിയെയും ഒരുമിച്ചിരിക്കുന്നത് കണ്ടു എന്നൊക്കെ ഐതിഹ്യം ഇവിടെയുണ്ട് എന്ന് കേട്ടു. അതൊരു വളരെ പ്രതീകാത്മകമായൊരു ചിത്രണമാണ്. പശുവും നരിയും ഒരുമിച്ചിരിക്കുക എന്നുള്ളത് ദേവസന്നിധിയിൽ അതൊക്കെ സ്വാഭാവികമാണ്. കൊല്ലുന്നതും തിന്നുന്നതും അടുത്തിരിക്കും. മഹാസന്നിധിയിൽ അങ്ങനെ ഉണ്ടാകും. ശിവന്റെ അടുത്ത് കാണുന്നുണ്ടല്ലോ, ശിവന്റെ വാഹനമുണ്ട് ഗണപതി. ശിവന്റെ മകനുണ്ട് ഗണപതി. ഗണപതിയുടെ വാഹനം ഒരു എലിയാണ്. സുബ്രഹ്മണ്യന്റെ വാഹനം ഒരു മയിലാണ്. ശിവഭഗവാന്റെ വാഹനം അതൊരു കാളയും ദേവിയുടേത് ഒരു സിംഹവുമാണ്. അപ്പൊ ഇതെല്ലാം ചേർന്ന് ശിവന്റെ ശരീരത്തിലാകെ കഴുത്തിലും തലയിലുമെല്ലാം ധാരാളം പാമ്പുകളുണ്ട്. പന്നക വിഭൂഷണൻ എന്ന് പറയല്ലോ, നാഗഭൂഷണൻ എന്ന്. ഇവരൊരു ഫാമിലി ആയിട്ട് ടൂറെല്ലാം കഴിഞ്ഞിട്ട് പുറത്തു പോയിട്ട് തിരിച്ചു വന്ന് കൈലാസത്തിലേക്ക് കയറുമ്പോ ശിവന്റെ ശരീരത്തിലെ പാമ്പിനെയൊക്കെ അവിടെ അഴിച്ചു വെച്ച് വാഹനങ്ങളൊക്കെ എല്ലാവരും അവിടെ പാർക്ക് ചെയ്ത് അകത്ത് കയറിയാൽ പിറ്റേന്ന് തിരിച്ചു വരുമ്പോൾ ഏതൊക്കെ ജീവികൾ ബാക്കിയുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം അതിൽ പലതും പരസ്പരം കൊല്ലുകയും തിന്നുകയും ചെയ്യുന്നത് തന്നെയാണ്. എലിയെ തിന്നുന്ന പാമ്പും പാമ്പിനെ തിന്നുന്ന മയിലും കാളയെ തിന്നുന്ന സിംഹവും എല്ലാം ചേർന്നൊരു കുടുംബമായി അവിടെ കഴിയുന്നു എന്ന് പറയുമ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ: സ്നേഹിച്ചാൽ, സഹകരിച്ചാൽ, വിട്ടുവീഴ്ച ചെയ്താൽ ആദി കുടുംബത്തിന്റെ അതിനാഥനായ ശിവഭഗവാൻ നമ്മളോട് പറയുന്നത് നമുക്കൊരു കുടുംബമായി, മാതൃകാ കുടുംബമായി വിട്ടുവീഴ്ച ചെയ്താൽ നമുക്ക് മാറാം എന്നാണ് ശിവകുടുംബം നമ്മളോട് പറയുന്നത്. ആ പറയുന്നതിന്റെ തത്വം അതാണ്. മഹാസന്നിധിയിൽ കൊല്ലുന്നതും തിന്നതും ഒരുമയോടെ കഴിയുമെന്നാണ്. ഇവിടെ അങ്ങനെ കഴിഞ്ഞു എന്നാണ്. ഇതൊരു മഹാസന്നിധി ആയതുകൊണ്ടാണ് അങ്ങനെ കഴിഞ്ഞത് എന്ന് സാരം. സ്വാഭാവികമായും അവിടെ എല്ലാവരും ചേർന്നാണ് ഇത്തരം ഉത്സവങ്ങളൊക്കെ നടത്തുന്നത്. കാവില്, ആ കാവ് എന്നത് അത് പ്രകൃതിയുടെ എല്ലാവരെയും രക്ഷിക്കുന്ന ഒന്നാണ്. നമ്മുടെ പരിസ്ഥിതിയെ, അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തെ, നമ്മുടെ വായുവിനെ, ഇതൊക്കെ. ചില സ്ഥലത്ത് പക്ഷെ ദൗർഭാഗ്യകരമായി ഇപ്പോൾ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാവുകളിലെ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് വലിയ വലിയ വാർപ്പ് കെട്ടിടങ്ങൾ അവിടെ എടുക്കുകയാണ്. കമ്മിറ്റി ആഫീസ് വേണ്ടെന്നല്ല, വലിയ ഓഡിറ്റോറിയങ്ങൾ, അന്നദാന മണ്ഡപങ്ങൾ, വലിയ വാർപ്പ കെട്ടിടങ്ങളൊക്കെ എടുത്ത് മരങ്ങളെല്ലാം മുറിച്ച് കെട്ടിടങ്ങൾ വരികയാണ്. ഒരു കാര്യമേ അത്തരം ആളുകളോട് പറയാനുള്ളൂ:
ഈ തെയ്യം എന്ന് പറയുന്നത്, നമ്മുടെ അമ്മ എന്ന് പറയുന്നത്, ഭഗവതി എന്ന് പറയുന്നത്, ഇവിടെ അരങ്ങേറുന്ന ഭഗവതിമാരും നമ്മുടെ ചാമുണ്ടിയും നമ്മുടെ ദേവഗണവും 39 ദൈവങ്ങളും, ആ ദൈവങ്ങളുടെ മുഖത്തെഴുത്തുകൾ, ആ ദൈവങ്ങളുടെ അണിയലങ്ങൾ, ആ ദൈവങ്ങളുടെ ആടയാഭരണങ്ങൾ, ആ ദൈവങ്ങൾക്ക് അണിയിക്കുന്ന പ്രകൃതിയിൽ നിന്നും സ്വരുക്കൂട്ടിയെടുക്കുന്ന ചമയങ്ങൾ, അവയെല്ലാം അണിഞ്ഞ് ദൈവം നിൽക്കുമ്പോൾ ആ ദൈവത്തിന്റെ പിറകിൽ മരങ്ങളുടെയും വള്ളിപ്പടർപ്പുകളുടെയും പൂക്കളുടെയും തണലും ചേർന്നാൽ ആ ദൈവത്തിനെ കാണാനുള്ളൊരു ഭംഗി, ആ ദൈവത്തിന്റെ ദൈവികത, അതിന്റെ പരിവേഷം എത്ര ദിവ്യമായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ആ ദൈവം ഇറങ്ങുന്ന ഒരു തണലത്താണ്, ആ തണലത്തിന്റെ പശ്ചാത്തലത്തിൽ പച്ചപ്പുണ്ട്, വള്ളിപ്പടർപ്പുകളും മരങ്ങളുമുണ്ട്. അതിന്റെ തണലും ശീതളിമയും കുളിർമയും ഉള്ളിടത്ത് ഈ അമ്മ ഭഗവതി ഇറങ്ങി നിന്നാൽ കാണുമ്പോ ആ രൂപം എങ്ങനെയായിരിക്കും എന്നും, ആ ദൈവം വെയിലത്ത്, നട്ട വെയിലത്താണ് ഇറങ്ങുന്നത്, അങ്ങനെ ഒരു തണലും അവിടെ ഇല്ലാത്തയിടത്താണ് അമ്മ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യാസം എത്ര വലുതാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ, ഈ പശ്ചാത്തലത്തിന് സൗകര്യപ്രദമായ രീതിയിലാണ് ഈ അമ്മയുടെ എല്ലാ തരത്തിലുള്ള വേഷവിധാനങ്ങളും അണിയലങ്ങളും ഒരുക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് പറയുന്നത് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. അതിന്റെ എല്ലാ വളർച്ചയും വികാസവും അതിനെ ഇല്ലാതാക്കി കെടുത്തിയിട്ട് പാടേ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഏറ്റവും ഹിന്ദു സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ടവർ ഒരുമിച്ച് ചേർന്നാണ് ഇത് നടത്തുന്നത്. എല്ലാ ജാതികൾക്കും അവിടെ പങ്കുണ്ട്, എല്ലാ വിഭാഗങ്ങൾക്കും അവിടെ പങ്കുണ്ട്. ആരാണ് തെയ്യം കിട്ടുന്നത്? അല്ലെങ്കിൽ ആരാണ് അമ്മയായി വരുന്നത്? ആരാണ് ചാമുണ്ടിയായും വിഷ്ണുമൂർത്തിയായും ഒക്കെ വരുന്നത്? അങ്ങനെ വരുന്നവര് അവരെ വരവിളിയായിട്ട് അവരൊരു കൊടിയിലയിലോ അല്ലെങ്കിൽ ഒരു വാളിലോ അല്ലെങ്കിൽ ഒരു പീഠത്തിലോ ഒക്കെ ഉള്ള ചൈതന്യത്തെ ആവാഹിച്ച് വ്രതനിഷ്ഠനായിട്ട് ഇതിനു വേണ്ടി ഒരുക്കം കൂട്ടി മാസങ്ങളായി അല്ലെങ്കിൽ ദിവസങ്ങളായി തയ്യാറെടുക്കുന്ന തൻ്റെ ഭൗതിക ശരീരത്തിലേക്ക് ഈ ദൈവികതയുടെ അംശത്തെ, മന്ത്രമൂർത്തിയെ ഈ വരവിളിയായി ആവാഹിച്ച് മെല്ലെ മനുഷ്യനായ തൻ്റെ ഉള്ളിലേക്ക് ഈ ദൈവിക ചൈതന്യത്തെ അങ്ങനെ ഇറക്കിക്കൊണ്ടുവന്ന് അയാൾ ഒരു ദേവനായി, ഈശ്വരനായി മാറുന്നതിനിടയിൽ നടക്കുന്ന ഒരു വലിയ ഭാവമാറ്റമുണ്ട്. ആ ഭാവമാറ്റം മനുഷ്യൻ ഈശ്വരനായി മാറുന്ന ഒരു ഭാവമാറ്റമാണ്. അതൊരു വലിയ തത്വത്തിന്റെ ആവിഷ്കാരമാണ്. ആ തത്വം എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ തത്വം തന്നെയാണ്. ആ തത്വം നമ്മുടെ മഹാവേദങ്ങളിൽ പറയുന്ന തത്വമാണ്. ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും അഥർവേദത്തിലും എല്ലാം അത് പറയുന്നുണ്ട്. അതൊരു മഹാവാക്യമായാണ് പറയുന്നത്. ആ മഹാവാക്യം, ആ വാക്യത്തിന്റെ എല്ലാം അർത്ഥം ഏകദേശം ഒന്നാണ്. അത് സാമവേദത്തിലെ ഛാന്തോഗ്യോപനിഷത്തിലെ ഒരു മഹാവാക്യം തത്വമസി എന്നുള്ളതാണ്. തത്വമസി എന്നുള്ളതാണ്. ആ തത്വമസിയാണ് ഇവിടെ ഉറഞ്ഞാടുമ്പോൾ ആവിഷ്കരമാകുന്ന തത്വം എന്ന് പറയുന്നത്. ശബരിമലയിൽ നമ്മൾ പോകുമ്പോ പൊന്നു 18-ാം പടി കയറിയാൽ അവിടെ ധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിന്റെ തൊട്ട് മുമ്പിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി എന്ന്. ആ തത്വമസി എന്ന് പറഞ്ഞാൽ, തത്ത് എന്ന് പറഞ്ഞാൽ അത് എന്നാണ് അർത്ഥം. അത് ഏത്? അത് ഈ പ്രപഞ്ചം മുഴുവനും വെള്ളിലെണ്ണ പോലെ വ്യാപിച്ചു നിൽക്കുന്ന ഈശ്വര ചൈതന്യം എന്നാണത്. അത് എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മ ചൈതന്യം എന്നാണ്, ഈശ്വര ചൈതന്യം എന്നാണ്. അത് തത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ത്വം എന്ന് പറഞ്ഞാൽ നീ എന്നാണ്. അസി എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. തത്വം അസി എന്ന് പറഞ്ഞാൽ അത് നീ ആകുന്നു എന്നാണ്. ഏത്? ഇത്. ഈ പ്രപഞ്ചത്തിലെല്ലാം ഉള്ള ഈശ്വരൻ അത് നീയാകുന്നു എന്നാണ്. അതാണ് തത്വം. അപ്പൊ അതുകൊണ്ട് ആ തത്വം അല്ലാതെ ചില ആളുകൾ പറയുന്ന പോലെ ദൈവം എവിടെയോ മേലെ എവിടെയോ ആണ്, സ്വർഗത്തിൽ എവിടെ കിടക്കുകയാണ്, അല്ലെങ്കിൽ അതിനപ്പുറത്ത് എവിടെയോ കിടക്കുകയാണ് എന്നല്ല. നേരെ മറിച്ച് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ നിലീനമായ ചൈതന്യം എന്ന് പറയുന്നത് ഈ പരബ്രഹ്മത്തിന്റെ പ്രതീകമായ, ഈ ബ്രഹ്മാണ്ടത്തിന്റെ പ്രതീകമാണ്. പിണ്ടാണ്ടം എന്ന് വിളിക്കുന്ന മനുഷ്യനും എന്നു തന്നെയാണ്. ഈ സമഷ്ടിയുടെ പ്രതീകമാണ് ഈ വ്യഷ്ടി അഥവാ വ്യക്തി, മനുഷ്യൻ എന്ന് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ പ്രതീകം തന്നെയാണ് ഓരോ മനുഷ്യനും എന്ന് തന്നെയാണ്. ആ മനുഷ്യന്റെ ഉള്ളിലെല്ലാം ഉള്ളത് ഈശ്വര ചൈതന്യം തന്നെയാണ് എന്നാണ്. ആ ചൈതന്യത്തെ ഉണർത്തിയെടുക്കാൻ ഓരോരുത്തർക്കും കഴിയുമെന്നാണ്. മനുഷ്യന് ഈശ്വരനായി ദേവത്വത്തിലേക്ക് ഉയരാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ
ദർശനം നമ്മളെ പഠിപ്പിക്കുന്നത്. ശിവം ഭൂത്വാ ശിവം വിജയത്. ശിവനെ ഭജിച്ചാൽ ശിവനായി തന്നെ മാറാമെന്നാണ്. നമുക്കതിനുള്ള കഴിവുണ്ട്. നമ്മുടെ ദർശനത്തിന് അതിന് കഴിവുള്ള പദ്ധതിയുണ്ട്. അതിനുള്ള മഹാ അറിവുകൾ ഇവിടെയുണ്ട്. അതിനുള്ള വ്യവസ്ഥകൾ ഇവിടെയുണ്ട് എന്നാണ് പറയുന്നത്. അതിനെ ഒന്ന് പാവപ്പെട്ട സാധാരണക്കാരായ ഗ്രാമീണരായ ആളുകൾ, നമുക്കറിയാലോ പഴയ കാലത്ത് ഗ്രാമങ്ങളിലൊക്കെ വളരെ നിഷ്കളങ്കരായ ആളുകൾ, അവർക്ക് ഈ വലിയ തോതിലുള്ള മഹാഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഷഡ്ദർശനങ്ങൾ, അതൊന്നും പഠിച്ചു പറഞ്ഞിട്ട് പുരാണങ്ങൾ, അതിലെ തത്വങ്ങളൊന്നും ഗ്രഹിക്കാൻ അവർക്ക് കഴിയില്ല. പക്ഷെ അത് ഗ്രഹിച്ച ആളുകൾ ആ തത്വത്തെ കുറെ കൂടി പ്രതീകാത്മകമാക്കി മാറ്റി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ തത്വത്തെ ആവിഷ്കരിക്കാൻ വേണ്ടി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാവരും ചേർന്ന് ഈ തത്വത്തെ സാധാരണക്കാരായ ആളുകളുടെ ഉള്ളിലേക്ക് ഒരു ആവാഹിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കി. ആ സംവിധാനത്തെയാണ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഇപ്പൊ ആവിഷ്കരിക്കുന്ന നമ്മുടെ ഈ മലബാറിലൊക്കെ നമ്മൾ സാധാരണമായി കാണുന്ന തെയ്യമായും തെറിയായും ദൈവക്കോലമായും എല്ലാം ആവിഷ്കൃതമാകുന്നത് എന്നാണ് യാഥാർത്ഥ്യം. പ്രശ്നം അതാണ്, എത്രയേ ഉള്ളൂ. ഇത് തത്വമസിയുടെ ഒരു ആവിഷ്കാരമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഒരു തെയ്യം കോലം നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിനടുത്തൊരു മുസ്ലിം വീടുണ്ട്. ആ മുസ്ലിം വീട്ടിലുള്ള ഒരാള് അയാൾ ഈ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, തെയ്യം കാണാനൊക്കെ അവിടെ വന്നു. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് വന്ന ആള് കണ്ടൊരു കാര്യം, തിറ കെട്ടുന്ന ആള്, അയാള് ഈ തറ കെട്ടുന്നതിന് മുമ്പ് അവിടെയുള്ള എല്ലാവരെയും വന്ന് തൊഴുത് വന്നിച്ച് കാല് തൊട്ട് നമസ്കരിക്കുകയാണ്. എല്ലാവരെയും വന്ദിക്കുകയാണ്. ചില സ്ഥാനങ്ങളിലൊക്കെ ഉള്ളവരെ നന്നായി വന്ദിക്കുകയാണ്. മേലായിപ്പടി എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. സമൂഹത്തിൽ ഉയർന്ന സമുദായത്തിൽപ്പെട്ട അവരെ അവിടെ ഇരിക്കുക, അവിടെ പോയി നന്നായി തൊഴുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും തൊഴുത് വന്നതിന് ശേഷം അയാൾ പിന്നെ ആ തെയ്യക്കോലം കെട്ടുന്ന സ്ഥലത്തേക്ക് പോയി ഒരു അരമുക്കാൽ മണിക്കൂർ, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു വരവാണ്. ആ വരവ് വരുമ്പോ നേരത്തെ ആരെയാണോ അദ്ദേഹം തൊഴുന്നത് അവര് മുഴുവൻ എഴുന്നേറ്റ് നിന്നിട്ട് ഈ തെയ്യത്തെ അങ്ങനെ ദൈവമായി കണ്ട്, ദൈവത്തിന്റെ തൽഭവമാണ് തെയ്യം, തെയ്യത്തെ എല്ലാവരും തൊഴുകയാണ്. ഇത് കണ്ടപ്പോ ആ മുസ്ലിം പറഞ്ഞു എന്ന് നമ്മളെ കാരണവന്മാർ പറയുന്ന കേട്ടാണ് ഞാൻ. രണ്ടും കണ്ട് ഞമ്മ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ രണ്ടും കണ്ട് ഞമ്മ എന്ന് പറയുന്ന 3 വാക്കിൽ അദ്ദേഹത്തിന്റെ അത്ഭുതം മുഴുവനുണ്ട്. ആ രണ്ടെന്താണ്? നേരത്തെ ഇദ്ദേഹം മറ്റുള്ളവരെ പോയി തൊഴുതു, ഇപ്പൊ അവരെല്ലാവരും ഇദ്ദേഹത്തെ തൊടുന്നു. ഇത് രണ്ടും ഞാൻ കണ്ടു എന്നാണ്. ആ രണ്ടും കാണുന്നതിനിടയിൽ സംഭവിച്ച ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ ദൈവമായി മാറിയ അത്ഭുത പ്രതിഭാസമാണ് അവിടെ നടക്കുന്നത്. അതിലൂടെ ഏതൊരു മനുഷ്യനും ദൈവമായി മാറാൻ സാധിക്കുമെന്ന ഒരു വലിയ തത്വത്തിന്റെ മഹത്തരമായ ആവിഷ്കാരം തന്നെയാണ് അവിടെ നടന്നത്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ വളരെ വളരെ ന്യൂനപക്ഷം എന്ന് വിശേഷിപ്പിക്കാവുന്ന, ഒരുപക്ഷെ ഈ പ്രദേശത്തൊക്കെ എത്ര വീടുകൾ എനിക്കുണ്ട് ആ സമൂഹത്തിന്റെ എന്ന് എനിക്കറിയില്ല, ഈ മൊഗൈർ എന്ന് പറയുന്ന വിഭാഗത്തിന് വളരെ ചുരുക്കമായിരിക്കും. ഏതായാലും എൻ്റെ ജനനം, ഞാൻ ജനിച്ചത് ഇതുപോലൊരു മൊഗൈർ കാവിനടുത്തുള്ള അതിരിട്ട് നിൽക്കുന്ന ഒരു പറമ്പിലായിരുന്നു എൻ്റെ തറവാട് വീട്. അവിടെയാണ് ഞാൻ ജനിച്ചത്. അവിടെ ഒരു മൊഗൈർ കാവുണ്ട്. ആ കാവിൻ്റെ പരിസരത്ത് ഉള്ളത് ആകെ ഒരു 4-5 ഈ സമുദായത്തിൽപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. ആ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ വന്നാൽ നടത്തുന്നത്. മാത്രമല്ല അവിടെയുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ചേർന്നാണ് ആ ഉത്സവം മുടങ്ങാതെ ഇതുവരെയും കഴിഞ്ഞ വർഷം വരെ ഗംഭീരമായിട്ട് നടത്തി. അങ്ങനെ നമ്മുടെ ദേവി, നമ്മൾ വിശ്വസിക്കുന്നു, ആര്യദേശത്ത് നിന്ന് വന്ന്, കഥയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, കപ്പൽ കയറി വന്ന് ഇവിടെയുള്ള ആ കാവുകളിലൊക്കെ ചൈതന്യം കുടിയിരുത്തി നമ്മുടെ ഈ വിശിഷ്ടമായ ഭൂമിയിലും ഇവിടെയും വന്ന് ആ ചൈതന്യത്തെ അനുഗ്രഹ വർഷമായി നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. നമുക്കൊരു സൗഭാഗ്യമുണ്ടായി. സാധാരണ ഒരു ചൊല്ല് പറയാറുണ്ട്, ചരിത്രം നിർമ്മിക്കുന്നവർക്ക് ചരിത്രം നിർമ്മിക്കുകയാണെന്ന് അറിയില്ല, അവരിതിൻ്റെ ഭാഗമായി കൂടെ അങ്ങ് ലയിച്ചു ചേർന്നുകൊണ്ട് അതവർക്ക് മനസ്സിലാവില്ല എന്ന്. ഈ കമ്മിറ്റിയുടെ ആളുകൾ, ഇതിൻ്റെ കളിയാട്ടത്തിൻ്റെ നേതൃസ്ഥാനത്തുള്ളവർ, അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നവർ, ഇപ്പൊ എത്രയോ ദിവസങ്ങളായി അടുക്കളയിൽ അവിടുത്തെ ചൂടും വെയിലും പുകയും എല്ലാം കൊണ്ടുകൊണ്ട് കണ്ണീരും വിയർപ്പുമായിട്ട് കഴിയുന്ന മനുഷ്യരുണ്ട്. അവർ വന്ന സമയത്തുള്ള നിറത്തോടുകൂടിയല്ല, ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു പോകാമെന്ന് ഉറപ്പാണ്. പക്ഷേ അങ്ങനെ അവർ കഷ്ടപ്പെടുകയാണ്. അവരുടെ എല്ലാം ഉള്ളിൽ തങ്ങൾ ചെയ്യുന്ന മഹത്തരമായ കാര്യത്തിന്റെ കൃതകൃത്യത എത്ര ചാരിതാർത്ഥ്യജനകമാണ് എന്ന് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ബോധ്യമുണ്ട്.
ഓരോരുത്തരും അതിൻ്റെ അരങ്ങിലും അണിയറയിലും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഒരു വലിയ നൂറ്റാണ്ട് കാലത്തെ ഒരു കൃത്യവിലോപത്തിന് അഥവാ ചരിത്രത്തിലെ വലിയ തെറ്റുകൾക്ക് ആ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് എൻ്റെ മുത്തച്ഛന്മാർക്ക് പോലും കഴിയാത്തത് ഇതാ ഞങ്ങൾ ചെയ്യുകയാണ് എന്ന വിനീത ഭക്തിയോടുകൂടിയാണ് മഹത്തരമായി കൃത്യം ചെയ്യുന്നത് എന്നും ഈ കൃത്യം ചെയ്യുന്നവർ നാളെ ചരിത്രത്തിൽ സുവർണ ലിപികൾ രേഖപ്പെടുത്തേണ്ടുന്ന ഒരു മഹത്തരമായ ചരിത്രമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വളരെ വളരെ പ്രധാനമാണ്. ഈ വേദിയിലിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ അവരൊക്കെ ഇതിലെ കാഴ്ചക്കാരായോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നവരാണ്. പക്ഷേ ഒരു 10-15 വർഷക്കാലമായി ഇതിനുവേണ്ടി കാത്തുകൊതിച്ച് പ്രാർത്ഥനാപൂർവം ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ജീവിതം തന്നെ ഇതിനു വേണ്ടി കൊടുത്തവരുണ്ട്, സ്വപ്നങ്ങൾ ഇതിനു വേണ്ടി ചാലിച്ചവരുണ്ട്, ഇതിനുവേണ്ടി സമ്പൂർണമായി സമർപ്പിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ കണ്ണുകളിൽ ഇപ്പോൾ കാണുന്ന തെളിച്ചമുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞാൽ അവരുടെ കരളിൽ കത്തുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം ചെയ്യേണ്ടത് ചെയ്ത ഒരു ചാരിതാർത്ഥ്യത്തിന്റെ വെളിച്ചമാണ് അവരുടെ കർമ്മശുദ്ധിയായി അമ്മ അവർക്ക് പകർന്നു നൽകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ അനുഗ്രഹ വർഷം അവർക്കെല്ലാം ഉണ്ടാവുമ്പോൾ നമുക്കെല്ലാവർക്കും അതിന്റെ അംശം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹത്തരമായ ഈ ഒരു മഹോത്സവം നാടിന്റെ ഉത്സവമായി ഇവിടെ നടക്കുകയാണ്. നമ്മുടെ മഹത്തായ സനാതന ധർമ്മം അതൊരുപാട് വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. പലർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതെന്താണെന്ന്. ചില ആളുകൾ പറയുന്നുണ്ട് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു പകർച്ചവ്യാധിയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അത് പ്ലേഗ് പോലെയാണ് എന്നൊക്കെ പറഞ്ഞ കുറ്റപ്പെടുത്തിയ ആളുകളൊക്കെ ഉണ്ട്. അത് വളരെ മോശമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊരു അശ്ലീലമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു കാര്യമാണ്, സനാതന ധർമ്മം എന്ന് പറയുന്നത് അതിനെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം അത് വിവേകാനന്ദൻ പറഞ്ഞത് അത് കടലിലെ തിരമാല പോലെയാണ്. ആ തിരമാല ഏറ്റവും മുമ്പിലെ തിരമാല ഇങ്ങനെ ഉയർന്ന് തീരത്തോടെത്തി വളരെ ഉയർന്ന് അത് മെല്ലെ തളർന്ന് താഴെ വീഴുന്നു എന്ന് തോന്നിയാൽ കടൽ തീർന്നു, തിരമാല തീർന്നു എന്ന് നമുക്ക് തോന്നുമെങ്കിലും അങ്ങനെ ആ ബാഹ്യദൃഷ്ടിയിൽ നോക്കുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെ തോന്നൂ. പക്ഷെ ഓരോ തിരമാലയും അങ്ങനെ ഉയർന്ന് താഴ്ന്നു വീഴുമ്പോ അതിന് പിറകിൽ ഒരു കുഞ്ഞു തിരമാലയുണ്ട്, അതിനപ്പുറം വേറെ തിരമാലയുണ്ട്, അതിനപ്പുറം ഒരു ഓളമുണ്ട്, അതിനപ്പുറം ഒരു ചിറ്റോളമുണ്ട്, അതിനപ്പുറം ഒരു അലയുണ്ട്, അതിനപ്പുറം ഒരു അനക്കമുണ്ട്. ഈ കടൽ അവസാനിക്കുന്നില്ല, ഈ കടലിന്റെ തരംഗമാലകൾ അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ സനാതനം എന്ന് പറയുന്നത്. സനാതനം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത് എന്നാണ് അർത്ഥം. നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സർവശ്രമങ്ങളെയും ഉല്ലംഘിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഈ നാടിനെ കീഴടക്കാൻ, ഇവിടുത്തെ ധർമ്മത്തെ കീഴടക്കാൻ, സംസ്കാരത്തെ കീഴടക്കാൻ, മുച്ചൂടും മുടിപ്പിക്കാൻ വേണ്ടി വന്ന സർവത്തിനെയും ഇല്ലാതാക്കുന്ന ഒരു മഹാശക്തി ഇവിടെ ഉണ്ട് എന്ന കാര്യം ഇന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടതിന്റെ പ്രത്യക്ഷ സാക്ഷ്യപത്രമാണ്. 351 വർഷത്തിന് ശേഷം നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യം അതിനെ മനസ്സിൽ ആവാഹിച്ച് ഇവിടെ വന്ന് താന്ത്രിക വിദ്യകളും അതുപോലെ തന്നെ മാന്ത്രിക വിദ്വാൻമാരെയും അതുപോലെ പണ്ഡിതന്മാരെയും അതുപോലെ ജ്യോത്സ്യന്മാരെയും എല്ലാം കൊണ്ടുവന്നത് അന്ന് എങ്ങനെയായിരിക്കും നടന്നിരിക്കുക എന്ന് സങ്കല്പിച്ച് പ്രശ്നം വെച്ച് അതിനേക്കാളും ഉജ്ജ്വലമാക്കാൻ വേണ്ടി ഈ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ സനാതന ധർമ്മം നശിക്കും എന്ന് കരുതുന്നവർ മൂക്കത്ത് വിരൽ വെച്ച് നാണമുണ്ടെങ്കിൽ നാണിക്കുക എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഒരിക്കലും കാണില്ല എന്ന് കരുതിയ പലതും കാണുകയാണ്. 500 കൊല്ലം മുമ്പ് പരിപൂർണമായി തകർത്തു എന്ന് വിശ്വസിച്ച ഒരു സ്ഥലത്തെ കുംഭഗോപുരം അവിടെ ഉയർന്ന് മഹാക്ഷേത്രമായ അയോധ്യയിൽ മാറുന്നത് ഇതുപോലെയൊരു സനാതന ധർമ്മം ഒരിക്കലും നശിക്കില്ല എന്ന് എന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ്. നശിച്ചു എന്ന് തോന്നിയത്, കല്ലോട് കല്ല് നശിച്ചു എന്ന് തോന്നിയത് നമ്മുടെ ഭാർഗവ കേരളത്തിൽ എത്ര ആയിരം ക്ഷേത്രങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര സ്ഥലത്താണ് കലശങ്ങൾ നടക്കുന്നത്, എത്ര സ്ഥലത്താണ് ജീർണോദ്ധാരണം നടക്കുന്നത്. കല്ലിന് കല്ല് പകർന്നു പോയ സ്ഥലങ്ങളിൽ പോലും, അന്തിത്തിരി കത്തിക്കാൻ ഇടമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇന്ന് ക്ഷേത്ര സവിധങ്ങൾ ഉയർന്നു വരികയാണ്. അവിടെ വലിയ വലിയ ആൾക്കൂട്ടങ്ങൾ വരികയാണ്. അവിടെ ജ്ഞാനയജ്ഞങ്ങൾ നടക്കുന്ന സമയത്ത്, ഭാഗവത സപ്താഹങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ ആയിരക്കണക്കിന് ആളുകൾ വരികയാണ്. ഇതെല്ലാം തെളിയിക്കുന്നത്
നമ്മുടെ അഭിമാനമായ നമ്മുടെ ഋഷീശ്വരന്മാർ, ഭാരതവർഷത്തിലെ പൂർവരാമൃഷീന്ദ്രന്മാർ, പാരിനുള്ള അടിക്കല്ല് പാർത്തെറിഞ്ഞു കണ്ട ഋഷീശ്വരന്മാർ ഈ സമാജത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, മംഗളത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി നൽകിയ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞു നൽകിയ ഈ മഹത്തരമായ ദർശനവും ആ ദർശനത്തിന്റെ പരിപ്രേക്ഷ്യങ്ങളായിട്ടുള്ള ഒരംഗോപാംഗങ്ങളും ഒരു കാലത്തും നശിക്കയില്ല എന്ന് മാത്രമാണ്. നമ്മുടെ അലസത കൊണ്ട്, നമ്മുടെ അകർമ്മണ്യത കൊണ്ട്, നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ കൊണ്ട് മങ്ങൽ വരാം. ചാരം മൂടിയിട്ട് അങ്ങനെ കിടന്നു എന്ന് തോന്നാം, കെട്ടു എന്ന് തോന്നാം. പക്ഷെ ആ ചാരം ഊതിപ്പറപ്പിച്ചാൽ അതിനുള്ളിൽ കനലുണ്ട്. ആ കനൽ ജ്വാജ്വല്യമാനമാവുക തന്നെ ചെയ്യും. ആ തിളക്കമാണ്, തെളിച്ചമാണ് ഇവിടെ ഇപ്പോൾ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹത്തരമായ ചരിത്രപരമായ ഈ ഒരു ഉത്സവ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചതിന്, അമ്മയുടെ അനുഗ്രഹ വർഷത്തിന് പാത്രീഭൂതനാകാൻ സാധിച്ചതിനുള്ള എൻ്റെ പ്രണാമങ്ങൾ അമ്മയുടെ ഇവിടത്തെ ത്രിമൂർത്തി ഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്ന പരാശക്തിയുടെ തൃച്ചേവടികളിൽ പ്രണാമങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്തേ. ഒരുപാട് വിഷയങ്ങളിൽ വെളിച്ചം നൽകിക്കൊണ്ട് ഈ പരിപാടിയുടെ ಮುಖ್ಯ ಪ್ರಭಾಷಣ ನಡೆದಿಯ ಶ್ರೀ ವಲ್ಸನ್ ತಿಲ್ಲಂಗೇರಿ അദ്ദേഹത്തിന് ಅಗಮഴിഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಅಷ್ಟು ವಿಳಂಬವಾದರೂ ಕೂಡ ನಮ್ಮ ಜೊತೆ ಸೇರಿಕೊಂಡಿರತಕ್ಕಂತಹ ಶ್ರೀ ಸುಬ್ರಹ್ಮಣ್ಯ ಕ್ಷೇತ್ರ ನೆಲ್ಲಿಕುನ್ನು ಇಲ್ಲಿಯ ಕಾರ್ಯದರ್ಶಿಗಳಾಗಿರುವಂತಹ ಶ್ರೀ ಮಹೇಶ್ ರವರು ವೇದಿಕೆಗೆ ಬಂದು ಹಾಸನವನ್ನ ಸ್ವೀಕರಿಸುವಂತೆ ಕೋರಿಕೆ. ಮಹೇಶ್ ರವರಿಗೆ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಹೃತ್ಪೂರ್ವಕ ಸ್ವಾಗತವನ್ನ ಕೋರ್ತಾ ಇದ್ದೇವೆ. ಸಭಾ ಪರಿಪಾಡಿ ತೀರ್ന്നിട്ടിಲ್ಲ. ಕಾರ್ಯಕ್ರಮದ ಮುಂದಿನ ಭಾಗದಲ್ಲಿ ಒಂದು ಅರ್ಥಪೂರ್ಣ ಕಾರ್ಯಕ್ರಮ ವೇದಿಕೆಯಲ್ಲಿ ಸಂಪನ್ನಗೊಳ್ಳಲಿದೆ. ಗೌರವದ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮ. ಬಂಧುಗಳೇ, ಈ ವೇದಿಕೆಯಲ್ಲಿರತಕ್ಕಂತಹ ಅತಿಥಿಗಳನ್ನ ಸೇರಿಕೊಂಡು ಅನೇಕ ಜನರಿಗೆ ವಿದ್ಯಾಭ್ಯಾಸವನ್ನ ನೀಡುವ ಮೂಲಕ ನಮ್ಮ ದೇಶಕ್ಕೆ ಅತ್ಯಂತ ದೊಡ್ಡ ಆಸ್ತಿಯಾಗಿ ನಿರ್ಮಾಣ ಮಾಡಿದಂತಹ ಹಿರಿಯ ಟೀಚರ್ ಕುಸುಮಾ ಟೀಚರ್ ಅವರಿಗೆ ಈ ಭವ್ಯ ವೇದಿಕೆಯಲ್ಲಿ ಗೌರವ ಸನ್ಮಾನ ಆದರ ಸನ್ಮಾನ ಪೀಠಕ್ಕೆ ಕುಸುಮಾ ಟೀಚರ್ ಅವರನ್ನ ಸ್ವಾಗತಿಸುತ್ತಾ ಇದ್ದಾವೆ. ಮಕ್ಕಳ ಪಾಲಿನ ದಿವ್ಯ ದೇಗುಲ, ಸರಸ್ವತಿಯ ಆಲಯ, ಸಮನ್ವಯತೆ, ಸಮತೋಲನತೆ, ಉಪಯುಕ್ತತೆ, ಪರಿಪೂರ್ಣತೆ, ಆನಂದದಾಯಕ ಹಾಗೂ ನೈಸರ್ಗಿಕತೆಯೇ ಶಿಕ್ಷಣದ ಗುಣಗಳು. ದೇಶದ ಭವಿಷ್ಯ ನಿರ್ಮಾಣವಾಗುವುದು ಶಾಲಾ ಕೊಠಡಿಗಳಲ್ಲಿ ಎಂದು ಅರಿತವರು ನುಡಿದಿದ್ದಾರೆ. ಸುಭದ್ರ ಭವಿಷ್ಯದ ಬುನಾದಿ ವಿದ್ಯಾಲಯ. ಸಮಾನತೆ, ಐಕ್ಯತೆ, ಏಕತೆಗಳ ಸಾರುವ, ಜಗತ್ತನ್ನೇ ಬದಲಾಯಿಸಬಲ್ಲ ಪ್ರಬಲ ಅಸ್ತ್ರ ಅದು ಶಿಕ್ಷಣ. ಅಜ್ಞಾನದಿಂದ ಸುಜ್ಞಾನ, ವಿಜ್ಞಾನದ ಕಡೆಗೆ ಕೊಂಡೊಯ್ಯುವ ಶಾಲೆಯಲ್ಲಿ ಅನೇಕ ವಿದ್ಯಾರ್ಥಿಗಳನ್ನ ಬೆಳೆಸಿದಂತಹ, ಅಕ್ಷರವನ್ನ ಕಲಿಸುವ ಮೂಲಕ ಸಮಾಜಕ್ಕೆ ದೊಡ್ಡ ಆಸ್ತಿಯಾಗಿ ಕೊಟ್ಟಿರತಕ್ಕಂತಹ ನಮ್ಮ ನಿಮ್ಮೆಲ್ಲರ ಹಿರಿಯ ಟೀಚರ್ ಕುಸುಮಾ ಟೀಚರ್ ಅವರಿಗೆ ಗೌರವದ ಸನ್ಮಾನ. ಆದೂರು ಶಾಲೆಯಲ್ಲಿ ಅನೇಕ ವರ್ಷಗಳ ಕಾಲ ವಿದ್ಯಾ ಸೇವೆಯನ್ನ ನಡೆಸುವ ಮೂಲಕ ಹೆಚ್ಚಾಗಿ ನಿವೃತ್ತಿ ಹೊಂದಿರುವಂತಹ, ಜೊತೆಯಲ್ಲಿ ಸಾಮಾಜಿಕ ರಂಗದಲ್ಲಿ ಸಕ್ರಿಯವಾಗಿ ತೊಡಗಿಸಿಕೊಂಡಿರತಕ್ಕಂತಹ ಮಾಜಿ ಪಂಚಾಯತ್ ಸದಸ್ಯರಾಗಿರುವಂತಹ ಕುಸುಮಾ ಟೀಚರ್ ಅವರಿಗೆ ಇದೀಗ ಪೆರುಂಕಳಿಯಾಟದ ಭವ್ಯ ವೇದಿಕೆಯಲ್ಲಿ ಆದರದ ಸನ್ಮಾನವನ್ನ ನೀಡುವಂತಹ ಸಮಯ. ಪೀಠಕ್ಕೆ ಅವರನ್ನ ಅತ್ಯಂತ ಆದರಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸುತ್ತಾ ಇದ್ದೇವೆ. ಬೆಳ್ಳೂರು ಗ್ರಾಮ ಪಂಚಾಯತಿನ ಅಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ಶ್ರೀ ಶ್ರೀಧರ್ ಬೆಳ್ಳೂರು ಅವರು ವೇದಿಕೆಗೆ ಆಗಮಿಸುವಂತೆ ತಮ್ಮಳಿ ಕೋರಿಕೆ. ಸ್ವಾಗತ. ಬೆಳ್ಳೂರು ಗ್ರಾಮ ಪಂಚಾಯತ್ನ ಪ್ರಥಮ ಪ್ರಜೆ ಶ್ರೀಧರ್ ಬೆಳ್ಳೂರು ವೇದಿಕೆಯಲ್ಲಿ ಹಾಸನವನ್ನ ಸ್ವೀಕರಿಸುವಂತೆ. ಬಂಧುಗಳೇ, ಇದೀಗ ಕುಸುಮಾ ಟೀಚರ್ ಅವರನ್ನ ಶ್ರೀ ವಸಂತ್ ಇಲ್ಲಂಗೇರಿ, ಅದೇ ರೀತಿ ವೇದಿಕೆಯಲ್ಲಿ ಇರತಕ್ಕಂತಹ ಗೌರವಾನ್ವಿತ ಶ್ರೀ ಹೇಮನಾಥ ಶೆಟ್ಟಿ ಕಾವೂರು ಎಲ್ಲ ಅತಿಥಿಗಳು ಸೇರಿಕೊಂಡು ಗೌರವದ ಸನ್ಮಾನವನ್ನ ನೆರವೇರಿಸಿಕೊಡುವಂತೆ ಕೋರಿಕೆ. ഒരുപാട് വ്യക്തിത്വങ്ങൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് സമൂഹത്തിന് മുതൽക്കൂട്ടാക്കിയ ജ്യേഷ്ഠ മാതാവ് ആയ കുസുമ ടീച്ചർ അവർക്കുള്ള ആദരവാണ് വേദിയിൽ ഞങ്ങൾ നൽകപ്പെടുന്നത്. ಗೌರವಾನ್ವಿತ ವಿಪಿನ್ ದಾಸ್ ರೈ ನಮ್ಮ ಈ ಸಭೆಯ ಅಧ್ಯಕ್ಷರು, ಅದೇ ಪ್ರಕಾರ ಶ್ರೀ ಹೇಮನಾಥ್ ಶೆಟ್ಟಿ ಕಾವು ಸೇರಿಕೊಂಡು ಗೌರವದ ಸನ್ಮಾನವನ್ನ ನೆರವೇರಿಸಿಕೊಡುವಂತೆ ಮನವಿ. ಅನೇಕ ವಿದ್ಯಾರ್ಥಿಗಳನ್ನ ಶೈಕ್ಷಣಿಕವಾಗಿ
ಬೆಳೆಸಿ ಅವರನ್ನ ಸಮಾಜಕ್ಕೆ ದೊಡ್ಡ ಆಸ್ತಿಯಾಗಿ ಕೊಡುಗೆಯಾಗಿ ನೀಡಿದವರು ನಮ್ಮ ಕುಸುಮಾ ಟೀಚರ್ ಅವರಿಗೆ ನಿಮ್ಮೆಲ್ಲರ ಕರತಾಡನ ಇರಲಿ ಎಂಬುದಾಗಿ ನಮ್ಮ ಅಪೇಕ್ಷೆ. ಧನ್ಯವಾದಗಳು. ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮವನ್ನ ನೆರವೇರಿಸಿಕೊಟ್ಟಿರುವಂತಹ ಶ್ರೀ ವಿಪಿನ್ ದಾಸ್ ರೈ ಆಡೂರುಗುತ್ತು ಅಧ್ಯಕ್ಷರು ಪೆರಿಂಗಳಿಯಾಟ ಮಹೋತ್ಸವ ಸಮಿತಿ, ಅದೇ ಪ್ರಕಾರ ಈ ಸಭೆಯ ಉದ್ಘಾಟಕರು ಹೇಮನಾಥ್ ಶೆಟ್ಟಿ ಕಾವೂರ್ ಅವರಿಗೆ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಬಂಧುಗಳೇ, ಇನ್ನು ಆ ಸನ್ಮಾನ ಹಾಸನಕ್ಕೆ ಸ್ವಾಗತ ಮಾಡುವವರು ಅನೇಕ ಕಡೆಗಳಲ್ಲಿ ನಾವು ಹೇಳುವುದುಂಟು ಬಂಧುಗಳೇ. ದಿನದ 24 ಗಂಟೆಗಳಲ್ಲಿ 365 ದಿನಗಳಲ್ಲಿ ರಾತ್ರಿ ಹಗಲನ್ನದೇ ಹಲವಾರು ಕಾರ್ಯಕ್ರಮಗಳನ್ನ ಮುಕ್ತವಾಗಿ ನಾವು ಅಲ್ಲಿಂದ ಇಲ್ಲಿಗೆ ಓಡಾಡ್ತಾ ಇದ್ದೇವೆ. ಮುಕ್ತವಾಗಿ ಭಯರಹಿತವಾಗಿ ನಮಗೆ ಓಡಾಡಲು ಅನುಕೂಲ ಮಾಡುವಂತಹ ಒಂದು ದೊಡ್ಡ ಆಸ್ತಿ ಏನು ಅಂತ ಕೇಳಿದ್ರೆ, ಯಾರು ಅಂತ ಕೇಳಿದ್ರೆ ಅದು ನಮ್ಮ ದೇಶವನ್ನ ಕಾಯುವಂತಹ ವೀರ ಸೈನಿಕರು ಆಗಿರುತ್ತಾರೆ. ಈ ವೇದಿಕೆಯಲ್ಲಿ ವೀರ ಸೈನಿಕ ಶ್ರೀ ವೆಂಕಪ್ಪ ಶೆಟ್ಟಿ ಅವರಿದ್ದಾರೆ. ಅವರನ್ನ ಅತ್ಯಂತ ಗೌರವದಿಂದ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಸನ್ಮಾನಿಸುವಂತಹ ಬಹಳಷ್ಟು ಅರ್ಥದಾಯಕವಾದಂತಹ ಕಾರ್ಯಕ್ಕೆ ನಾವು ಮುನ್ನುಡಿಯನ್ನ ಇಡ್ತಾ ಇದ್ದಾವೆ ಬಂಧುಗಳೇ. ಸಾಧನೆಗಳ ಮೇಲೆ ಸಾಧನೆಗಳನ್ನ ಮಾಡಿ 1984ರಲ್ಲಿ ಸೈನ್ಯಕ್ಕೆ ಸೇರಿ 2015ರಲ್ಲಿ ನಿವೃತ್ತಿ ಹೊಂದುವಾಗ ಅವರ ಶ್ರೀಮತಿಯು ಕೂಡ ದಯವಿಟ್ಟು ವೇದಿಕೆಗೆ ಬರುವಂತೆ ಮನವಿ. ವೆಂಕಪ್ಪ ಶೆಟ್ಟಿ ಅವರ ಶ್ರೀಮತಿಯು ಕೂಡ ಈ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ವೇದಿಕೆಯನ್ನ ಏರುವಂತೆ ಕೋರಿಕೆ. ಸೈನಿಕನ ಶ್ರೀಮತಿ ಅಂದ್ರೆ ಅವರಿಗೂ ಕೂಡ ಅತ್ತಹೇ ಗೌರವ, ಅದೇ ರೀತಿಯ ಗೌರವವನ್ನು ನಾವು ಕೊಡ್ತಾ ಇದ್ದೇವೆ. ಸ್ವಾಗತ ವೆಂಕಪ್ಪ ಶೆಟ್ಟಿ ಅವರ ಶ್ರೀಮತಿಗೂ ಕೂಡ ಬಂಧುಗಳೇ. ಸುದೀರ್ಘ 31 ವರ್ಷಗಳ ಕಾಲ EME ಅಂದರೆ ಭಾರತೀಯ ಸೈನ್ಯದಲ್ಲಿ ಎಲೆಕ್ಟ್ರಾನಿಕ್ಸ್ ಮತ್ತು ಮೆಕ್ಯಾನಿಕಲ್ ಇಂಜಿನಿಯರಿಂಗ್ ವಿಭಾಗ, ಜೊತೆಯಲ್ಲಿ ಕಾರ್ಗಿಲ್ ಯುದ್ಧದಲ್ಲಿ ಭಾಗವಹಿಸಿ ದೇಶದ ನಾನಾ ಕಡೆಗಳಲ್ಲಿ, ಕಾರ್ಗಿಲ್ ಅಲ್ಲದೆ ಶ್ರೀನಗರ, ಪುಂಚ್, ರಜೌರಿ, ಜಮ್ಮು ಕಾಶ್ಮೀರ ಟ್ರೈನಿಂಗ್ ಸೆಂಟರ್ ಅಲ್ಲಿ, ಸಿಕಂದ್ರಾಬಾದ್, MHOW ಜಬಲ್ಪುರ್ ಅಲ್ಲಿ, ಮಧ್ಯಪ್ರದೇಶ್, ಭಟಿಂಡಾ, ಪಠಾನ್ಕೋಟ್, ರಂಗಪಾಡ, ಅಸ್ಸಾಂ, ಡೆಲ್ಲಿ ಹೆಡ್ ಕ್ವಾರ್ಟರ್ಸ್, ಜೊತೆಯಲ್ಲಿ ರಾಜಸ್ಥಾನ್ ಮೊದಲಾದ ಕಡೆಗಳಲ್ಲಿ ಸೇವೆಯನ್ನ ಸಲ್ಲಿಸಿ ಅನೇಕ ವರ್ಷಗಳ ಕಾಲ EME ಮಿಲಿಟರಿ ಕಾಲೇಜಲ್ಲಿ ಅನೇಕ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ತರಬೇತಿಯನ್ನ ನೀಡುವ ಮೂಲಕ ಸೈನಿಕನಾಗಿ ನಿವೃತ್ತಿ ಹೊಂದಿರುವಂತಹ ನಿಮ್ಮೆಲ್ಲರ ನೆಚ್ಚಿನ ಸೈನಿಕ ವೆಂಕಪ್ಪ ಶೆಟ್ಟಿ ಅವರಿಗೆ ಗೌರವ, ಆದರ, ಸನ್ಮಾನ. ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮವನ್ನ ನೆರವೇರಿಸಿಕೊಟ್ಟಿರುವಂತಹ ಎಲ್ಲ ಅತಿಥಿಗಳನ್ನ ಅವರಿಗೆ ಧನ್ಯವಾದಗಳನ್ನ ಅರ್ಪಿಸುತ್ತಾ ಕಾರ್ಯಕ್ರಮದ ಮುಂದಿನ ಭಾಗಕ್ಕೆ ನಾವು ಬರ್ತಾ ಇದ್ದೇವೆ. ಇನ್ನು ಮುಂದೆ ಈ ವೇದಿಕೆಯಲ್ಲಿ ಶುಭ ಹಾರೈಕೆಗಳನ್ನ ನೀಡಲಿದ್ದಾರೆ ಬೆಳ್ಳೂರು ಶ್ರೀ ಮಹಾವಿಷ್ಣು ಟೆಂಪಲ್ ಟ್ರಸ್ಟಿ ಶ್ರೀ ಗಂಗಾಧರ ಬಲ್ಲಾಲ್ ಅಡ್ವಳ. ಶ್ರೀ ಗಂಗಾಧರ ಬಲ್ಲಾಲ್ ಅಡ್ವಳ ಅವರನ್ನ ಮುಂದಿನ ಶುಭ ಹಾರೈಕೆಗಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ಆದೂರು ಶ್ರೀ ಪಂಚಲಿಂಗೇಶ್ವರ ದೇವರ ಪಾದಾರಕ್ಕೆ ಸಾಷ್ಟಾಂಗ ನಮಸ್ಕಾರ ಮಾಡುತ್ತಾ, ನಮ್ಮ ಭಗವತಿ ದೇವಿ ಅಮ್ಮನವರ ಪಾದಾರಂಧಕ್ಕೆ ಸಾಷ್ಟಾಂಗ ನಮಸ್ಕಾರ ಮಾಡುತ್ತಾ, ನಮ್ಮ ಬೆಳ್ಳೂರಿನ ಶ್ರೀ ಮಹಾವಿಷ್ಣು ದೇವರ ಪಾದಾರಂಧಕ್ಕೆ ಸಾಷ್ಟಾಂಗ ನಮಸ್ಕಾರ ಮಾಡುತ್ತಾ, ಇಲ್ಲಿಯ ಎಲ್ಲ ದೇವರಿಗೆ ಈ ಪ್ರದೇಶಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ಎಲ್ಲ ದೇವರುಗಳ ಪಾದಾರಕ್ಕೆ ಸಾಷ್ಟಾಂಗ ನಮಸ್ಕಾರ ಮಾಡುತ್ತಾ, ಇವತ್ತು ನಾವು ಆದೂರು ಶ್ರೀ ಭಗವತಿ ಅಮ್ಮನವರ ಪೆರುಂಕಲಿಯಾಟ್ಟಂ ಮಹೋತ್ಸವದ 2ನೇ ದಿನವಾದ ಈ ಧಾರ್ಮಿಕ ಸಭೆಯ ಅಧ್ಯಕ್ಷರೇ ಹಾಗೂ ಉದ್ಘಾಟಕರಾದ ಶ್ರೀಯುತ ಹೇಮಂತ ಶೆಟ್ಟರವರೇ ಹಾಗೂ ನನಗೆ ಎಲ್ಲರ
ಹೆಸರು ಬರುವುದಿಲ್ಲ. ಆದರೆ ನಮ್ಮ ಕೊಡುಗೈ ದಾನಿಯವರು, ಗಣೇಶರಿಗಳು, ಹಾಗೆ ನಮ್ಮ ಧಾರ್ಮಿಕ ಭಾಷಣ ಮಾಡಿದ ಈಗಾಗಲೇ ತುಂಬ ಭಾಷಣ ಮಾಡಿ ನಮಗೆಲ್ಲ ಮನ ಒಟ್ಟುವಂತೆ ಮಾಡಿದಂಥ ಧಾರ್ಮಿಕ ಭಾಷಣ ಮಾಡಿದವರೇ, ಹಾಗೂ ನಮ್ಮ ಅಡೂರು ದೇವಸ್ಥಾನದ ಉತ್ಸವ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರು ರಾಮಚಂದ್ರ ಮಣಿಯವರೇ, ಅವರ ಹೆಸರು ಗೊತ್ತುಂಟು ನನಗೆ. ಅದು ಅಲ್ಲದೆ ನಮ್ಮ ಗಣೇಶೋತ್ಸವರೇ, ನಮ್ಮ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್ರೇ, ಹಾಗೂ ನನ್ನ ಕ್ಲಾಸ್ಮೇಟು ಹಾಗೂ ನನ್ನ ಸ್ನೇಹಿತರಾದ ಪ್ರಕಾಶ ಮಂಡಳಿಯವರೇ, ಹಾಗೂ ಪಂಚಲಿಂಗ ದೇವಸ್ಥಾನದ ಗೌರವಾಧ್ಯಕ್ಷರಾದ ರಘುರಾಮ್ ಶೆಟ್ಟರವರೇ, ಹಾಗೂ ಟೀಚರ್ದು ಸಹ ನಮಗೆ ಪರಿಚಯ ಉಂಟು. ಅದಲ್ಲದೆ ಈಗ ಸನ್ಮಾನಗೆದಂಥ ವೆಂಕಟ ಶೆಟ್ಟರವರೇ, ಹಾಗೂ ವೇದಿಕೆಯ ಎಲ್ಲ ಗಣ್ಯಾತಿಥಿ ಗಣ್ಯರೇ, ಹಾಗೂ ವೇದಿಕೆಯಲ್ಲಿ ಮುಂಬರುವ ಎಲ್ಲ ಭಗವದ್ಭಕ್ತರೇ, ಗಣ್ಯ ವ್ಯಕ್ತಿಗಳೇ, ನಾನು ಇಲ್ಲಿಗೆ ಬಂದ ಕೂಡಲೇ ಒಂದು ಆಶ್ಚರ್ಯ ಆಗಿದೆ. ಈ ಒಂದು ಇಲ್ಲಿಯ ಕಾರ್ಯಕ್ರಮ ನೋಡುವಾಗಲೇ ನನಗೆ ಒಂದು ಆಶ್ಚರ್ಯ. ನಾನು ತುಂಬ ಬ್ರಹ್ಮಕಲಶಕ್ಕೆ ಹಾಗೂ ಕಲ್ಯಾಣ ಮಹೋತ್ಸವಕ್ಕೆ ನಾನು ಹೋಗುತ್ತೇನೆ. ಅದೊಂದು ನನಗೆ ಎಲ್ಲ ದೈವ ಕಾರ್ಯ ಹೋಗುವಂಥ ಒಂದು ಹುಚ್ಚು ಜಾಸ್ತಿ ನನಗೆ. ಇವತ್ತನೇ ಇಲ್ಲಿಯ ಒಂದು ಕಾರ್ಯಕ್ರಮ ನೋಡುವಾಗ ನಾನು ನೆನೆಸಿದ್ದೇನೆ, ನಾನು ಕೆಲವು ಸಂಘಟನೆ ಹೋಗಿದ್ದೆ, ಅಲ್ಲಿಯೇ ದೊಡ್ಡ ಕಾರ್ಯಕ್ರಮ ಅಂತ ಹೇಳಿ ನನ್ನೊಂದು ಅನಿಸಿಕೆ. ಆದರೆ ಇಲ್ಲಿ ನೋಡುವಾಗ ಅಲ್ಲಿಂದಲೂ ದೊಡ್ಡ ಕಾರ್ಯಕ್ರಮ ಇಲ್ಲಿ ಆಗಿದೆ ಅಂತ ಹೇಳಿದರೆ ಅದೊಂದು ಬಹಳ ಅದ್ಭುತವಾದ ಕಾರ್ಯಕ್ರಮ. ನಾನು ಮುಳ್ಳರಿಗೆ ಬಂದ ಕೂಡಲೇ ನನ್ನ ಇಬ್ಬರು ಸ್ನೇಹಿತರು ಸಿಕ್ಕಿದ್ರು ನನಗೆ. ನೀವು ದೂರ ಹೋದ್ದು, ನಾವು ಆದೂರು ಪೆರಿಗಲಹಟ್ಟಿಗೆ ಹೋದ್ದು. ಎಂತ ಅಲ್ಲಿಯ ವ್ಯವಸ್ಥೆ, ಭಯಂಕರ ಅಲ್ಲಿಯ ಕತೆ. ಅಲ್ಲಿ ಒಂದು ವ್ಯವಸ್ಥೆ ಅಂತ ಹೇಳಿದರೆ ನಾವು ಹೋದ ಕೂಡಲೇ ಬನ್ನಿ ಊಟಕ್ಕೆ ಕೂತ್ಕೊಳ್ಳಿ ಅಂತ ಊಟದ ವ್ಯವಸ್ಥೆ, ಹಾಗೆ ಬಂದವರನ್ನು ಸ್ವಾಗತ ಮಾಡುವ ವ್ಯವಸ್ಥೆ, ಇದೆಲ್ಲ ಒಂದು ಅದ್ಭುತವಾದಂಥ ವ್ಯವಸ್ಥೆ. ತುಂಬ ಸ್ಥಳ ಉಂಟು, ಪಾರ್ಕಿಂಗ್ ವ್ಯವಸ್ಥೆ ಉಂಟು, ಎಲ್ಲ ವ್ಯವಸ್ಥೆ ಉಂಟು. ಇಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮ ಇಷ್ಟವರೆಗೆ ಕಾಣಲಿಲ್ಲ ಅಂತೇಳಿ ನಾನು ಎದ್ದು ಬರುವಾಗಲೇ ಇಬ್ಬರು ಸ್ನೇಹಿತರು ನನ್ನಲ್ಲಿ ಮುಳ್ಳೇರದಲ್ಲಿ ಹೇಳಿದರು. ನಾನು ಬಂದೀಗ ನೋಡುವಾಗ ಅದೇ ಒಂದು ವ್ಯವಸ್ಥೆ, ಇಲ್ಲಿ ದೊಡ್ಡ ಒಂದು ವ್ಯವಸ್ಥೆ ಅಂತ ಹೇಳಿದರೆ ಇಲ್ಲಿ ಒಂದು 2,500 ಜನರಿಗೆ ಕೂತುಕೊಂಡು ಅನ್ನ ಕೊಡುವಂಥ ಒಂದು ವ್ಯವಸ್ಥೆ. ನಾವು ಎಲ್ಲ ದೇವಸ್ಥಾನದಲ್ಲಿ ಏನು ಮಾಡ್ತೇವೆ ಅಂತ ಹೇಳಿದರೆ, ತುಂಬ ಜನರು ಸೇರುವಾಗ ನಮಗೆ ಬಡಿಸಲಿಕ್ಕೆ ಕಷ್ಟ ಆಗ್ತದೆ ಅಂತ ಹೇಳಿ ನಾವು ಬಫೆ ವ್ಯವಸ್ಥೆ ಮಾಡ್ತೇವೆ. ಆದರೆ ಇಲ್ಲಿಯ ಎಲ್ಲ ಕಮಿಟಿಯವರದ್ದು ಹಾಗೂ ಇಲ್ಲಿಯ ದೇವಸ್ಥಾನದವರ ವ್ಯವಸ್ಥೆ ಆಗಿರೋದ್ರಲ್ಲಿ ಊಟ ಕೊಡುವುದು ಕೂತ್ಕೊಂಡೇ ಊಟ ಕೊಡಬೇಕು ಅಂತ ಹೇಳೋ ಒಂದು ವ್ಯವಸ್ಥೆ. ಅದು ಒಂದು ಒಳ್ಳೆಯ ವ್ಯವಸ್ಥೆ. ಅದನ್ನು ನಮಗೆ ಅದರ ಪ್ರಯೋಜನ ಮಾಡಬೇಕಿದ್ರೆ ಅದಕ್ಕೆ ಸಹಕರಿಸಬೇಕಿದ್ರೆ ದೊಡ್ಡ ಕಷ್ಟ ಉಂಟು. ಅದು ನಾವು ಹೇಳಿದಾಗೆ ಅಲ್ಲ. ಈಗ 2,500 ಜನಕ್ಕೆ ಕೂತ್ಕೊಳ್ಳೋ ಒಂದು ಊಟದ ವ್ಯವಸ್ಥೆ, ಇಲ್ಲಿ ಎಲ್ಲರೂ ಕೂತ್ಕೊಂಡೇ ಊಟ ಮಾಡಬೇಕಂತೇಳ ಇಲ್ಲಿಯವರ ವ್ಯವಸ್ಥೆ, ಅದೆಲ್ಲ ಒಳ್ಳೆಯ ವ್ಯವಸ್ಥೆ. ಅದು ಆ ದೈವ ಪ್ರೇರಿತ ವ್ಯವಸ್ಥೆ ಅಂತೇಳಿ ನನ್ನ ಅನಿಸಿಕೆ. ಮಾತ್ರವಲ್ಲ, ಇಲ್ಲಿ ನಾನು ನನ್ನ ಮೊಬೈಲ್ನಲ್ಲಿ ತುಂಬ ದಿವಸ ನೋಡಿಕೊಂಡಿರುತ್ತೇನೆ ಪೆರಂಗಲ್ಲಾಟ ಆದೂರು ಅಂತೇಳಿ. ನಾನು ಯಾವಾಗಲೂ ನೋಡದಿರ್ಲಿಕ್ಕಿಲ್ಲ. ಇಲ್ಲಿ ಎಲ್ಲ ಪ್ರತಿ ಕಾರ್ಯಕ್ರಮವನ್ನು ನಾನು ವೀಕ್ಷಿಸುತ್ತಿದ್ದೇನೆ. 1, 2, 3, 4 ವರ್ಷದ ನಂತರ ಇಲ್ಲಿಯ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮವನ್ನು ನಾನು ವೀಕ್ಷಿಸ್ತೇನೆ. ಹಂತವಾಗಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಇಲ್ಲಿ ನಡೆಸಿಕೊಂಡು ಬಂದಿದ್ದಾರೆ. ಇಲ್ಲಿಯ ಪ್ರತಿಯೊಂದು ಕಾರ್ಯಕ್ರಮ ಅಂತ ಹೇಳಿದರೆ ಇಲ್ಲಿ ಎಲ್ಲ ವ್ಯವಸ್ಥೆ ಅಂತ ಹೇಳಿದರೆ, ಇಲ್ಲಿ ತರಕಾರಿಗೆ ಬೇಕಾಗ ತರಕಾರಿಗಳನ್ನು ನಾವು ಸ್ವಂತ ತಯಾರು ಮಾಡಿದ್ದಾರೆ ಇಲ್ಲಿ. ಅದು ಅಲ್ಲದೆ ಅನ್ನಕ್ಕೆ ಬೇಕಾಗ ಅಕ್ಕಿ, ಇದೆಲ್ಲ ಇಲ್ಲಿ ತುಂಬ ಸಮಯದಿಂದ ಇಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಇಲ್ಲಿ ಆಯೋಜಿಸಿ ತುಂಬ ಒಂದು ವ್ಯವಸ್ಥಿತ ರೀತಿಯಲ್ಲಿ ಮಾಡಿದ್ದಾರೆ. ಬಹಳ ಸಂತೋಷವಾಗ್ತದೆ ಇಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮ. ಹಾಗೆ ನಾನು ಹೇಳ್ತೇನೆ, ಗುಡ್ಡೆ ಎತ್ತು ಮಲ್ಲ ಅಡ್ಡೆ ಉಂಟು ಅನ್ಪಣ ಒಂದು ಅಭಿಪ್ರಾಯ ಎಂಕಿಲ್ಲ ತೋಜುಂಟು ದಾಯಬಂಡ ಹೇಳಿದರೆ ಅಂಥದ್ದು ಗಾದೆ ಉಂಟು. ಕಾರ್ಯಕ್ರಮ ಒಂದು ದಿಕ್ಕಿನಲ್ಲಿಗೆ ಮಾಡ್ತಾರೆ, ಅದಕ್ಕಿಂತ ದೊಡ್ಡ ವ್ಯವಸ್ಥೆಯಲ್ಲಿ ಮತ್ತೊಂದು ದಿಕ್ಕಿನಲ್ಲಿ ಮಾಡ್ತಾರೆ ಅಂತ ಈ ಕಾರ್ಯಕ್ರಮ ಇಲ್ಲಿ ಮಾಡಿದ್ದೀರಿ. ಚಂದ ರೀತಿಯಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ವ್ಯವಸ್ಥೆ ಆಗಿದೆ. ಒಂದು ಸೈಡ್ನಲ್ಲಿ ಭಜನೆ ಕಂಟಿನ್ಯೂ ಆಗಿ ನಡೆದುಕೊಂಡಿರ್ತದೆ, ಮತ್ತೊಂದು ಸೈಡ್ನಲ್ಲಿ ಊಟದ ವ್ಯವಸ್ಥೆ. ಈಗ ಕಾಫಿ ವ್ಯವಸ್ಥೆ ಆಗಲೇ ಶುರುವಾಗಿದೆ, ಈಗಲೂ ಮುಗಿಲಿಲ್ಲ ಕಾಫಿ ವ್ಯವಸ್ಥೆ. ಇನ್ನೊಂದು ಸೈಡ್ನಲ್ಲಿ ದೈವಗಳ ಕೋಲ. ನಮ್ಮಲ್ಲಿ ಅಲ್ಲಾದರೆ 1 ದಿವಸ 2 ದಿವಸ, ಇದು ಹಾಗೆ ಅಲ್ಲ, ಕಂಟಿನ್ಯೂ ದೈವಗಳ ಕೋಲ. ಬೆಳಿಗ್ಗೆ ಶುರು ಆದರೆ ರಾತ್ರಿವರೆಗೆ ಕೋಲ. ಅದೊಂದು ನೋಡೋ ಭಾಗ್ಯ ನಮಗೆಲ್ಲ ಸಿಕ್ಕಿದೆ ಅಂತ ಹೇಳಿದರೆ ಅದೊಂದು ಸಂತೋಷ. ಮೊನ್ನೆವರೆಗೆ ಈ ಕಾರ್ಯಕ್ರಮ ಹೇಗೆ ಆಗ್ತದೆ ಅಂತ ಹೇಳುವ ಕೆಲವು ಅದೊಂದು ನಮ್ಮ ಇದು 351 ವರ್ಷ ನಂತರ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ಆಗಿದೆ ಅಂತ ಹೇಳಿದ್ರೆ ಅದು ಬಹಳ ವಿಚಿತ್ರ. ಈ ಕಾರ್ಯಕ್ರಮ ಹೇಗೆ ನಡೆಸಿಕೊಂಡು ಹೋಗ್ಬೇಕಂತ ಹೇಳೋದಕ್ಕೂ ದೈವಜ್ಞರ ಪ್ರೇರಣೆಯಂತೆ ನಾವು ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ನಡೆಸಿಕೊಂಡು ಹೋಗ್ತಾರೆ. ಇಲ್ಲಾಂದ್ರೆ 350 ವರ್ಷದ ಮುಂಚೆ ನೋಡಿದವರು ಯಾರು ಇಲ್ಲ. ಆದರೂ ಯಾರಾದರೂ ಅಜ್ಜರು ಹೇಳುವ ಒಂದು ಸಂಗತಿ ಇರ್ಬೋದು, ಹೀಗೆ ಆಗಿದೆ ಅಂತೇಳಿ. ಮತ್ತೊಂದು ಅದುವೇ ಅಲ್ಲದೆ 304 ವರ್ಷದ ಮುಂಚಿನ ಕವಡಿಗರ ಯಾತ್ರೆ 12 ವರ್ಷಗಳ ಮುಂದೆ ಆಗಿದೆ ಅಂತ ಹೇಳಿದ್ರೆ ಅದೊಂದು ವಿಚಿತ್ರ. ಹಾಗೆ ದೊಡ್ಡ ವರ್ಷದಲ್ಲಿ ನಿಂತಿದ್ದ ಈ ಕಾರ್ಯಕ್ರಮ ಈಗ ಸುಗಮ ರೀತಿಯಲ್ಲಿ ನಮಗೆ ಆಗಿಕೊಂಡು ಹೋಗ್ತದೆ ಅಂತ ಹೇಳುವಾಗ ಅದೆಲ್ಲ ನಮ್ಮ
ಭಗವದ್ಭಕ್ತರಿಗೆ ಒಂದು ಕಾಣುವಂಥ ಯೋಗ ಅಂತಲೇ ನನ್ನ ಅನಿಸಿಕೆ. ಅದು ಅಲ್ಲದೆ ಇಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಮಗೆ ಬಂದು ಇಂಥ ಎರಡು ಮಾತು ಹೇಳಲಿಕ್ಕೆ ಅವಕಾಶ ಕೊಟ್ಟಂತ ಈ ಕಮಿಟಿ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳೇ ಮತ್ತು ಇಲ್ಲಿ ನೆರೆದಿರುವ ಎಲ್ಲ ಭಗವದ್ಭಕ್ತರಿಗೆ ಕಿತ್ತೆ ಅರ್ಪಿಸುತ್ತಾ, ಈ ಒಂದು ಸಮಿತಿ ಎಷ್ಟು ದಿವಸದಿಂದ ಈ ಸಮಿತಿಯವರು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಹಗಲು ರಾತ್ರಿ ದುಡಿತಾರೆ ಅಂತ ಹೇಳಿದರೆ ಅದು ನಮಗೆ ಆ ಒಂದು ಕಾರ್ಯಕ್ರಮ ನಾವು ಸಣ್ಣ ರೀತಿಯಲ್ಲಿ ಮಾಡಿದ್ದೇವೆ, ಆದರೂ ಸಣ್ಣ ರೀತಿಯಲ್ಲಿ ಮಾಡಿದವರಿಗೂ ಇದರ ಸಂಗತಿ ಎಲ್ಲ ಗೊತ್ತಿರ್ತದೆ ಅಂತ ಒಂದು ಈ ಅದ್ಭುತವಾದಂಥ ಇಲ್ಲಿ ಒಂದು ಕಾರ್ಯಕ್ರಮ, ಈ ಪೆರುಂಕಲ್ಯಟ್ಟಂ ಮಹೋತ್ಸವದ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಇಲ್ಲಿ ಎಲ್ಲ ಕಮಿಟಿಯ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳಲ್ಲದೆ ಎಲ್ಲ ಒಂದೊಂದು ಕೆಟಗರಿಯಲ್ಲಿ ಒಬ್ಬೊಬ್ಬರಿಗೆ ಅದರ ಜವಾಬ್ದಾರಿಯನ್ನು ಕೊಟ್ಟಿದೆ. ಆ ಎಲ್ಲ ಜವಾಬ್ದಾರಿಯನ್ನು ಅವರು ನೆರವೇರಿಸಿ ಈ ಕಾರ್ಯಕ್ರಮ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಇಲ್ಲಿ ಮಾಡಿದ್ದಾರೆ. ಇನ್ನೂ ಸಹ ಒಂದು 4 ದಿವಸ ಕಾರ್ಯಕ್ರಮ ಉಂಟು, ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಸಹ ನಡೆಯಲಿ ಅಂತ ಹೇಳುತ್ತಾ, ಇಲ್ಲಿ ಬಂದ ನಾವು ಸೇರಿದವರಿಗೆಲ್ಲ ದೇವರು ಆಯುರ್ವೇದ ಸುಖ ಸೌಖ್ಯವನ್ನು ಕೊಟ್ಟು ಕರುಣಿಸಲಿ. ಇನ್ನು 4 ದಿವಸ ಕಾರ್ಯಕ್ರಮ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ನಡೆಯಲಿ ಅಂತ ನಾನು ನಮ್ಮ ಶ್ರೀ ಬೆಳ್ಳೂರು ಶ್ರೀ ಮಹಾವಿಷ್ಣು ದೇವರಲ್ಲಿ, ಅದು ಅಲ್ಲದೆ ಆದೂರು ಶ್ರೀ ಪಂಚಲಿಂಗೇಶ್ವರ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸುತ್ತಾ, ಇಲ್ಲಿಯ ಭಗವತಿ ದೇವಿಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸುತ್ತಾ ಎಲ್ಲರಿಗೂ ಆ ದೇವರು ಒಳ್ಳೆಯದನ್ನು ಮಾಡಲಿ ಅಂತ ಹೇಳ್ತಾ, ಇನ್ನು ಇಂಥ ಈ ಕಾರ್ಯಕ್ರಮ ನೋಡೋ ಭಾಗ್ಯ ನಮ್ಗೆ ಎಲ್ಲರಿಗೂ ಸಿಕ್ಕಲಿ ಅಂತ ಹೇಳ್ತಾ ನನಗೆ ಅವಕಾಶ. डाउनलोड फ्रेंड, यही तो चाहिए था लाइफ में. ಬಂಧುಗಳ ಒಂದು ಕಡೆ ಹೊರಕಾಣಿಕಾ ಮೆರವಣಿಗೆ ಕೈತೋಡು ಪ್ರಾದೇಶಿಕ ಸಮಿತಿಯಿಂದ ಸಲ್ಲುತ್ತಾ ಇದೆ. പ്രിയമുള്ളവരെ, സാംസ്കാരിക സമ്മേളനത്തിനിടയിൽ കൈത്തോട് പ്രാദേശിക സമിതിയുടെ കലവറ ഘോഷയാത്ര വരികയായി. ഇതിനിടയിൽ പരിപാടിയുടെ അടുത്ത ഭാഗമായി പരിപാടിക്ക് ആശംസകൾ അരുൾ ചെയ്യാൻ വേണ്ടി അടൂർ ശ്രീ മഹലിംഗേശ്വര ക്ഷേത്ര ഉത്സವ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾಗಿರುವಂತಹ AC ರಾಮಚಂದ್ರ ಮಣಿಯಾಣಿ ಅತ್ತನಾಡಿ ಅವರಲ್ಲಿ ಮನವಿ. ಈ ಕಾಸರಗೋಡಿನ ಸಪ್ತಭಾಷಾ ಇದರಲ್ಲಿ ನಾನು ನನ್ನ 2 ಮಾತನ್ನು ನಾನು ಕನ್ನಡದಲ್ಲೇ ಮಾತಾಡಲಿಕ್ಕೆ ಇಚ್ಛಿಸ್ತೇನೆ. ಆದವರು ಈ ಪೆರಿಂಗಳಿಯಾಟದ ಇವತ್ತು 2ನೇ ದಿವಸದ ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿರುವ ವಿಪಿನ್ ದಾಸ್ ರವಿ ಅವರೇ, ಅದೇ ರೀತಿ ಇದು ಉದ್ಘಾಟನೆ ಮಾಡಿರುವ ಹೇಮಾನಂದ್ ಶೆಟ್ಟಿ ಕಾವು ಇವರೇ, ಮತ್ತು ಇವತ್ತಿನ ಸ್ಟೇಜಿನಲ್ಲಿರುವ ಎಲ್ಲ ವಿಶಿಷ್ಟ ವ್ಯಕ್ತಿಗಳೇ, ಭಗವದ್ ಭಕ್ತರೇ, ನಾವು ಎಲ್ಲರೂ ಇವತ್ತು ಬಹಳ ಸಂತೋಷ ಪಡಬೇಕಾದ ದಿವಸ ಅಂತೇಳಿ ನಾನು ನನ್ನ ಅನಿಸಿಕೆ. ಕಾರಣ, ಈಗಿನ ಕಾಲದಲ್ಲಿ ನಾವೆಲ್ಲರೂ ಇಂಥ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಕಣ್ಣಿನಲ್ಲಿ ನೋಡುವುದೇ ಸಂತೋಷ ಅಂತೇಳಿ ತಿಳಿಬೇಕು. ಈಗಿನ ಹೈಟೆಕ್ ಯುಗದಲ್ಲಿ ಅದೇ ರೀತಿ ಈಗಿನ ಜನಾಂಗ ಇದೆಲ್ಲ ಮುಂದಕ್ಕೆ ನಮ್ಮ ಈ ಸಂಸ್ಕಾರ ಸಂಸ್ಕೃತಿ ಹೀಗೆ ಉಳಿಸ್ಕೊಂಡು ಹೋಗ್ಬೋದು ಅಂತೇಳಿ ಚಿಂತಿಸುವ ಕಾಲ ಹೊಂದಿತ್ತು. ಆದರೆ ಈಗ ನಾವು ಕಾಣುವುದು ಏನು ಅಂತ ಹೇಳಿದರೆ, ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ ನಮ್ಮ ಕಲ್ಲಿಯೋಟ್ ಅಂತೇಳಿ ಪ್ರದೇಶದಲ್ಲಿ 700 ವರ್ಷಗಳಿಂದ ನಿಂತು ಹೋಗಿರುವ ಪೆರುಂಗಳಿಯಾಟ, 700 ವರ್ಷ ಅಂತ ಹೇಳಿದ್ರೆ ಎಷ್ಟು ಟೈಮ್ ಆಯ್ತು ಅಂತ ಎಲ್ಲರೂ ಊಹಿಸ್ಬೋದು. ಅದು ಬಹಳ ವಿಜೃಂಭಣೆಯಿಂದ ಅದು ಆವಾಗ ಹೇಗೆ ನಡೆದಿದೆ ಅಂತೇಳಿ ಈಗ ನಮ್ಮ ಇವರು ಹೇಳಿದಾಗೆ ನಮಗೆ ಊಹಿಸಲು ಅಸಾಧ್ಯ. ಅದು ಬಹಳ ಚಂದದಲ್ಲಿ ನಡೆದೋಯ್ತು. ಅದೇ ರೀತಿ ಆದೂರಿನಲ್ಲಿ ಈ ಭಗವತಿ ಕ್ಷೇತ್ರದ ಪೆರುಂಗಳಿಯಾಟ 351 ವರ್ಷ, ಅದು ಬಹಳ ವಿಜೃಂಭಣೆಯಿಂದ ನಡೀತಾ ಉಂಟು. ಇನ್ನು ನಮ್ಮದೇ ಊರು ಅಡೂರಿನಲ್ಲಿ 480 ವರ್ಷದಲ್ಲಿ ನಿಂತು ಹೋಗಿರುವ ಆ ಮೂಲ ಕ್ಷೇತ್ರ ಪಾರ್ವತಿ ದೇವಿಯದ್ದು, ಅಲ್ಲಿಯ ಕವಡಿಂಗಾನ ಯಾತ್ರೆ ಈಗ ಒಂದು ವಾರದ ಹಿಂದೆ ಬಹಳ ವಿಜೃಂಭಣೆಯಿಂದ ಆ ಕಾಡಿನ ಮಧ್ಯೆ ಸುಮಾರು 8 ಕಿಲೋಮೀಟ್ರ್ ಹೋಗಿ ಎಷ್ಟೋ ಭಗವದ್ ಭಕ್ತರು ಆ ಪುಣ್ಯ ಸ್ಥಳಕ್ಕೆ ಹೋಗಿ ಬಂದಿದ್ದಾರೆ. ನಾವು ಈಗ ಸಂತೋಷ ಪಡುವ ವಿಷಯ ಅಂದರೆ ನಾನು ಯಾಕೆ ಹೇಳ್ತೇನೆ ಅಂತ ಹೇಳಿದ್ರೆ, ಈಗ ನಮ್ಮ ಹಿಂದೂ ಸಮುದಾಯ ಈಗಿನ ಯೂತ್ ಯಂಗ್ ಜನರೇಷನ್ ಬಹಳ ಭಕ್ತಿ ಭಾವದಿಂದ ಇಂಥ ಕಾರ್ಯದಲ್ಲಿ ಬಹಳ ಚಂದದಲ್ಲಿ ಆತ್ಮಾರ್ಪಣೆ ಮಾಡಿಕೊಳ್ತಾರೆ. ಯಾಕೆಂದರೆ
ಈಗಿನ ಇದು ಬಹಳ ಕಷ್ಟದ ಕೆಲಸಗಳಲ್ಲಿಯೂ ಅವರು ಎಷ್ಟೋ ದಿನಗಟ್ಟಲೆ ಬಂದು ಇಲ್ಲಿ ಶುಚಿತ್ವ ಆಗಲಿ ಬಾಕಿದ್ದ ಕಾರ್ಯಕ್ರಮವಾಗಲಿ ಎಲ್ಲ ಕಾರ್ಯಗಳನ್ನು ಬಹಳ ಅಚ್ಚುಕಟ್ಟಾಗಿ ಈಗ ಮೊದಲನೇ ರೀತಿಯಲ್ಲ ಇವರೆಲ್ಲ ಹೇಳಿದಾಗೆ ಈಗ ಮೊದಲು ಈಗ ಬಫೆ ಅಂತ ಹೇಳಿದ್ದನ್ನು ಈಗ ಕೂಟ ಮಾಡುವ ಸಿಸ್ಟಮಲ್ಲಿ ಕೊಡುವ ಸಂವಿಧಾನ ಬಾಕಿದ ಎಲ್ಲ ವ್ಯವಸ್ಥೆಗಳಿಗೂ ಯಾವುದೇ ತೊಂದರೆ ಆಗದ ಹಾಗೆ ಬಹಳ ಚಂದದಲ್ಲಿ ಮಾಡಿಕೊಂಡು ಬರ್ತಾರೆ. ನಾವು ಎಲ್ಲರೂ ನಮ್ಮ ವಿದ್ವಾಂಸರು ಇದನ್ನು ಬಹಳ ಚಂದದಲ್ಲಿ ಮಾತಾಡಿದ್ದಾರೆ. ಈಗ ನಮ್ಮ ಸಮಯಾವಕಾಶ ಬಹಳ ಕಡಿಮೆ, ಆದ ಕಾರಣ ನಾನು ಕೂಡ ಹೆಚ್ಚು ಮಾತಾಡಲಿಕ್ಕೆ ಹೋಗುವುದಿಲ್ಲ. ಈ ದೇವಿಯ ಕಾರ್ಯಕ್ರಮವು ಇನ್ನೂ 2-3 ದಿನ 24ರ ತನಕ ನಡೀಲಿಕ್ಕೆ ಉಂಟು. ಅದು ಬಹಳ ಚಂದದಲ್ಲಿ ನಡೆದು ಈ ಪ್ರದೇಶದ ಇಲ್ಲದರೆ ಬರ ಊರ ಎಲ್ಲ ಭಕ್ತರಿಗೂ ಆ ದೇವಿಯ ಪ್ರಸಾದ ಕರುಣಿಸಲಿ ಎಂದು ನಾನು ಬಹಳ ಆತ್ಮಾರ್ಥದಲ್ಲಿ ಕೇಳಿಕೊಂಡು ಅದಕ್ಕೆಲ್ಲ ಯಾವುದೇ ವಿಘ್ನ ಇಲ್ಲದೆ ನಡೀಲಿ ಅಂತೇಳಿ ನಮ್ಮ ಸೀಮಾಧೀಶ್ವರನ ಅಡೂರು ಮಾಲಿಕೇಶ್ವರ ಸ್ವಾಮಿ ಹತ್ರ, ಅದೇ ರೀತಿ ನಮ್ಮ ತರವಾಡಿನ ಮನೆ ದೇವರ ಹತ್ರನೂ ಪ್ರಾರ್ಥಿಸುತ್ತಾ ನನ್ನ ಎರಡನ್ನು ಮಾತುಗಳನ್ನು ನಿಲ್ಲಿಸ್ತೇನೆ. ನಮಸ್ಕಾರ. ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭ ನುಡಿಗಳ ಮಾತುಗಳನ್ನು ಆಡಿದಂತಹ AC ರಾಮಚಂದ್ರ ಮಣಿಯಾಣಿ ಅತ್ತನಾಡಿ ಅವರಿಗೆ ಕೃತಜ್ಞತೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಕಾರ್ಯಕ್ರಮದ ಮುಂದಿನ ಭಾಗದಲ್ಲಿ ശ്രീ ഭഗവതി സേവാ സംഘം കാസർഗോഡ് ഇവിടെ അധ്യക്ഷനായ ശ്രീ സതീശൻ N പരിപാടിക്ക് ആശംസകൾ നേരുവാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പെരുങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടകൻ, ആധ്യാത്മിക പ്രഭാഷണം നടത്തിയ ശ്രീ വത്സേട്ടൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, 351 വർഷത്തിന് ശേഷം ഒരു പെരുങ്കളിയാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ പച്ചപ്പ് പിടിച്ച ഈ ഗ്രാമം ഒന്നടങ്കം സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് തന്നെ വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. തെയ്യകോലങ്ങളെ ദൈവമായി കാണുന്ന ഒരു സംസ്കാരമുള്ള നാട്ടിലാണ് ഞങ്ങൾ. മലബാറിൽ ഏറ്റവും കൂടുതൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ കെട്ടിയാടിക്കുന്ന തെയ്യകോലങ്ങളൊക്കെ തന്നെ നമ്മൾ വിശ്വാസത്തെ അതിനപ്പുറം ഞങ്ങൾ ഏത് രീതിയിലാണോ അതിനെ കാണുന്നത് അതിനേക്കാൾ ഉപരി വിശ്വാസം അർപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം. നേരത്തെ ആധ്യാത്മിക പ്രഭാഷണത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഭഗവതിയെക്കുറിച്ചോ ആരാധനയെക്കുറിച്ചോ വത്സട്ടം വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു ഭക്തന്റെ ദുഃഖവും സങ്കടവും സന്തോഷവും പരിഭവവും ഒക്കെ തന്നെ ഭഗവാനോട് നേരിട്ട് പറയാൻ സാധിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് നമ്മൾ. പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയിലൂടെ നമുക്ക് കാര്യങ്ങൾ നേടാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷേ തെയ്യക്കോലങ്ങൾ കെട്ടിയാടിയിട്ടുള്ള ആ തെയ്യത്തിനോട് വിഷ്ണുമൂർത്തി ആയാലും ഭഗവതി ആയാലും പുള്ളിക്കരിങ്കളി ആയാലും ആ തെയ്യക്കോലങ്ങളിലൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ദുഃഖങ്ങൾ നേരിട്ട് പറയാനുള്ള, അതിന് വേണ്ട രീതിയിൽ നമുക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു സംഭവം നമ്മളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഇതാരും തന്നെ മനസ്സിലാക്കാതെയല്ല, പക്ഷേ മറ്റാർക്കും കിട്ടാത്ത ഒരു അവസരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾക്ക് കിട്ടുന്നത്. ഹിന്ദുവിൻ്റെ ആരാധനകളൊക്കെ തന്നെ ഇന്ന് വിശ്വാസം അതിർവിട്ടു പോകുന്നു എന്നുള്ളതല്ല, പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖസത്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഒരു ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്ന സമയത്ത് അത് കേൾക്കാനുള്ള ആളുകൾ പോലും നമ്മളെ ഇടയിലില്ല എന്നുള്ളൊരു ദുഃഖം കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ ആ ഉത്സവ കാര്യങ്ങളെക്കുറിച്ച് എന്താണോ നടക്കുന്നത് അതിൻ്റെ വൈവിധ്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനും പഠിക്കാനും നാം മുമ്പിലോട്ട് വന്നില്ലെങ്കിൽ ഇതൊക്കെ ഒരു പക്ഷേ വരും തലമുറയ്ക്ക് എത്ര കണ്ട് ഉപകാരപ്രദമാവും എന്നുള്ളൊരു സംശയം കൂടി എന്നെ സംബന്ധിച്ചിടത്തോളമുണ്ട്.
351 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ ഉത്സവത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ലെങ്കിലും ജ്യോത്സ്യന്മാർ ഗണിച്ചു കിട്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ഇതിൻ്റെ ആധികാരികമായിട്ട് അതിൻ്റെ പിറകിലോട്ട് പോകുന്നത്. അവർ ഗണിച്ചിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ദൈവങ്ങളും വിശ്വാസങ്ങളും വർഷങ്ങളുടെ കണക്ക് പറയുമ്പോഴാണ് ഈ വർഷങ്ങൾ 350, 400, 500 കടന്നു പോകുന്നത്. ഇത് അതുപോലെ തന്നെ വരും തലമുറക്ക് നിലനിർത്തണമെങ്കിൽ ഇന്ന് ഈ ഉത്സവങ്ങൾ നടക്കുന്ന ആദ്യം മുതൽ അവസാനം വരെയുള്ള ചടങ്ങുകൾ, ക്ഷേത്രത്തിലെ സ്ഥാനികർ ചെയ്യുന്ന വിഷയങ്ങൾ, അവരുടെ ഏത് ദൈവത്തിൻ്റെ സ്ഥാനികനാണോ എന്നറിയണമെങ്കിൽ അതൊരു നിഘണ്ടു പോലെ സൂക്ഷിക്കണം എന്നുള്ളൊരു വിഷയം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ തലമുറ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലമുറ ഇത് പഠിക്കണമെങ്കിൽ ഇന്ന് നടക്കുന്ന ഈ ഉത്സവത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഒരു നിഘണ്ടു ഉണ്ടാക്കി വെക്കണം. അത് വരും തലമുറക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി കുറച്ച് ദിവസം കൂടി ഇവിടെ ഉത്സവം നടക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ദേവിയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥിക്കുന്നതൊക്കെ തന്നെ എന്താണോ അത് ദേവി അനുഗ്രഹിച്ചു കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. സമയം മനസ്സിലാക്കിക്കൊണ്ട് പരിപാടിക്ക് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ആശംസകൾ നേർന്ന ശ്രീ സതീശൻ എന്ന അധ്യക്ഷൻ ഭഗവതി ಸೇವಾ ಸಂಘಂ ಕಾಸರಗೋಡು അദ്ദേഹത്തിന് ನന്ದಿ അറിയിച്ചുകൊണ്ട് ವೇದಿಕೆಯಲ್ಲಿ ಇದೀಗ ತಾನೇ ನಮ್ಮ ಜೊತೆ ಸೇರಿಕೊಂಡಿರತಕ್ಕಂತಹ ಪ್ರಮುಖ ಅತಿಥಿಗಳಲ್ಲಿ ಒಬ್ಬರಾಗಿರತಕ್ಕಂತಹ ಶ್ರೀ ಗಣೇಶ್ ವತ್ಸ ಅಧ್ಯಕ್ಷರು ವ್ಯಾಪಾರಿ ವ್ಯವಸಾಯಿ ಏಕೋಪನ ಸಮಿತಿ ಮುಳ್ಳೇರಿಯ ಇವರಿಂದ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭ ನುಡಿಗಳ ಮಾತು. ಎಲ್ರಿಗೂ ನಮಸ್ತೆ. ಸಭಾ ಅಧ್ಯಕ್ಷರೇ, ಉದ್ಘಾಟಕರೇ ಹಾಗೂ ಧಾರ್ಮಿಕ ಭಾಷಣವನ್ನು ಮಾಡಿದಂಥ ವಸಂತಿ ಲಿಂಗೇರಿಯವರೇ, ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ವಿಶಿಷ್ಟ ವ್ಯಕ್ತಿಗಳೇ, ಎಲ್ಲ ಭಗವದ್ಭಕ್ತರೇ, ಬಹಳ ವಿಜೃಂಭಣೆಯಿಂದ ಈ ಕಾರ್ಯಕ್ರಮ ಇಲ್ಲಿಗೆ ಜರುಗ್ತಾ ಇದೆ. ದೈವ ಕೋಲಗಳು ಕನ್ನಡದಲ್ಲಿ ಆದರೆ ನಮ್ಮ ಏರಿಯಾದಲ್ಲಿ ಭೂತ ಕೋಲಗಳು ಅಂತ ಸಾಧಾರಣವಾಗಿ ಹೇಳುವಂಥ ವಿಷಯ, ಕನ್ನಡದವರು ಹೇಳುವಂಥ ವಿಷಯ. ಆ 350 ವರ್ಷ ಹಿಂದಿನ ಭೂತ ಕಾಲವನ್ನು ಈಗ ವರ್ತಮಾನ ಕಾಲಕ್ಕೆ ತಂದು ಮುಂದಿನ ಭವಿಷ್ಯದಲ್ಲಿ ಕೂಡ ಇದನ್ನು ಮುಂದುವರಿಸುವಂಥ ಆ ಒಂದು ವ್ಯವಸ್ಥೆಯನ್ನು ಇಲ್ಲಿಯ ಭಗವತಿ ಸ್ಥಾನದವರು ಮಾಡಿದ್ದಾರೆ. ಬಹಳ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಇಲ್ಲಿಯ ಕಾರ್ಯಕ್ರಮ ಈಗ ಜರುಗ್ತಾ ಇದೆ. ಇನ್ನು ಮುಂದೆ 4 ದಿನ ನಡೆಯುವಂಥ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳಿಗೂ ಇದುವರೆಗೆ ನಡೆದಂಥ ಕಾರ್ಯಕ್ರಮಗಳಿಗೂ ಕೂಡ ಕೇರಳ ವ್ಯಾಪಾರಿ ವ್ಯವಸಾಯಿ ಏಕೋಪನ ಸಮಿತಿ ಮುಳ್ಳೇರಿಯ ಘಟಕದ ವತಿಯಿಂದ ಶುಭವನ್ನು ಹಾರೈಸ್ತಾ ನನ್ನ ಒಂದೆರಡು ಮಾತನ್ನು ಮುಗಿಸ್ತಾ ಇದ್ದೆ. పొర్తును అర్థమవుతోందు ఇల్య పాతిరుడు మదిపును గుర్నంచిన ಗಣೇಶ್ ವತ್ಸ ಮೇರೆಗೆ ಸೋಲಿತ ಸೋಲ್ಮೆ ಸಂದಾಯಿತ ಮಲ್ತೊಂದು ಕಾರ್ಯಕ್ರಮದ ಮುಂದಿನ ಭಾಗದಲ್ಲಿ ಬೆಳ್ಳೂರು ಗ್ರಾಮ ಪಂಚಾಯತ್ನ ಪ್ರಥಮ ಪ್ರಜೆ ಅಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ಶ್ರೀಧರ ಎಂ ಬೆಳ್ಳೂರು ಇವರಿಂದ ಶುಭ ಹಾರೈಕೆ ನುಡಿ. ಮೌನದಿಂದಲೇ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭವನ್ನ ಹಾರೈಸಿರುತ್ತಾರೆ. ಬಂಧುಗಳೇ, ಇನ್ನು ಮುಂದೆ ಈ ಭವ್ಯ ವೇದಿಕೆಯಲ್ಲಿ ಗೌರವದ ಸನ್ಮಾನವನ್ನ ಸ್ವೀಕರಿಸಿದಂತಹ ನಿಮ್ಮೆಲ್ಲರ ಹಿರಿಯರಾಗಿರುವಂತಹ ಕುಸುಮ ಟೀಚರ್ ಸನ್ಮಾನಕ್ಕಾಗಿ ಅದಕ್ಕೆ ಅಭಿನಂದನಾ ಮಾತುಗಳು. ಪಂಚಲಿಂಗೇಶ್ವರ ದೇವರನ್ನು ಭಕ್ತಿಯಿಂದ ವಂದಿಸುತ್ತಾ ನಮ್ಮ ಭಗವತಿ ಅಮ್ಮನವರನ್ನು ಮನಸಾರೆ ಭಕ್ತಿಯಿಂದ ಪ್ರಾರ್ಥಿಸುತ್ತಾ ವೇದಿಕೆಯಲ್ಲಿ ಅಧ್ಯಕ್ಷರೇ ಮಾತ್ರ ಅಲ್ಲ, ಉದ್ಘಾಟಕರೇ, ಕುಳಿತಿರುವ ಎಲ್ಲ ವಿಶಿಷ್ಟ ವ್ಯಕ್ತಿಗಳೇ, ನಾನು ಕನ್ನಡದ ಟೀಚರು. 30 ವರ್ಷ ಸರ್ವಿಸ್ ಮಾಡಿದ್ದೇನೆ ನಮ್ಮ ಆದೂರಿನಲ್ಲಿ. ನಮ್ಮ ಈ ಆದೂರಿನಲ್ಲಿ ಎಲ್ಲ ಮನೆಯ ಮಕ್ಕಳು, ಒಂದು ಮನೆಯಲ್ಲಿ ಆದರೂ ನಾನು ಕಲಿಸಿದ ಮಕ್ಕಳಿಲ್ಲದ ಮನೆ ಇಲ್ಲ, ಖಂಡಿತ. ಅದು ನನಗೆ ಅಭಿಮಾನದಿಂದ ಹೇಳ್ತೇನೆ. 30 ವರ್ಷ ನನ್ನ ಈ ಮಕ್ಕಳನ್ನು ನನ್ನ ಮಕ್ಕಳಂತೆಯೇ ಪ್ರೀತಿಸಿದ್ದೇನೆ, ಜೋರು ಮಾಡಿದ್ದೇನೆ, ಕಲಿಸಿದ್ದೇನೆ.
ಅವರಿಗೆ ನನ್ನಲ್ಲಿ ಕೃತಜ್ಞತೆ ಇದೆ, ನನಗೆ ಅವರಲ್ಲಿ ಪ್ರೀತಿ ಇದೆ, ವಾತ್ಸಲ್ಯ ಇದೆ. ಅವರಿಗೆ ನಾನು ಆಶೀರ್ವಾದ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಅವರ ಪ್ರೀತಿಯ ಸಂಕೇತದಿಂದಾಗಿ ನಾನು ಇವತ್ತು ಈ ಗೌರವವನ್ನು ಪಡೆದಿದ್ದೇನೆ. ಇದಕ್ಕೆಲ್ಲವೂ ಕಾರಣ ನಮ್ಮ ಈ ಮಣ್ಣಿನ ದೇವರುಗಳು. ಅವರ ಅನುಗ್ರಹ ಮಾತ್ರ ನನಗೆ ಇದ್ದುದರಿಂದ ನಾನೆಲ್ಲ ಏನಿದ್ದರೂ ಕೂಡ ಎಲ್ಲವನ್ನು ಸಹಿಸಿಕೊಂಡು, ನನಗೆ ಎಷ್ಟು ಕಷ್ಟಗಳಿದ್ದರೂ ಕೂಡ ಎಲ್ಲ ಕಷ್ಟಗಳನ್ನು ಕೂಡ ಸಹಿಸಿಕೊಂಡು ನನಗೆ ಈ ಸಿಕ್ಕಿದ ಈ ಒಂದು ಬಹುಮಾನ ಅಲ್ಲ, ನನಗೆ ಇದೊಂದು ಪುರಸ್ಕಾರ ಅಲ್ಲ, ನನ್ನ ಜನ್ಮವನ್ನು ಒಂದು ಡೆಟಾಲ್ ಹಾಕಿ ತೊಳೆದು ನನ್ನನ್ನು ಪ್ರೋತ್ಸಾಹಿಸಿದಂತೆ ಮಾತ್ರ ಅಲ್ಲ, ನನ್ನ ಮಕ್ಕಳಿಗೆ ನಾನು ಶುಭವನ್ನು ಕೋರ್ತೇನೆ. ಮಾತ್ರ ನಾನು ಅವರಿಗೆ ನಾನು ಸಂಪೂರ್ಣವಾಗಿ ನನ್ನ ಮನಸಾರೆ, ನನ್ನ ಸ್ವಂತ ಮಕ್ಕಳಂತೆಯೇ ನಾನು ಅವರಿಗೆ ಆಶೀರ್ವಾದವನ್ನು ಮಾಡ್ತೇನೆ, ಮನಸಾರೆ ನಾನು ಆಶೀರ್ವಾದ ಮಾಡ್ತೇನೆ. ಅದರಂತೆ ಇದಕ್ಕೆ ನಮ್ಮ ದೇವರುಗಳು ಅವರಿಗೆ ಬೇಕಾದ ಎಲ್ಲ ಐಶ್ವರ್ಯ ಆರೋಗ್ಯವನ್ನು ಕೊಡಲಿ ಅಂತಲೂ ನಾನು ಪ್ರಾರ್ಥಿಸ್ತೇನೆ. ನನಗೆ ಈ 351 ವರ್ಷದಲ್ಲಿ 30 ವರ್ಷ ನಾನು ಸರ್ವಿಸ್ ಮಾಡಿದ್ದೇನೆ. 60 ವರ್ಷ ಪ್ರಾಯದವರೆಗಿನ ಎಲ್ಲ ಮಕ್ಕಳು ನನ್ನ ಮಕ್ಕಳಾಗಿದ್ದಾರೆ ಇಲ್ಲಿಂದ. ಅದರಿಂದ ನನಗೆ ಅಭಿಮಾನ ಇದೆ. ನನಗೆ ಈ ಸಮಯಕ್ಕೂ ಕೂಡ ನನಗೆ ಆರೋಗ್ಯವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ ದೇವರು. ಮಾತ್ರ ಅಲ್ಲ, എനിക്ക് ഈ ആരോഗ്യം ആയുസ്സു തന്ന് എന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഈ ദൈവങ്ങൾക്ക് ഞാൻ എൻ്റെ കണ്ണീരോടെ സന്തോഷത്തോടെ എൻ്റെ ഭക്തിപൂർവകമായ ನಮಿക്കുന്നു. ಅನೇಕ ವರ್ಷಗಳ ಕಾಲ ಇದೇ ರೀತಿಯಲ್ಲಿ ಬಾಳುವಂತೆ ಆಗಲಿ, ಸಮಾಜದಲ್ಲಿ ಅನೇಕ ಸೇವೆಗಳನ್ನು ಮಾಡಲು ತಾಯಿ ಭಗವತಿಯ ಅನುಗ್ರಹವಿರಲಿ, ಎಲ್ಲ ಪರಿವಾರ ದೈವಗಳ ಅನುಗ್ರಹ ಇರಲಿ ಎಂಬುದಾಗಿ ಬೇಡುತ್ತಾ ವಂದನೆಗಳು ಕುಸುಮ ಟೀಚರ್ ಅವರಿಗೆ. ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಮುಂದೆ ಸನ್ಮಾನ ಸ್ವೀಕಾರ ಮಾಡಿಕೊಂಡಿರತಕ್ಕಂತಹ ನಿಮ್ಮೆಲ್ಲರ ನೆಚ್ಚಿನ ಸೈನಿಕರಾಗಿರುವಂತಹ ವೆಂಕಪ್ಪ ಶೆಟ್ಟಿ ಅವರಿಂದ ಮಾತು. ವೇದಿಕೆಯಲ್ಲಿರುವ ಗಣ್ಯ ವ್ಯಕ್ತಿಗಳೇ ಹಾಗೂ ವೇದಿಕೆಯ ಮುಂಭಾಗದಲ್ಲಿರುವ ಭಕ್ತ ಬಾಂಧವರೇ, ಎಲ್ಲರಿಗೂ ಸುಬೇದಾರ್ ಮೇಜರ್ ಆನರರಿ ಲೆಫ್ಟಿನೆಂಟ್ ವೆಂಕಪ್ಪ ಶೆಟ್ಟಿಯ ವಂದನೆಗಳು. ಹೇಳಿದ್ರೆ ಸರ್ವಿಸ್ನಲ್ಲಿರುವಾಗ ವೇದಿಕೆಯಲ್ಲಿ ಮಾತಾಡುವ ಅವಕಾಶ ಸಿಕ್ಕಲಿಲ್ಲ, ಆದರೆ ಈಗ ರಿಟೈರ್ಡ್ ಆದ ನಂತರ ಸಿಗುತ್ತಾ ಇದೆ. ಅದು ದೇವರಿಗೆ ವಂದನೆಗಳು. ಆಡುವ ಮಾತಿನಲ್ಲಿ ಏನಾದರೂ ತಪ್ಪಿದ್ದರೆ ಅದನ್ನು ಕ್ಷಮಿಸಬೇಕು. ಹೇಳಿದರೆ ನಾನು 31 ವರ್ಷ ಆರ್ಮಿಯಲ್ಲಿ ಸರ್ವಿಸ್ ಮಾಡಿದೆ. 84ರಲ್ಲಿ ಜಾಯಿನ್ ಆದವ, 2015ರಲ್ಲಿ ರಿಟೈರ್ಡ್ ಆದ. ಅದರ ನಂತರ ರಿಲಯನ್ಸ್ನಲ್ಲಿ ಕೂಡ ಒಂದು 7-8 ವರ್ಷ ಕೆಲಸ ಮಾಡಿದ್ದೇನೆ. ಈಗ ಮನೆಯಲ್ಲೇ ಇರು. ಆದರೆ ಒಂದು ಶುಭ ವಿಷಯ ಏನೆಂದರೆ 351 ವರ್ಷಗಳ ನಂತರ ಈ ಪೆರಂಗಳ್ಳಿಯಾಟ ಮಹೋತ್ಸವದಲ್ಲಿ ನನ್ನನ್ನು ಈ ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸಿ ಎಲ್ಲ ಗಣ್ಯರ ಎದುರುಗಡೆಯಲ್ಲಿ ಸನ್ಮಾನಿಸಿದ ಆ ಪೆರಂಗಳ್ಳಿಯಾಟ ಸಮಿತಿಯ ಎಲ್ಲ ಸದಸ್ಯರುಗಳಿಗೂ ಸುಬೇದಾರ್ ಮೇಜರ್ ಆನರರಿ ಲೆಫ್ಟಿನೆಂಟ್ ವೆಂಕಪ್ಪ ಶೆಟ್ಟಿಯ ಹೃತ್ಪೂರ್ವಕ ವಂದನೆಗಳು. ಬಾಕಿ ಇದು ನಮ್ಮ ಈ ಆದೂರಿನ ಸುತ್ತಮುತ್ತಲಿನ ಎಲ್ಲ ಇದು ಪರಿಸರದ ಒಂದು ಸಂತೋಷದ ಸಂಗತಿ. ತಿಳಿದರೆ 351 ವರ್ಷಗಳ ನಂತರ ಆಗುವ ಈ ಸಂಭ್ರಮ ಇದು ನಮ್ಮ ಒಂದು ಭಾಗ್ಯ ಅಂತ ಹೇಳಬೇಕು. ಆ ಭಾಗ್ಯದಲ್ಲಿ ನಮ್ಮನ್ನು ಇಲ್ಲಿಗೆ ಆಹ್ವಾನಿಸಿ ಈ ಸಮಾರಂಭದಲ್ಲಿ ಸನ್ಮಾನಿಸಿ ಮಾಡಿದ ಎಲ್ಲ ವ್ಯಕ್ತಿಗಳಿಗೂ ಆ ಭಗವತ್ ಮಾತೆಗೂ ನನ್ನ ನಮಸ್ಕಾರಗಳು. ಈ ಅವಕಾಶವನ್ನು ಕೊಟ್ಟ ಸಮಿತಿಯ ಸದಸ್ಯರಿಗೆ ವಂದನೆಗಳು ಸಮರ್ಪಿಸುತ್ತಾ ನನ್ನ ಈ ಮಾತುಗಳನ್ನು ನಾನು ಕೊನೆಗಾಣಿಸುತ್ತೇನೆ. ಜೈ ಹಿಂದ್. धन्यवाद माननीय वीर सैनिक वेंकप्पा शेट्टी जी, अभिनंदन करना चाहूंगा इस समय पर. ಸಭಾ ಕಾರ್ಯಕ್ರಮದ ಮುಂದಿನ ಭಾಗದಲ್ಲಿ ಈ ಸಭೆಯ ಅಧ್ಯಕ್ಷತೆಯನ್ನ ವಹಿಸಿಕೊಂಡಿರತಕ್ಕಂತಹ ಪೆರುಂಕಳಿಯಾಟ ಮಹೋತ್ಸವ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರು ಆಗಿರುವಂತಹ ಶ್ರೀ ಬಿಪಿನ್ ದಾಸ್ ರೈ ಆಡೂರು ಗುತ್ತು ಅವರಿಂದ ಅಧ್ಯಕ್ಷರ ನುಡಿ.
ವೇದಿಕೆಯಲ್ಲಿರುವ ಗಣ್ಯ ಅತಿಥಿಗಳೇ ಮತ್ತು ಇಲ್ಲಿ ನೆರೆದಿರುವ ಎಲ್ಲ ಭಕ್ತಿ ಸಭಿಕರಿಗೆ ಇಂದಿನ ಸಭಾ ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷ ವಹಿಸಿರುವ ಪೆರುಂಗುಳಿಯಾಟ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷನಾದ ನಾನು ಬಿಪಿನ್ ದಾಸ್ರೆಯ ಹೃದಯಪೂರ್ವಕ ವಂದನೆಗಳು. ಸುಮಾರು 31 ವರ್ಷದ ಬಳಿಕ ನಡೆಯುತ್ತಿರುವ ಆದೂರು ಭಗವತಿ ಕ್ಷೇತ್ರದ ಪೆರುಂಗುಳಿಯಾಟ ಮಹೋತ್ಸವಕ್ಕೆ ಇಂದು ದ್ವಿತೀಯ ದಿನದ ಸಂಭ್ರಮದಲ್ಲಿ ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ತನು ಮನ ಧನಗಳ ಸಹಕಾರ ಹಾಗೂ ಆಘೋಷ ಸಮಿತಿಯ ಅಧೀನದಲ್ಲಿರುವ ವಿಧ ಕಾರ್ಯಕ್ರಮಗಳು ಸಮಿತಿ ಮತ್ತು ಸಕಾಲದ ನಿರ್ದೇಶನ ನೀಡುತ್ತಿರುವ ಶ್ರೀ ಕ್ಷೇತ್ರದ ಸ್ಥಾನಿಕರು, ಕ್ಷೇತ್ರದ ಸಮಿತಿಯ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳು ಹಾಗೂ ಈ ಮಹೋತ್ಸವದ ಯಶಸ್ವಿಯಲ್ಲಿ ಭಾಗಿಯಾಗಿರುತ್ತಾರೆ. ಸತ್ಯಸತ್ಯರು ಭಕ್ತಾಭಿನಿಗಳಿಗೆ ಕ್ಷೇತ್ರ ಸಮಿತಿಯ ಆಘೋಷ ಸಮಿತಿಯ ಪರವಾಗಿ ಹೃದಯಪೂರ್ವಕ ಕೃತಜ್ಞತೆ ಅರ್ಪಿಸುತ್ತೇನೆ. ಕಳೆದ 2 ದಿನಗಳಿಂದ ನೀಡುತ್ತಿರುವ ಸಹಕಾರವನ್ನು ದಿನಾಂಕ 24ರವರೆಗೆ ನೀಡಬೇಕಾಗಿ ಕೋರಿಕೊಳ್ಳುತ್ತೇನೆ. ನನ್ನ ಈ ಭಾಷಣವನ್ನು ಕೊನೆಗೊಳಿಸುತ್ತೇನೆ. ವಂದನೆಗಳು. ಸಭೆಯ ಅಧ್ಯಕ್ಷತೆಯನ್ನು വഹിಸಿಕೊಂಡಿರತಕ್ಕಂಥ ബിപിൻ ദാസ് റൈ അദൂർ ഗുത്തവರಿಗೆ. പ്രിയമുള്ളവരെ, വേദിയിൽ ഒരുപാട് അതിഥികളുണ്ട്. അവരെല്ലാവരും മൗനത്തോടുകൂടി തന്നെ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചതായി അറിയിക്കുകയാണ്. വൈകിയ വേളയിൽ ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ അവസാനം നന്ദി പ്രകാശനമാണ്. ಪೆರುಂಕಳಿಯಾಟ ಪ್ರಚಾರ ಸಮಿತಿಯ ಸಂಚಾಲಕರಾಗಿರುವಂತಹ ಹರಿಪ್ರಸಾದ್ಗೆ ಇವರಿಂದ ವಂದನಾರ್ಪಣೆ. അമ്മേ ശരണം. അമ്മ എന്ന സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു. ശ്രീ പിന്നക്കാൽ ഭഗവതിയും മുച്ചോളിക്കടവത്ത് ഭഗവതിയും ആയിറ്റ് ഭഗവതിയും ഒരേ പീഠ ചൈതന്യത്തിൽ കുടികൊള്ളുന്ന ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ പെരുങ്കളിയാട്ടം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നാം ഒന്ന് വേദനിച്ചാലും ഒന്ന് സങ്കടപ്പെട്ടാലും ഒന്ന് സന്തോഷിച്ചാലും ആദ്യം നമ്മുടെ വായിലെത്തുന്ന വാക്ക് അമ്മ എന്നാണ്. ആ വാക്കിന് അപ്പുറമായിട്ട് വേറൊരു വാക്കില്ല. നാം എല്ലാം ശരണം വിളിച്ച് അവസാനം പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്നത് ആ അമ്മയുടെ പാദങ്ങളിലാണ്. ഇന്ന് നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം 2020 പെരുങ്കളിയാട്ട മഹോത്സവം നിശ്ചയിക്കുകയും എന്നാൽ കൊറോണ എന്ന മഹാമാരി കാരണം അന്ന് പിന്നെയും ഒരു കാത്തിരിപ്പിന് വേണ്ടി നിൽക്കേണ്ടി വന്നു. അന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും നൊന്തു വിളിച്ചതാണ്, അമ്മേ നിൻ തിരുമുടി കാണുവാൻ ഇനിയും ഞങ്ങൾ എത്ര നാൾ കാത്തിരിക്കണമെന്ന്. ഇന്നിവിടെ ഈ 2025 ഈ പെരുങ്കളിയാട്ടത്തിൻ്റെ ഈ പുണ്യ നിമിഷങ്ങളിൽ ഇരിക്കുമ്പോൾ വളരെയേറെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഈ സാംസ്കാരിക സദസ്സിലെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ സാംസ്കാരിക സദസ്സിൻ്റെ അധ്യക്ഷനായ ബഹുമാന്യനായ പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ബിപിൻ ദാസ് റൈ ആദൂർ ഗുത്തു അവർക്ക് പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും ഇവിടെ ചേർന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞങ്ങളോട് സംസാരിച്ച ശ്രീ ഹേമനാഥ ഷെട്ടി കാവു, അധ്യക്ഷൻ ബൺ സംഘം പുത്തൂർ അവരുകൾക്കും പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ഇവിടെ ചേർന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ ഐതിഹ്യം പറയുമ്പോൾ പറയാറുണ്ട്, നൂലെത്താത്ത തടാകത്തെ സമതലമാക്കിയാണ് അമ്മ ഈ ക്ഷേത്രം കുടികൊള്ളുന്ന സ്ഥലമുണ്ടാക്കിയതെന്ന്. അതുപോലെ തന്നെ അറിവിന്റെ കാര്യത്തിൽ മഹാസാഗരം പോലെ അല്ലെങ്കിൽ നൂലെത്താത്ത തടാകം പോലെ അറിവിന്റെ സരസ്വതിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന വത്സേട്ടൻ എന്ന സംസ്ഥാന ഹിന്ദു ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റായ ഇന്ന് മുഖ്യപ്രഭാഷണം ചെയ്ത ശ്രീ വത്സൻ തിലങ്കേരി അവർക്കും ഈ സാംസ്കാരിക സദസ്സിന്റെ പേരിൽ ഈ ആഘോഷം പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഇവിടെ ചേർന്ന എല്ലാവരുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു.
അതുപോലെ തന്നെ ഇന്നത്തെ ഈ സാംസ്കാരിക സദസ്സ് ധന്യമാക്കുവാൻ വേണ്ടി സദസ്സിൽ എത്തിച്ചേർന്ന പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ പ്രകാശ് ഭണ്ഡാരി അവർക്കും പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ സദസ്സിലുള്ള ഉപാധ്യക്ഷനായ ശ്രീ രഘുനാഥ ഷെട്ടി അവർക്കും പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും I am broken. I am flawed. I have made mistakes. If you knew everything about me, would you love me? God sees you fully and completely. He sees your every tear and struggle, and He still loves you. That's why He sent His Son, Jesus, to show you what unconditional love looks like. Jesus surrendered His life on the cross for you. He defeated death, offering eternal life to those who turn from their missteps, seek forgiveness, and choose to follow Him. Click to chat with an online volunteer to learn more about starting a relationship with Jesus and how you can experience His unconditional love. അവർക്കും പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ശ്രീധരൻ ബള്ളൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായ ശ്രീധരൻ ബള്ളൂർ അവർക്കും ഈ അവസരത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ പെരുങ്കളിയാട്ട പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാനായ ശ്രീ ദിനേശ് ബംബ്രാണ അവർക്കും പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സാംസ്കാരിക സദസ്സിന് ആശംസകൾ അർപ്പിച്ച മുണ്ടൂൾ ക്ഷേത്രം ട്രസ്റ്റി ശ്രീ രഘുറാം ബള്ളാൾ അവർക്കും പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ട്രസ്റ്റ് ബെള്ളൂർ ഇതിന്റെ ട്രസ്റ്റിയായ ശ്രീ ഗംഗാധര ബള്ളാൾ അഡ്വള ഇവർക്കും ഈ അവസരത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ AC രാമചന്ദ്രമണിയാണി അത്തനാടി അധ്യക്ഷൻ ഉത്സവ സമിതി അടൂർ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രം അവർക്കും പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീ ഭഗവതി സേവാ സംഘം കാസർഗോഡ് അധ്യക്ഷൻ ശ്രീ സതീശൻ N അവർക്കും ഈ അവസരത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീ ഐവർ ഭഗവതി ക്ഷേത്രം മോര കാസർഗോഡ് അധ്യക്ഷൻ ശ്രീ നാരായണൻ കണ്ണൂർ അവർക്കും ഈ അവസരത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ കാസർഗോഡിലെ വ്യവസായി ആയ ശ്രീ ഗുരുപ്രസാദ് പ്രഭു അവർക്കും ഈ അവസരത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ശ്രീ കമലാക്ഷൻ അവർക്കും പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. അവർ സാർവജനിക ശ്രീ ഗണേശോത്സവ സമിതി മല്ലികാർജുന ക്ഷേത്രം കാസർഗോഡ് ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം നെല്ലിക്കുന്ന് സെക്രട്ടറിയായ ശ്രീ മഹേഷ് അവർക്കും ഈ അവസരത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന കൊറക്കോട് ശ്രീ ആര്യകാത്യായനി ക്ഷേത്രം കാസർഗോഡ് ശ്രീ പുരുഷോത്തമ ദരേക്കർ അവരുടെ മകനായ നവീൻ അവർക്കും ഈ അവസരത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ വേദിയിൽ എത്തിച്ചേർന്ന അതുപോലെ തന്നെ സദസ്സിലുള്ള ഈ സദസ്സിലെത്തിച്ചേർന്ന CV പൊതുവാൾ അവർക്കും പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. അതുപോലെ തന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ അവസരത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും നന്ദി അറിയിച്ചുകൊണ്ട് ഇതുവരെ ഈ സാംസ്കാരിക സദസ്സിനെ വീക്ഷിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സാംസ്കാരിക സദസ്സ് ഇന്നത്തെ
ഇന്നത്തെ സദസ്സിനെ ധന്യമാക്കിയ മുംബൈ വ്യവസായിയായ ഗണേഷ് ഷെട്ടി അവരുകൾക്കും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നാരായണൻ കണ്ണൂർ സദസ്സിലെത്തിച്ചേർന്ന നാരായണൻ കണ്ണൂർ അവരുകൾക്കും പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സദസ്സിലെത്തിച്ചേർന്ന ദിവാകരൻ അവരുകൾക്കും ഈ പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സദസ്സിലെത്തിച്ചേർന്ന ശ്രീ ഉപേന്ദ്ര കൊട്ടക്കനി ഉപാധ്യക്ഷൻ കാസർഗോഡ് പ്രാദേശിക സമിതി അവരുകൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ രാമചന്ദ്രമണിയാണി അത്തനാടി അവരുകൾക്കും അവസരത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ സദസ്സിൽ നിന്നും ആദരമേറ്റുമാകിയ കുസുമ ടീച്ചർ അവരുകൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത ശ്രീ വെങ്കപ്പ ഷെട്ടി അവരുകൾക്കും ഈ അവസരത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഇന്നത്തെ ಧಾರ್ಮಿಕ ಈ ಸಾಂಸ್ಕಾರಿಕ ಸದಸ್ಸು ಅವಸಾನಿಸಿದಾಯಿ ಅರಿಯಿക്കുന്നു. ವಂದನಾರ್ಪಣೆಯನ್ನ ನೆರವೇರಿಸಿಕೊಂಡಿರುವಂತಹ ಹರಿಪ್ರಸಾದ್ ಕೆ ಅವರಿಗೆ ಧನ್ಯವಾದಗಳೊಂದಿಗೆ ಅಧ್ಯಕ್ಷರ ಅನುಮತಿ ಮೇರೆಗೆ ಸಭಾ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಪೂರ್ಣ ಚುಕ್ಕಿಯನ್ನ ಇಡ್ತಾ ಇದ್ದಾವೆ. ಇನ್ನು ಈ ವೇದಿಕೆಯಲ್ಲಿ ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಕ್ರಮ ಮುಂದುವರಿಯುತ್ತಾ ತಿರುವಾದಿರ ಆರಂಭವಾಗಲಿದೆ. ಶಿವಶಕ್ತಿ ತಿರುವಾದಿರ ಸಂಘ ಕರಿಂಬು ಬಡಪ ಮುಳ್ಳೇರಿಯ ಸಾರಥಿ ಕೋಟಬಳಿ ಮಹಿಳಾ ಸಂಘ ಉಚ್ಚಿಲ ಇವರಿಂದ ತಿರುವಾದಿರ ತರುವಾಯ ವೇದಿಕೆಯಲ್ಲಿ ಕೈಕೊಟ್ಟಿ ಕಳಿ ಸಂಪನ್ನಗೊಳ್ಳಲಿದೆ. ಕೋಯಕೂಡ್ಲು ಪ್ರಾದೇಶಿಕ ಸಮಿತಿ, ಮಲ್ಲಾವರ ಮಹಿಳಾ ಸಮಿತಿ, ಮಂಜಂಪಾರ ಪ್ರಾದೇಶಿಕ ಸಮಿತಿ ಮತ್ತು ಬೇಂಗತಡುಗ ಮಹಿಳಾ ಸಮಿತಿಯ ಆಶ್ರಯದಲ್ಲಿ ಕೈಕೊಟ್ಟಿ ಕಳಿ ತರುವಾಯ ವೇದಿಕೆಯಲ್ಲಿ ಇವತ್ತಿನ ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಕ್ರಮದ ಕೊನೆಯ ಭಾಗ ನೃತ್ಯ ವೈವಿಧ್ಯ ಸ್ಥಳೀಯ ಮತ್ತು ವಿವಿಧ ಪ್ರಾದೇಶಿಕ ಸಮಿತಿಯ ಪ್ರತಿಭೆಗಳಿಂದ ಮೂಡಿ ಬರಲಿದೆ. ಸರ್ವ ಕಾರ್ಯಕ್ರಮಕ್ಕೂ ಸರ್ವರ ಘನ ಉಪಸ್ಥಿತಿಯನ್ನು ವಹಿಸುತ್ತಾ ಇದೀಗ ಸಭಾ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ವಿರಾಮ. ಸರ್ವೇ ಜನ ಸುಖಿನೋ ಭವಂತು. फ्लेवरफुल है, ये क्रिस्पी है, and believe it or not, ये बोनलेस है. KFC chicken strips starting at ₹149. Taste the epic. In the north, nature can be harsh, beautiful, and inspiring. Here, we have created one of the most energy-efficient data centers in the world.
Nature allows us to cool our servers with mere outdoor air. This complements our mindset of improving every piece of hardware to achieve maximum performance and efficiency. It is here that we have created ISEC, the 16th most powerful supercomputer in the world. We like to set ambitious goals and look for new solutions. For example, how to make a supercluster with 8,000 GPUs to warm the neighboring town. Or create the most advanced AI cloud in Europe. Nebius, the ultimate cloud for AI explorers. You are listening to Mahakatha Meditation Mantras, the world's most loved source for healing meditation mantras for peace, positive energy, and abundance. जय अमित विक्रम
यार ये म्यूचुअल फंड वो म्यूचुअल फंड क्या ही फर्क पड़ता है, सब सेम ही तो है। कोई फर्क नहीं है। नहीं। ब्रांड नेम देखा? नहीं। इन्वेस्टमेंट फिलॉसफी, इन्वेस्टमेंट टीम? नहीं। भाई तो पैसे इन्वेस्ट करने से पहले टाइम इन्वेस्ट कर ले, क्योंकि जब फर्क समझेगा तभी तो फर्क दिखेगा। कॉफी ऑर्डर कर। इन्वेस्टमेंट फिलॉसफी से लेकर अटल विश्वास तक, आसान प्रोसेस से लेकर ट्रांसपेरेंट सर्विस तक, हर चीज में आप फर्क पाएंगे। बजाज फिनसर्व म्यूचुअल फंड, फर्क है। म्यूचुअल फंड निवेश बाजार के जोखिमों के अधीन है। योजना से जुड़े सभी दस्तावेजों को ध्यान से पढ़ें। जय हनुमान
दृष्टि जय फाल्गुन सखा जय अमित विक्रम
जय अञ्जनि सुत
जय अंजनी सुत
You are listening to Mahakatha Meditation Mantras, the world's most loved source for healing meditation mantras for peace, positive energy, and abundance. Presenting the dazzling new desire, the best and beyond. Kellogg's Muesli and a 12-in-1 power breakfast. Presenting the dazzling new desire, the best and beyond. You are listening to Mahakatha Meditation Mantras, the world's most loved source for healing meditation mantras for peace, positive energy, and abundance.
ചെറുപ്പത്തിൽ അമ്മ സ്നേഹത്തോടെ മണ്ടൻ എന്ന് വിളിക്കാറുണ്ടായിരുന്നു, മണ്ടാനന്ദൻ. പക്ഷെ ഇവർ എന്നെ ഇപ്പോഴും മണ്ടനായി കരുതുന്നു. കസ്റ്റം ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞ് കോൾ വരുന്നു, പിന്നെ പറയും നിങ്ങളുടെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്. മനസ്സിലാവുന്നുണ്ട്, ആദ്യം പേടിപ്പിക്കും, പിന്നെ പറയും പണം ട്രാൻസ്ഫർ ചെയ്യാൻ. സ്നേഹത്തോടെ എന്തും വിളിച്ചോ, പക്ഷേ ഞാൻ മണ്ടനല്ല. ഓർമ്മിക്കൂ. UPI സേഫാണ്. പക്ഷെ നിങ്ങളെ ആരെങ്കിലും ഇതുപോലെ പേടിപ്പിച്ചാൽ പറയൂ, ഞാൻ മണ്ടൻ അല്ല.
4 വർഷത്തെ കഠിനാധ്വാനം, 700ഓളം പറക്കൽ പരീക്ഷണം. അതൊന്നും ലക്ഷ്യം കണ്ടില്ല. റോങ് ബ്രദേഴ്സ്. പക്ഷെ അവസാനം വിമാനം പറത്തി. റൈറ്റ് ബ്രദർ? തീർച്ചയായും റൈറ്റ് ബ്രദർ. ഓ, ഇപ്പോൾ അവധിക്കാലമാണോ? അവതരണം. കോർപ്പറേറ്റിന്റെ കളികൾ അല്ല, നമുക്കത് സ്വയം ഉണ്ടാക്കിയാലോ? ഇതേപോലെ മാന്ത്രിക ഡിസൈനിൽ മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുടെ അവതരണത്തിന് പൂർണ്ണ രൂപമുണ്ടാക്കൂ. സർ, ബില്ലിന് സ്വയം അടയ്ക്കാനാവില്ല. ക്യാൻവ, ഹൃദയത്തിൽ നിന്ന് ഡിസൈൻ വരെ.
ചാമുണ്ടിയമ്മയുടെയും പടിഞ്ഞാൻ ചാമുണ്ടിയമ്മയുടെയും അന്തിക്കോലത്തിനുള്ള അരങ്ങുണർന്നു കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം പരമപവിത്രമായി തിരുസന്നിധിയിൽ നടക്കുന്ന പെരുമയാർന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ ഭാഗവാക്കികളായി അഭീഷ്ടവരപ്രസാദികളായ ദേവചൈതന്യങ്ങളുടെ കാരുണ്യ കടാക്ഷത്തിന്റെ കനകക്കതിരുകൾ ആത്മപ്രകാശത്തിന്റെ നിത്യജ്യോതിസായി ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാൻ ഈ പുണ്യവസുന്ധതയിൽ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങളെയും ഉത്സവാഘോഷ കമ്മിറ്റി ഏറെ ആദരവോടെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ മഹാവിജയത്തിനായി മുഴുവൻ ഭക്തജനങ്ങളും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.
സന്ധ്യയുടെയും അന്ത്യക്കോലത്തിനുള്ള ആരവങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ക്ഷേത്രസന്നിധിയിൽ വൈരാപുരത്ത് വടക്കൻ കൂടി തെയ്യത്തിന്റെ പുറപ്പാടിനുള്ള ആരവങ്ങൾ ഉയരുകയായി. ക്ഷേത്രസന്നിധിയിൽ വൈരാപുരത്ത് വടക്കൻ കൂടി തെയ്യത്തിന്റെ പുറപ്പാടിനുള്ള ആരവങ്ങൾ ഉയരുന്നത് വല്യേഴ്സ് വേണ്ട ഒരുക്കങ്ങൾ തയ്യാറാക്കി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
മതിൽക്കെട്ടിന് പുറത്ത് പന്നിക്കുളത്ത് ചാമണ്ടിയമ്മയുടെ അന്തിക്കോലം ഭക്തജനങ്ങൾക്ക് ദർശന പുണ്യം പകരുകയാണ്. മതിൽക്കെട്ടിന് പുറത്ത് പന്നിക്കുളത്ത് ചാമുണ്ടിയമ്മയുടെ അന്തിക്കോലം ഭക്തജനങ്ങൾക്ക് ദർശന പുണ്യം പകരുകയാണ്. 351 വർഷങ്ങൾക്ക് ശേഷം ഈ പവിത്ര സന്നിധിയിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ വിജയത്തിനായി ഭക്തജനങ്ങൾ ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അന്തിക്കൂലം ദർശന പുണ്യം പകരുകയാണ് ഭക്തജനങ്ങൾക്ക്.
വാഷിംഗ് മെഷീനാണ് നൽകുന്നത്. ജനുവരി 24-ന് ക്ഷേത്ര സന്നദ്ധിയിൽ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് പദ്ധതിയുടെ നറുക്കെടുപ്പ് നടക്കും. 100 രൂപ സംഭാവന നൽകി ഭക്തജനങ്ങൾ ഉത്സവ പദ്ധതിയുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് മോന്തിക്കോലം ഭക്തജനങ്ങൾക്ക് ദർശന പുണ്യം പകർന്നുകൊണ്ടിരിക്കുകയാണ്. അസുരാളൻ ദൈവത്തിന്റെ വെള്ളാട്ടത്തിനുള്ള ആരവമുയരുകയാണ്. ക്ഷേത്ര തിരുവനന്തപുരത്ത് അസുരാളൻ ദൈവത്തിന്റെ വെള്ളാട്ടത്തിനുള്ള ആരവമാണ് ഉയർന്നു കേൾക്കുന്നത്. വിശുദ്ധിയുടെ മന്ത്രമണ്ഡലം വിമുഖ വിലൂലമായൊരു ശാന്തി തീർത്ഥമായി ഒഴുകുന്ന പരമപവിത്രമായ തിരുസന്നിധിയിൽ 351 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ ഭാഗവാക്കുകളാകാൻ ഈ പവിത്ര സങ്കേതത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങളെയും ഇവിടുത്തെ അനശ്വര ചൈതന്യങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ഷേത്ര തിരുവനന്തപുരത്ത് അസുരാളൻ ദൈവത്തിന്റെ വെള്ളാട്ടം അരങ്ങുണർത്താൻ പോവുകയാണ്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് മോന്തിക്കോലം ഭക്തജനങ്ങൾക്ക് ദർശന പുണ്യം പകരുകയാണ്. അസുരാളൻ ദൈവത്തിന്റെ വെള്ളാട്ടം അരങ്ങുണർത്തുകയായി.